എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. നമസ്കാരം ചേട്ടാ, കൊറേ ആയി കണ്ടിട്ട്. അതെ അതെ അതെ. ആഷിക നമസ്കാരം. ഗഫൂരേട്ടൻ, റാവിയമ്മ നമസ്കാരം. വളരെ സന്തോഷം, എല്ലാവരും നേരത്തെ എത്തി. എല്ലാവർക്കും നമസ്കാരം. കുറെ നാളായി കാണാതിരുന്ന മുഖങ്ങളെ കാണുമ്പോൾ ഒരു സന്തോഷം. ആദ്യം വന്ന രാജ്മോഹൻ ചേട്ടനാണ്. അതെ അതെ, നേരത്തെ ആയി പോയി. നേരത്തെ പോയില്ല, വിട്ടുപോകാതിരിക്കാൻ കയറിയതല്ലേ. അതെ അതെ. പിന്നെ എല്ലാവർക്കും വിഷ്ണു, ആഷിഖ്, ഗഫൂറേട്ടൻ, റാവ്യമ്മ, രാഹുൽ, ഷൈന, രാജേന്ദ്രേട്ടൻ, അനീഷ്, വർഗീസേട്ടൻ, എല്ലാവർക്കും നമസ്കാരം. ഇപ്പോ നമ്മളിങ്ങനെ 5 വർഷം പൂർത്തീകരിക്കുന്നു. അപ്പോ നമുക്ക് ഈ 5 വർഷം പൂർത്തീകരിക്കുമ്പോ നമ്മുടെ ഓരോരുത്തർക്കും എന്താണ് ഫീൽ ചെയ്തത്, എന്ത് ഫീൽ ചെയ്യുന്നു, 5 വർഷം പൂർത്തീകരിച്ചു എന്നുള്ള ആ ഒരു കാര്യം അറിയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളതൊക്കെ ഒന്ന് പതുങ്ങിടാം. പതുക്കെ നമ്മളിപ്പോ പുറത്തുനിന്നുള്ള ആളുകളൊന്നും ഇല്ലല്ലോ, നമ്മുടെ ആളുകളൊക്കെ തന്നെയാണ്. എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ പ്രവാസ സംഘത്തിൽ പങ്കെടുത്തു പോകുന്നവരാണ്. ഇത് സ്ഥിരമായിട്ട് ആരോ വർഗീസേട്ടനല്ലാതെ വേറെ സ്ഥിരമായിട്ടില്ല. പിന്നെ ഞാനും പിന്നെയും ഞങ്ങൾക്ക് നിവൃത്തിയില്ലല്ലോ, ഞങ്ങൾ ഉണ്ടാവണമല്ലോ. അതുകൊണ്ട് ഞങ്ങളുണ്ട്. മുങ്ങാൻ പറ്റുന്ന സമയത്തൊക്കെ ഞാനൊക്കെ മുങ്ങാറുണ്ട്. അപ്പൊ അതുപോലെ ഇപ്പൊ നമുക്ക് ഓരോരുത്തരായിട്ടൊന്ന് ഈ പരസ്പരം അറിയാത്തവര് തമ്മിലൊന്ന് പരിചയപ്പെടുന്ന സമയത്ത് എങ്ങനെയാണ് ഈ ഇവിടെ ഉണ്ടായിരുന്ന നിങ്ങളുടെ ഒരു ഇൻവോൾവ്മെന്റ്, അത് നിങ്ങളിൽ എന്ത് ചലനമാണ് ഉണ്ടാക്കിയെന്നുള്ളതൊന്ന് ചുരുക്കി പറഞ്ഞാൽ നന്നായി. നമുക്ക് എവിടുന്നാ തുടങ്ങാം? ആദ്യം വന്ന് രാജ്മോഹൻ ചേട്ടനല്ലേ, രാജ്മോഹൻ ചേട്ടനെ തന്നെ തുടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് രാജ്മോഹൻ. ഞാൻ പെരുമ്പാവൂർ സ്വദേശിയാണ്. ഒരു മാധ്യമ പ്രവർത്തനത്തിൽ പങ്കെടുത്തു. ഇപ്പോ ഒന്നുമില്ല, എഴുത്ത് മാത്രമാണ് പിന്നീടുള്ളൂ. അങ്ങനെ 2 കൊല്ലം മുമ്പാണ് ഞാൻ ഒളിമ്പസുമായിട്ടുള്ള ഒരു അടുപ്പം, സഹവാസം തുടങ്ങുന്നത്. അതിനുശേഷം സത്സംഗത്തില്, പ്രവാസ സത്സംഗത്തില് നിരന്തരം പങ്കെടുക്കുമായിരുന്നു. ഇപ്പോൾ ഞാൻ ഏറ്റെടുത്ത കുറേ കാര്യങ്ങൾ കാരണം പങ്കെടുക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഇത്തരത്തിൽ ഇന്ന് ഒരു പ്രത്യേക പരിപാടി എന്ന് കേട്ടപ്പോൾ എങ്ങനെയെങ്കിലും പങ്കെടുക്കണമെന്ന് നിശ്ചയിച്ച് ഉറപ്പിച്ചിട്ടാണ് ഇപ്പൊ എത്തിയത്. തൊട്ട് മുമ്പ് ഒരു 6 മണിയായപ്പോ നെറ്റ് കലയിക്കാൻ തുടങ്ങിയപ്പോ തൊട്ട് ഞാൻ വിഷമത്തിലായിരുന്നു. ഇതിൽ 6 മണിക്ക് കിട്ടണ്ടായില്ല. ഇപ്പൊ എന്തായാലും കിട്ടി. ഏതായാലും 4ാമത് വർഷം കഴിഞ്ഞപ്പോ പാലക്കാട് നടന്ന ഓവിയൻ സ്മാരകത്തിൽ നടന്ന പ്രത്യേക പരിപാടിയിൽ പങ്കെടുക്കാനുള്ള ഒരു ഭാഗ്യമുണ്ടായി. അത് വളരെയധികം ഹൃദ്യമായൊരു അനുഭവമായിരുന്നു. ബാക്കിയുള്ളവരെല്ലാം പറയണത് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു. ഏതായാലും ഇന്ന് എല്ലാവരും പരസ്പരം കാണാനും പുതിയ അംഗങ്ങളെ കാണാനും പരിചയപ്പെടാനും സാധിച്ചതിന് നന്ദി. എല്ലാവർക്കും നമസ്കാരം. ഓക്കെ, നമസ്കാരം. രാജേന്ദ്രേട്ടനെ വിളിക്കാം നമുക്ക്. അടുത്തത് സീനിയർ മോസ്റ്റ് ആളുകളുടെ ഒരാളാണ്. നമസ്കാരം. രാജേന്ദ്രേട്ട, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇപ്പോ ഒളിമ്പിക്സിന്റെ പ്രവാസ സത്സംഗത്തില് ഞാൻ സ്ഥിരമായിട്ട് 1-2 കൊല്ലത്തോളം ഉണ്ടായി. ഇപ്പോ ഇറഗുലറാണ്, ഇടയ്ക്കൊക്കെ കേൾക്കണുള്ളൂ. എന്നാലും ഇപ്പൊ ഇത്ര 6 കൊല്ലം ഇത് കൊണ്ടുപോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഒരു എളുപ്പമുള്ള കാര്യമല്ല. അതിനെല്ലാം ഇവർക്ക് വളരെ ഒരു അഭിനന്ദനം എന്തായാലും അറിയിക്കുന്നുണ്ട്. ഇപ്പൊ ഒരു ദിവസം മുടങ്ങാണ്ട് ഇത്ര 6 കൊല്ലം ഒരു പരിപാടി, ആൾക്കാർ പരിമിതപ്പെട്ട ആൾക്കാരാണ് ഇത് വരാൻ കേൾക്കാനൊക്കെ വരുന്നുള്ളൂ എന്ന് വെച്ചാലും അതിനെ സുഖമായിട്ട് ഇത്ര കാലം കൊണ്ടുപോയി എന്നുള്ളതിന് എന്തായാലും ഒരു നല്ലൊരു അഭിനന്ദനം എന്തായാലും എന്റെ വക തരാണ്. അപ്പോ
ഇതില് ഇപ്പൊ പുതിയ പുതിയ ആൾക്കാർ ഓരോരുത്തർ വരുന്നുണ്ട്. അപ്പൊ എന്തായാലും പരിപാടികൾ ഇങ്ങനെ പഴയ ആൾക്കാർ ഇപ്പൊ കുറച്ച് പിന്നോട്ട് കഴിഞ്ഞാലും ആരെങ്കിലെയൊക്കെ ആയിട്ട് ഇതിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും. അതാ പ്രകൃതിയുടെ ഒരു നയമായിരിക്കുക. അത് എന്ത് കാര്യത്തിനും ഒരു ഇച്ഛ ഉണ്ടെങ്കിൽ അതിന് അനുസരിച്ചിട്ടുള്ള ആ പ്രകൃതി അനുസരിച്ച് കൂട്ടു നിൽക്കുന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുള്ളതായിരിക്കും. അപ്പോ എല്ലാം സുഖമായിട്ട് കൊണ്ടുപോകണം. പക്ഷെ ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടാണല്ലോ. അപ്പൊ അതനുസരിച്ചിട്ടായിരിക്കും ആൾക്കാർ എത്ര കാലം നിൽക്കും, എത്ര കാലം കേൾക്കും, അതൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഇതിന്റെ ഓർഗനൈസേഴ്സിന്റെ ആ ഡെഡിക്കേഷൻ എന്തായാലും എനിക്ക് ചെയ്യാൻ പറ്റും. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ നിന്ന് എന്ത് കിട്ടി അല്ലെങ്കിൽ എന്ത് കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ കൂടെ ഒന്ന് പറഞ്ഞാൽ, ഓരോരുത്തരും പറഞ്ഞാൽ നന്നായിരുന്നു. രാജേന്ദ്രേട്ടനെ തുടങ്ങി വയ്ക്കാം. ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഇപ്പൊ ഞാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഒരു സ്വഭാവം വെച്ച് പലയിലും ചെന്ന് തലയിടുന്ന സ്വഭാവം പണ്ടേ തുടങ്ങിയിട്ടുണ്ട് പല മാർഗങ്ങളിലും. അപ്പൊ അങ്ങനെ ഒരു അന്വേഷണ ഒരു ത്വരയുള്ള ഒരു നേച്ചറാണ് എന്റെ. അപ്പൊ ആ നിലയ്ക്ക് അപ്പൊ അങ്ങനെ ഒരു ലിങ്ക് നമ്മുടെ ബിനീഷിന്റെ അടിയിൽ നിന്നാണ് എനിക്ക് ഫസ്റ്റ് ആയിട്ട് ഇവിടുത്തെ ഒരു കിട്ടിയത്. അപ്പൊ അങ്ങനെ ഞാൻ കയറി ബിനീഷായിട്ട് അതിന്റെ ക്ലാസ്സിലൊക്കെ മുന്നേ പങ്കെടുക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ഇപ്പൊ ഇത് കേട്ടിപ്പോ സ്ഥിരം എനിക്ക് തോന്നി ഇത് കൊള്ളാമല്ലോ തോന്നി. അപ്പോ ഇപ്പൊ ഞാൻ ആ ഫിലോസഫി ഒക്കെ പഠിക്കുന്ന ഒരു സമയമായതുകൊണ്ട് ഇതാ പ്രകൃതിനെ പറ്റിയുള്ള നമ്മളെ പറ്റിയുള്ള ഒരു വിഷയമായതുകൊണ്ട് അതിനോട് എനിക്ക് താല്പര്യം തോന്നി. അങ്ങനെ പ്രവാസങ്ങളിലും അവിടത്തെ പാടൂര് ക്യാമ്പുകളിലൊക്കെ 2-3 പ്രാവശ്യമൊക്കെ പങ്കെടുത്തു. അപ്പോ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഇപ്പൊ ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ തന്നെ കുറച്ചും കൂടിയും അതിന്റെ ഡീപ്പായിട്ട് ഇവിടെ വ്യക്തമായ ഉത്തരങ്ങളൊക്കെ കിട്ടുന്ന തരത്തിലുള്ള അറിവുകളാണ് ഇപ്പൊ എനിക്ക് അത് കിട്ടിയത്. അപ്പൊ എല്ലാത്തിനും ഒരു മുന്നുണ്ടായ ഒരു മൂടൽമഞ്ഞ് എന്ന് പറഞ്ഞ ഒരു അറിവിന്റെ ഒരു ക്ലാരിറ്റി ഇപ്പൊ ഒളിമ്പിക്സിൽ വന്നതിനെ പറ്റി എല്ലാ കാര്യത്തിനെ പറ്റിയും കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ച് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും അപ്പൊ സുഖമായിട്ട് ജീവിതത്തിൽ അത് അപ്ലൈ ചെയ്യാനൊക്കെ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാ അറിവുകളും ക്രോഡീകരിച്ച് അങ്ങനെ എന്താണ് വേണ്ടത് അതിന്റെ ഒരു ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം എടുത്ത് അത് ജീവിതത്തിൽ പകർത്തുക എന്നുള്ള ഒരു മെത്തഡാണ് ഞാൻ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതനുസരിച്ചിട്ട് ബോധതലത്തില് എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഒരുവിധം ഇപ്പൊ എന്താണ് പ്രകൃതിയില് ഞാൻ ആരാണ്, എന്താണ്, അല്ലെങ്കിൽ ബാക്കിയുള്ളവർ എങ്ങനെ പ്രകൃതിയിലായിട്ട് ഇടപെടണം, അല്ലെങ്കിൽ എങ്ങനെ എന്റെ ചുറ്റുപാടുകളായിട്ട് ഇടപെടണം, അത് പ്രകൃതിയുടെ കൽപ്പനയൊക്കെ എങ്ങനെ ഞാൻ മനസ്സിലാക്കണം, അങ്ങനെ പല കാര്യങ്ങൾക്കും ഒരു ക്ലാരിറ്റി വന്നിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ചിട്ടാണ് ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെതായ ഒരു സൗന്ദര്യം എന്തായാലും അത് പ്രതിഫലിക്കുന്നുണ്ട് എന്റെ ജീവിതത്തിൽ. അപ്പൊ അതുകൊണ്ട് അപ്പൊ പണ്ടത്തെ വ്യാകുലതകൾ അങ്ങനെ ഇതൊന്നുമില്ല. എല്ലാത്തിന്റെയും ഒരു ഉള്ളിലുള്ള ആ കോർ മീൻസ് എന്തുകൊണ്ട് ഇതൊക്കെ സംഭവിക്കുന്നു എന്നുള്ളത് ഇപ്പൊ പല കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ സംഭവിക്കുമ്പോഴും എന്തുകൊണ്ട് സംഭവിക്കുന്നു, ഞാൻ അതിനെ എങ്ങനെ നേരിടണം എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായ ഒരു പിക്ചർ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അപ്പോ ഒരു അധികം സംഘർഷം ഇല്ലാതെ പോകുന്നുണ്ട്. സംഘർഷം ഉണ്ടാവില്ല എന്നല്ല, ജീവിതമായിരിക്കുമ്പോൾ സംഘർഷങ്ങളും അതൊക്കെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണെന്നുള്ള ഒരു തിരിച്ചറിവിൽ ജീവിക്കുമ്പോൾ എന്ത് സംഘർഷങ്ങൾ വന്നാലും അത് കുറച്ച് വരുമ്പോ അത് പോവും. അത് പിന്നെ സംഘർഷം പോവും, പിന്നെ സമാധാനം വരും, പിന്നെ കുറച്ച് കഴിയുമ്പോ എന്തെങ്കിലും സംഘർഷം വരും. അപ്പൊ ഇതൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണ്. ഫുൾ ടൈം സമാധാനം എന്ന് പറഞ്ഞ ഒരു ജീവിതത്തിൽ ആർക്കും അത് ഉണ്ടാവില്ല എന്നുള്ളത് ഇപ്പൊ എന്റെ ജീവിതത്തിൽ കൂടെ കടന്നു പോകുമ്പോ തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ഈ വക കാര്യങ്ങളിലൊക്കെ മനസ്സിലാക്കാനും അതിനൊരു ക്ലാരിറ്റി വരാനും ഒക്കെ ഒളിമ്പിക്സിന്റെ കൂടെ ആ സഹവാസത്തിൽ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോ പിന്നെ പല കാര്യങ്ങളൊക്കെ അങ്ങനെ പറയുക ഇപ്പൊ കുറെ പറഞ്ഞോണ്ടിരിക്കുക. അപ്പൊ എല്ലാവർക്കും പറയണല്ലോ. അപ്പൊ ഞാൻ ഇപ്പൊ തൽക്കാലം ഇപ്പൊ എന്റെ ഒരു ചെറിയ ഒരു ബ്രീഫ് ആണ് ഇപ്പൊ ഒളിമ്പിക്സിന്റെ കൂടെയുള്ള ഇതിൽ ഞാൻ പറഞ്ഞത്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു സഹായം തരുന്നു. നമസ്കാരം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും പറയാനുള്ളത് ഒന്ന് കരുതി വെക്കുക കേട്ടോ. അടുത്തത് നമുക്ക് ഗഫൂർ ഏട്ടനെ വിളിക്കാം. നമസ്കാരം. എല്ലാവർക്കും സ്നേഹം, സന്തോഷം, സമാധാനം. ഞാന്
2025 ജനുവരി അല്ലെ, ആ ഒരു ജനുവരിയിലാണ് അവിടെ എത്തുന്നത്. നെല്ലിയാമ്പതി ക്യാമ്പിലുള്ള നമ്മളൊരു ആ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് എത്തുന്നത്. ഞാനും കുടുംബം, 2 മക്കളും വൈഫും ഉണ്ടായിരുന്നു. ഞങ്ങളത് നല്ലൊരു തുറസിലേക്ക് തന്നെ കൊണ്ടുവന്നിട്ടുള്ളത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രധാനമായിട്ട് അന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, നമ്മളൊരു വെള്ളം ഒരു വീട്ടിലൊക്കെ കിച്ചണിലൊക്കെ ഉപയോഗിക്കുമ്പോ പാചകത്തിന് അതിനൊക്കെ എടുക്കുന്ന ചൂടുവെള്ളമൊക്കെ പുറത്തേക്കൊക്കെ അങ്ങനെ ഒഴിക്കുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ടാവും നമുക്ക്. അപ്പൊ അതൊക്കെ ഈ പ്രകൃതിയിൽ ഉണ്ടാക്കുന്ന അവിടെ ഉണ്ടാവുന്ന സൂക്ഷ്മാണുക്കളാ, ജീവനുകളാ ഒക്കെ നശിപ്പിക്കുന്ന രീതിയിൽ നമ്മളത് ശ്രദ്ധിക്കാറേ ഇല്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് നമ്മൾ സാധാരണ നമ്മളാവശ്യം നമ്മൾ ചെയ്യുന്ന നമ്മളെ സൗകര്യം അങ്ങനെ. അതിനു മുമ്പ് തന്നെ ആത്മീയമായിട്ടുള്ള ഒരു ഇതിലേക്ക് ഉള്ളൊരു മനസ്സ് തുറന്നു വെച്ച് എൻ്റെ ഇല്ല അതൊക്കെ പെട്ടെന്ന് പിടിച്ച് അതിന്റെ ഗുണമൊക്കെ പറയുന്നുണ്ട്. അതുപോലെ വൃക്ഷത്തിന്റെ ഒക്കെ കൊമ്പ്, കാട്ടിലൊക്കെ പോകുമ്പോ വൃക്ഷത്തിന്റെ കൊമ്പും എല്ലാം എടുക്കരുത്, ഒടിക്കരുത് എന്നൊക്കെ പറഞ്ഞതിന്റെ ഒക്കെ അതിന്റെ ഒക്കെ ഇതൊക്കെ എപ്പോഴാണ് ഒന്നും കൂടി ഇതിലേക്കൊക്കെ ആയുർവേദമല്ല സിദ്ധവൈദ്യാണ്. അപ്പൊ അതിന്റെ ഇതില് ഒക്കെ ഒന്ന് തന്നെയാണ്. അപ്പൊ പ്രകൃതിയായിട്ട് ബന്ധിപ്പിക്കുന്നതാണല്ലോ. അന്നപ്പോ അത് ആ പറഞ്ഞ ക്ലാസ്സുകളിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളൊക്കെ കൂട്ടി വായിച്ചപ്പോൾ ഒരുപാട് കാര്യങ്ങൾ കണക്ട് ചെയ്യാനും എനിക്ക് എൻ്റെ ഒരു എന്താണ് ഞാനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം, ഭൂമിയിലാണോ ഭൂമിക്ക് പുറത്താണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഇങ്ങനെ കിടന്ന് അത് അതിന്റെ വേറെ തലങ്ങളിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കാന്ന്. അങ്ങനെ പിന്നെ ഒരു വട്ടം അവിടെ ഗുരുകുലത്തില് ഒരു പരിപാടിക്ക് എത്തിയിരുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും നല്ല നല്ല അനുഭവങ്ങളാണ് അവിടുന്ന് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഇപ്പൊ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതില് ആള് കുറവുണ്ട്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്, കേൾക്കാൻ ആൾക്കാരില്ല. അതിപ്പോ പറഞ്ഞപ്പോ തന്നെ പറഞ്ഞത് ഇത് ഇന്നൊക്കെ വേണ്ടിയിട്ടൊന്നും ആയിരിക്കില്ല, ഇന്ന് ഇങ്ങനെ ഉണ്ടാവും. ഇതൊരു വിത്ത് കുഴിച്ചിടുന്ന മാതിരി നമ്മളോട് കുഴിച്ചിടും. മുളക്കുന്ന സമയത്ത് മുളക്കും, വളരേണ്ട സമയത്ത് വളരും, ആവശ്യം കിട്ടേണ്ടവർക്ക് കിട്ടും. അപ്പൊ എന്തായാലും ആ പറഞ്ഞ സംഭവത്തിലൊക്കെ തന്നെയാണ് ലോകത്തിന്റെ പോക്ക് കണ്ടിട്ടൊക്കെ തോന്നുന്നത്. ഇപ്പോഴത്തെ അവസ്ഥയിലും ഒക്കെ വെച്ചിങ്ങോട്ടൊക്കെ അതിലൊക്കെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒക്കെ എവിടെയൊക്കെ പോയി നിൽക്കുമെന്നൊക്കെ കണ്ടറിയാം. എന്തായാലും എല്ലാത്തിനെ നേരിടാനും മനസമാധാനത്തോടുകൂടി ഇങ്ങോട്ട് ആദ്യമൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോഴത്തേനും വല്ലാത്ത പ്രശ്നങ്ങൾ ഇതൊക്കെ ടെമ്പറൊക്കെ വരുമായിരുന്നു. അപ്പൊ അങ്ങനെയൊന്നുമില്ല. എന്ത് കേട്ടാലും ഒരു സമാധാനത്തോടു കൂടി ഇങ്ങോട്ട് എല്ലാവർക്കും വേണ്ടി നന്മക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഇങ്ങോട്ടൊക്കെ ഉള്ള മനസ്സിൽ അങ്ങനെയൊക്കെ ഉള്ള ഇതിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. അതൊക്കെ ഇതുപോലുള്ള ആൾക്കാരായിട്ടുള്ള സത്സംഗങ്ങൾ തന്നെയാണ്. എല്ലാത്തിനും നന്ദി. ആകട്ടെ, നമസ്കാരം. പിന്നെ ഞാൻ അടുത്ത് വിളിക്കാനിരുന്നത് ഇതിന് തുടങ്ങി വെച്ച ഒരാളുണ്ട്. ഇതിന് അപ്പൊ അയാളെ വിളിക്കാനിരിക്കുമ്പോ അയാളെ കൈമുക്കി കാണിക്കുന്നു. തുടക്കം എന്ന് പറയുന്നത് നമ്മളിപ്പോ ഇങ്ങനെ ഒരു പരിപാടി എല്ലാ ദിവസവും രാവിലെ ചെയ്യണം എന്നുള്ള ഒരു തീരുമാനം ഒരു മീറ്റിങ്ങിൽ വന്നു കഴിഞ്ഞപ്പോ അതിൽ ആദ്യത്തെ വിഷയം സംതൃപ്തി എന്നുള്ളത് തുടങ്ങണം എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അയാള് എന്റെ ഗുരുവിന്റെ മറ്റൊരു ശിഷ്യനാണ്. എന്റെ ഗുരു മണിയേട്ടന്റെ മറ്റൊരു ശിഷ്യനാണ് അഭിലാഷ്. അഭിലാഷ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണെങ്കിലും ഒരു ട്രെയിനറാണ്, പിന്നെ യോഗ അഭ്യാസിയാണ്, പിന്നെ നമ്മുടെ സിദ്ധസാധന അഭ്യസിക്കുന്ന ആളാണ്. അഭിലാഷ് ആകട്ടെ അടുത്തതായി സംസാരിക്കുന്നത്. നമസ്കാരം ഏട്ടാ, എല്ലാവർക്കും നമസ്കാരം. ഓക്കെ, വളരെയധികം സന്തോഷം. വലിയൊരു മഹത്തരമായിട്ടുള്ള ഒരു കാര്യത്തിന്റെ 5 വർഷം പൂർത്തീകരണത്തിന്റെ ഒരു ദിവസം അല്ലെങ്കിൽ അതിന്റെ ഒരു കൂട്ടായ്മയിൽ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. ഔപചാരികതയുടെ പേരിലാണെങ്കിലും അതിന്റെ പിന്നിലും മുന്നിലും ഒക്കെ പ്രവർത്തിച്ച എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും ബഹുമാനവും അറിയിക്കുന്നു. ഏട്ടനും ബാക്കിയുള്ള എല്ലാവരുടെയും കാര്യം എല്ലാവർക്കും അറിയാം. എങ്കിലും ഏട്ടനുമായിട്ട് നമ്മുടെ ആശ്രമവുമായി ബന്ധപ്പെട്ട് ഉള്ള അനുഭവവും തിരിച്ചറിവുകളും
ഷെയർ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോ ശരിക്കും അതിന്റെ ഒരു വഴി തന്നെ പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ, ആദ്യമായിട്ട് സന്തോഷ് ഏട്ടനെ പരിചയപ്പെട്ടത് ആശ്രമത്തിൽ നിന്നാണ്. സന്തോഷ് ഏട്ടൻ ആദ്യമേ സൂചിപ്പിച്ചു അദ്ദേഹത്തിന്റെ ഗുരുവും എന്റെ ഗുരുവും ഒരാളാണ് എന്നുള്ളത്. അങ്ങനെയാണ് അവിടെ നിന്നാണ് ഞാൻ കാണുന്നത്. അതും യാദർശികമായിട്ട് അവിടുത്തെ ഒരു സെലിബ്രേഷന് വേണ്ടിയിട്ട് ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുകയും അതിന് നേതൃത്വം കൊടുക്കുന്നത് സന്തോഷ് ഏട്ടൻ, ഒരു ഡ്രാമയും മറ്റു കാര്യങ്ങളെല്ലാം ആണ്. അതിന്റെ ഭാഗമാവാനാണ് സത്യം പറഞ്ഞാൽ ഞാൻ അദ്ദേഹമായിട്ട് ആദ്യമായി അടുത്തത്. താല്പര്യമുള്ള ആരെങ്കിലും ഒക്കെ അല്ലെങ്കിൽ എല്ലാവരും കൂടെ ചേർന്നിട്ട്. അപ്പൊ അങ്ങനെ സെലക്ട് ചെയ്യപ്പെട്ടു. ആദ്യമായിട്ട് തത്തമംഗലത്തുള്ള നവോത്ര ഗുരുകുലത്തില് സന്തോഷ് ഏട്ടന്റെ വീട്ടില് ആശ്രമത്തിലേക്ക് നമ്മൾ പോവാണ്. അപ്പൊ ട്രെയിനിങ് അല്ലെങ്കിൽ പരിശീലനത്തിന് ഇന്ന സമയത്ത് വരൂ എന്ന് പറഞ്ഞിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആദ്യമായിട്ട് അവിടെ കയറി ചെല്ലുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ കയറി ചെല്ലുമ്പോൾ ഉണ്ടാവുന്ന ഒരു പെരുമാറ്റമാണ് ഞാനും പ്രതീക്ഷിച്ചത്. എല്ലാ വീട്ടിലും അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ആദ്യമായി കയറി പോകുമ്പോൾ എന്താണോ നമ്മൾ എക്സ്പെക്ട് അല്ലെങ്കിൽ സാധാരണഗതിയിലുള്ള ഒരു എക്സ്പെക്ടേഷനുമായിട്ട് ഞാൻ പോയി. പോകുമ്പോൾ മുമ്പിൽ ആരും ഇല്ല. കാരണം പറഞ്ഞ സമയത്ത് ഞാൻ മാത്രമാണ് എത്തിയത്. ബാക്കിയുള്ളവരെല്ലാം അല്പം കഴിഞ്ഞ് എത്തിയെങ്കിലും ആദ്യം എത്തിയത് ഞാനാണ്. കയറി പോകുമ്പോൾ മുമ്പിൽ ആരും ഇല്ല. അപ്പോ എന്തുകൊണ്ടോ ഏട്ടന് ആ ഒരു മാനസിക അടുപ്പം കൊണ്ടാവും നേരെ അടുക്കളയ്ക്ക് കയറിപ്പോയി അവിടെ സൗണ്ട് കേട്ടിട്ട്. അപ്പോ കയറി പോകുമ്പോ അവിടെ ചേച്ചിയും ഏട്ടനും ഇരിക്കുന്നുണ്ട്. കയറി എന്നെ കണ്ടുടനെ ആദ്യം പറഞ്ഞത് ഇതാണ്, ഇവിടെ പുറത്തൊരു ചീനച്ചട്ടി കഴുകാൻ വെച്ചിട്ടുണ്ട്, കഴുകിയിട്ട് വാന്ന് പറഞ്ഞു. ഞാൻ നെട്ടിപ്പോയി സത്യം പറഞ്ഞാല്. കാരണം ആദ്യമായിട്ട് ഒരാളിനെ പരിചയപ്പെട്ട് ഒരു സ്ഥലത്ത് പോകുമ്പോ ഇരിക്കൂ അല്ലെങ്കിൽ ആ ഒരു ഇതൊന്നും ഇല്ലാതെ നേരിട്ട് നമ്മുടെ കുടുംബത്തിലെ ഒരാളിനെ പോലെ പരിഗണിച്ചുകൊണ്ട് എടാ പുറത്തൊരു ചീനച്ചട്ടി ഉണ്ട് കഴുകിട്ടോ, ഞാൻ ഇത് എന്താണത് എന്ന് മനസ്സിൽ വിചാരിച്ചെങ്കിലും പക്ഷെ എനിക്കത് ഇഷ്ടപ്പെട്ടു. കാരണം നമ്മുടെ ഗുരുവും അങ്ങനെയുള്ളൊരു മഹത്വ വ്യക്തിത്വം ആയതുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് ഒരു അടുപ്പം മനസ്സിൽ സൂക്ഷിക്കുന്ന ആളുകളോട് അത്ര ഡയറക്റ്റ് ടു ഹാർട്ട് ബിഹേവ് ചെയ്യുന്ന ഒരു പുണ്യാത്മാവ് ആയതുകൊണ്ട് എനിക്കത് ഇഷ്ടപ്പെട്ടു. അതേ ഒരു ശൈലി അവിടെ നിന്ന് കിട്ടിയപ്പോ പിന്നെ അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ ആദ്യത്തെ എനിക്ക് ഷോക്ക്, തിരിച്ചറിവ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത് കഴിഞ്ഞിട്ട് ഉണ്ടായ ഒരുപാട് അനുഭവങ്ങളുണ്ട്. എങ്കിലും ആദ്യത്തെ എനിക്കത് പറയാതിരിക്കാൻ പറ്റിയില്ല. ദെൻ അതിനുശേഷം ഉണ്ടായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴായിട്ട് പ്രഭാത സത്സംഗമായിക്കോട്ടെ, പല ക്യാമ്പുകളിലായിക്കോട്ടെ, അതല്ലാതെയുള്ള ഞാൻ ഏട്ടനുമായിട്ട് അടുക്കുന്ന സമയത്താണ് മന്ത്ലി ഒരു പ്രോഗ്രാം പാലക്കാട് ടൗണിൽ വെച്ച് നടന്നിരുന്നു. എനിക്ക് അതിന്റെ പേര് ഓർമ്മയില്ല. പക്ഷെ ഞാൻ അതിൽ എന്നെ കൊണ്ട് സാധിക്കുന്നിടത്തോളം സജീവമായി മിക്കതിലും പങ്കെടുത്തിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പൊ അങ്ങനെയൊക്കെയാണ് പിന്നെ കൂടുതൽ അടുത്തത്. അതിന്റെ ഭാഗമായിട്ടുണ്ടായ വലിയൊരു തിരിച്ചറിവ് എന്താണെന്ന് വെച്ചാല്, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ഒരു ഫീൽ എന്താണെന്ന് എനിക്ക് ചോദിച്ചാൽ എനിക്ക് പറയാനുള്ള ഒന്നേ ഉള്ളൂ. നമ്മള് ഒന്ന് സറണ്ടർ ചെയ്താല്, നമ്മൾ വിശ്വസിക്കുന്ന ഗുരുവോ അല്ലെങ്കിൽ പ്രകൃതിയോ നമ്മൾ സറണ്ടർ ചെയ്ത് കഴിഞ്ഞാല് പിന്നെ നമ്മളുടെ കാര്യം നോക്കേണ്ട ഉത്തരവാദിത്വം നമ്മൾ സറണ്ടർ ചെയ്യപ്പെട്ട ആ ചൈതന്യത്തിനാണ്. അത് ഭംഗിയായി നോക്കിക്കോളും എന്നുള്ളൊരു തിരിച്ചറിവോ ബോധ്യമോ ഗുരുകൃപ കൊണ്ടും ഏട്ടനോടുള്ള ഈ സഹവാസം കൊണ്ടും എനിക്കത് ഉള്ളിൽ ഉറയ്ക്കാൻ പറ്റി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ അത് തിരിച്ചറിഞ്ഞു എന്നുള്ളത് വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്, കഴിവായിട്ടല്ല. സോ അതൊന്ന്. പിന്നെ രണ്ടാമത്തേത്, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് വേണ്ടി നമ്മളെക്കാളും വൃത്തിയായും പെർഫെക്റ്റ് ആയിട്ടും കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യാൻ ഈ ചൈതന്യം വഴി നടത്തും എന്നും ഞാൻ വിശ്വസിക്കുന്നു. അതിൻ്റെതായ ഒരു സംതൃപ്തിയും ശാന്തതയും അനുഭവിക്കാനും ഭാഗ്യമുണ്ടായതിൽ വളരെയധികം സംതൃപ്തനും നന്ദിയുള്ളവനാണ്. എൻ്റെ ഗുരുവിനോടും ആ ഗുരുപരമ്പരയിലെ കണ്ണികളായിട്ടുള്ള ഏട്ടനോടും ഇതിന്റെ ഭാഗമായിട്ടുള്ള എല്ലാവരോടും അതിനോടുള്ള എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. എങ്കിലും ഇപ്പൊ ഔപചാരികതയുടെ പേരിൽ നന്ദിയും സ്നേഹവും ബഹുമാനവും അറിയിക്കുന്നു. കാരണം വാക്കുകൾ കൊണ്ട് പറയുന്നതോ പറഞ്ഞാൽ തീരുന്നതോ ഒന്നുമല്ല. ആ ഫീലിങ്സും ആ അനുഭൂതിയും ആ ഏട്ടനുമായിട്ടും ചേച്ചിയുമായിട്ടും കുട്ടികളുമായിട്ടുള്ള ആ അടുപ്പം അത് വളരെയധികം വിലമതിക്കുന്നു. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഒരുപാട് ഇപ്പോഴല്ല ഏതൊരു വിഷയത്തിലും ഒരു ഒപ്പീനിയൻ ഞാൻ ഏട്ടനോട് ചോദിക്കാറുണ്ട് എൻ്റെ പ്രധാനപ്പെട്ട എല്ലാ തീരുമാനങ്ങളിലും. അങ്ങനെ ചോദിക്കുമ്പോഴൊക്കെ എനിക്ക് കിട്ടിയിട്ടുള്ള ഉത്തരം എൻ്റെ നന്മയ്ക്ക് ഒരുപാട് സഹായിച്ചിട്ടുള്ള കാര്യങ്ങളാണ്.
അതിൽ എന്നെ ഏറ്റവും കൂടുതൽ ധർമ്മസങ്കടത്തിലാക്കിയ ഒരു കാര്യം, അത് പേഴ്സണലി കുറെ കാര്യങ്ങൾക്ക് ഉണ്ടെങ്കിലും എനിക്ക് വളരെയധികം തൃപ്തി നൽകിയ, പിന്നീട് അതുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു തീരുമാനം എടുക്കാൻ സഹായിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാല് എന്റെ ഗുരു, അദ്ദേഹത്തിന്റെയും ഗുരുവായിട്ടുള്ള ഗുരു സാധാരണഗതിയിൽ അടുപ്പമുള്ള കുറെ പേരോട് ഒരുപാട് കാര്യങ്ങൾ പറയും. അക്കൂട്ടത്തിൽ ഒരു കാര്യം പറഞ്ഞു, എടാ എന്റെ സമാധിക്ക് വേണ്ടി നിങ്ങൾ എല്ലാവരും ധാരണ ചെയ്യണടാ എന്ന് പറഞ്ഞു. അപ്പോ ഒരു ചെറുപ്പക്കാരൻ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു കുട്ടി എന്ന നിലയിൽ ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഞാനൊന്ന് ശരിയാണോ തെറ്റാണോ, എങ്ങനെയാണ് ഒരു ഗുരുവിന്റെ സമാധിക്ക് വേണ്ടി നമ്മള് പ്രാർത്ഥിക്കുക, അങ്ങനെയൊക്കെ എനിക്ക് ചിന്ത വന്നു. അറിവില്ലായ്മയാണോ തിരിച്ചറിവില്ലായ്മയാണോ ഒന്നും എനിക്ക് അറിയില്ല, പക്ഷെ എനിക്ക് അങ്ങനെ വന്നു. അപ്പൊ ഞാൻ ഏട്ടനെ വിളിച്ചിട്ട് ചോദിച്ചു, ഏട്ടാ ശരിക്കും എന്താ ചെയ്യേണ്ടത്? ഗുരു ഇങ്ങനെ പറയുമ്പോ നമുക്കത് അനുസരിക്കുകയും വേണം, പക്ഷെ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞതുകൊണ്ട് എങ്ങനെ അത് കൈകാര്യം ചെയ്യണമെന്ന് അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞൊരു മറുപടി ഇതാണ്. ഞാൻ ആദ്യം പറഞ്ഞ എന്റെ 2 ഭാഗ്യമായിട്ട് കരുതിയ തിരിച്ചറിവുകളിൽ ഇത് പെടുമെങ്കിലും ഇതൊരു വല്ലാത്ത ആ സമയത്ത് തന്നെ വളരെയധികം സ്വാധീനിച്ച ഒരു ഉത്തരവാണ് അദ്ദേഹം തന്നത്. ആ ഉത്തരവ് ഇതാണ്: നമ്മളായിട്ട് ഒന്നും പ്ലാൻ ചെയ്യണ്ട, ഗുരുവിന്റെ ഇച്ഛ നടക്കണം എന്ന് പ്രാർത്ഥിച്ചാൽ മതി. അതിലെല്ലാം അടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മളായിട്ട് അതിൽ ഒരു ഇന്റർഫെയറും വരുത്തണ്ട. പ്രകൃതിയുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അത് പ്രോപ്പറായ രീതിയിൽ നടക്കും. നമ്മുടെ ഗുരു ആഗ്രഹിക്കാൻ നടക്കണം എന്ന് മാത്രം ചിന്തിച്ചാൽ മതി, അതിലെല്ലാം ഉണ്ടെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ അത് എനിക്ക് വലിയൊരു ആശ്വാസമാണ്. അതിലുപരി ഇപ്പൊ എന്തൊരു പ്രതിബന്ധങ്ങൾ വന്നാലും അത്തരത്തിലുള്ള ഒരു ചിന്തയുമായി കണക്ട് ചെയ്ത രീതിയിലാണ് കാര്യങ്ങളെ കാണാൻ എനിക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ മനസ്സിൽ അങ്ങനെയാണ് വരുന്നത്. അത് വളരെയധികം സന്തോഷവും സമാധാനവും ഒക്കെ തരുന്നുണ്ട്. എനിവേ, എല്ലാത്തിനും നന്ദി മാത്രമേ ഇപ്പൊ പറയാൻ തോന്നുന്നുള്ളൂ. താങ്ക് യു ഏട്ടാ, താങ്ക് യു ചേച്ചി. ഇതിന്റെ പിന്നിലുള്ള എല്ലാവർക്കും നന്ദിയും സ്നേഹവും ബഹുമാനവും അറിയിച്ചുകൊണ്ട് വിനയത്തോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അപ്പോ ഇതില് വളരെ കുറച്ചു പേരെ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നിട്ടുള്ളൂ. അപ്പൊ ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പലരും ഉണ്ട് ഇതിനകത്ത്. അപ്പൊ ഈ വഴിക്കേ വരാത്ത എന്ന് വെച്ചാൽ പ്രഭാത സത്സംഗം എന്നുള്ള പരിപാടിയിൽ പങ്കെടുക്കാത്ത ആളുകളും ഇതിനകത്ത് വന്നിട്ടുണ്ട്. അതില് നമ്മുടെ ക്യാമ്പുകളോ അല്ലെങ്കിലുള്ള നമ്മുടെ മെയിൻ സ്ട്രീം പരിപാടികളിലൊന്നും പങ്കെടുക്കാതെ പേഴ്സണലി ഉള്ള ബന്ധങ്ങൾ കൊണ്ട് മാത്രം ഒളിമ്പസുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ആളുകളും ഇതിനകത്തുണ്ട്. അതിലൊന്ന് ഫയാസ് ആണ്. ഫയാസ് ഒരു ഡോക്ടറാണ്, ഗവൺമെന്റ് സർവീസിൽ വർക്ക് ചെയ്യുന്നു. ഫയാസുണ്ടോ? മുഖം കാണിച്ചാൽ നന്നായി. നമസ്കാരം. നമസ്കാരം. ഫയാസിനെ കിട്ടുന്നത്, ഫയാസ് ഒരു മെഡിക്കൽ കോളേജ്, ഇവിടെ അടുത്തുള്ള മെഡിക്കൽ കോളേജ് പഠിക്കുന്ന സമയത്ത് ആ കോളേജില് ഈ ഒരു ക്യാമ്പസ് ഗ്രീൻ എന്നുള്ളൊരു പരിപാടി നടത്താനായിട്ട് അവിടുത്തെ ഈ പരിസ്ഥിതി വിഷയങ്ങളിൽ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ ഒരിക്കൽ അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോ പല സ്റ്റുഡൻസും പറഞ്ഞത് ഇതൊന്നും ഇവിടെ ഞങ്ങൾക്കാർക്കും മനസ്സിലാവുന്ന വിഷയങ്ങളല്ല, മനസ്സിലാവുന്ന ഒരാളേ ഉള്ളൂ. ഒരു വലിയൊരു മെഡിക്കൽ കോളേജിലെ കാര്യമാണ് പറഞ്ഞിട്ട്, അത് ആകെ മനസ്സിലാവുന്ന ഒരാളേ ഉള്ളൂ. പുള്ളി ഇങ്ങനെ ഫയാസ് റഹ്മാനാണ് എന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ നമ്പർ തന്നു. ഞാൻ പുള്ളിക്ക് മെസ്സേജ് അയച്ചു, പുള്ളി എന്നെ കോണ്ടാക്ട് ചെയ്തു. അന്ന് തുടങ്ങിയ ബന്ധാണ്. ഒരു മെഡിക്കൽ കോളേജിൽ ആകെ ഇത് പറഞ്ഞാൽ മനസ്സിലാകുന്ന ആൾ ഒരേ ഒരാൾ എന്ന് പറഞ്ഞപ്പോ മനസ്സിലാവുമല്ലോ എന്താണ് എന്നെന്ന്. ആ സാധനമാണ് ഈ ഇരിക്കുന്നത്. ഫയാസെ പറഞ്ഞോളൂ, എന്താണ് ഫയാസിന് പറയാനുള്ളത്? ഒളിമ്പസിന്റെ ഒരു എക്സ്പീരിയൻസ് എന്താണ്? ഫയാസ് എന്ത് ചെയ്യുന്നു ആദ്യം പറ, പിന്നെ എന്താണ് ഫയാസിന്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയും. എല്ലാവർക്കും നമസ്കാരം. ഈ പറഞ്ഞ പോലെ വളരെ യാദൃശ്ചികമായിട്ടാണ് സന്തോഷേട്ടനെ മീറ്റ് ചെയ്യുന്നത്. അപ്പോ അന്ന് ഞാന് സെക്കൻഡ് ഇയർ പഠിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, മെഡിക്കൽ കോളേജിന്റെ കരിക്കുലം എക്സ്ട്രീംലി ടഫാണ്. എല്ലാ ദിവസവും 4 മണിക്കൂർ അനാറ്റമി ഡിസെക്ഷൻ രാവിലെ തുടങ്ങും. മനുഷ്യ ശരീരം കീറി മുറിക്കുക, പഠിക്കുക, പിന്നീട് സ്പെഷ്യലൈസ് ചെയ്ത് പോവുക, ENT, ഒഫ്താൽമോളജി. അപ്പോ ഒരു കാര്യം മാത്രം മെഡിക്കൽ കോളേജിൽ പഠിപ്പിക്കുന്നില്ല, എന്താണ് ജീവൻ. ജീവൻ എന്താണെന്ന് പഠിപ്പിക്കുന്നില്ല. അപ്പോ തലവേദനയായിട്ടുള്ള വന്ന ആളെ ട്രീറ്റ് ചെയ്യുക, പറ്റിയില്ലെങ്കിൽ ന്യൂറോളജിസ്റ്റിനോട് റെഫർ ചെയ്യുക എന്ന് പറയുന്നത് പോലെ മനുഷ്യനെ പല ബോക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ പാർട്ടിനെ മാത്രം ട്രീറ്റ് ചെയ്യുക.
അപ്പോ അതിനെ പറ്റിയിട്ടൊരു ജോക്ക് വരെ ഉണ്ട്. നമ്മള് ഇടത്തെ ചെവിയുടെ പെയിൻ ആയിട്ട് പോവുകയാണെങ്കിൽ വലത്തെ ചെവിയുടെ സ്പെഷ്യലിസ്റ്റ് നോക്കില്ല. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞാൻ സന്തോഷേട്ടനെ മീറ്റ് ചെയ്യുന്നത്. അപ്പോ സന്തോഷേട്ടനാണ് ഇതിന്റെ ഒരു ഫുൾ പിക്ചർ തന്നത്. എന്താണ് ജീവൻ, നമ്മൾ എന്താണ്, ബാക്കിയുള്ള ജീവനുകളുമായിട്ട് നമ്മൾ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്, അതിലൂടെ നമ്മൾക്ക് എങ്ങനെയാണ് വെൽബീയിങ് ഉണ്ടാവുന്നത്. അപ്പൊ ഞാനിത് പലരോടും സംസാരിക്കാൻ ശ്രമിച്ചപ്പോ എനിക്ക് മനസ്സിലായ കാര്യം, എല്ലാവർക്കും ഈ ചോദ്യമില്ല. പലരും ഈ നമ്മുടെ ഈ ലാസ്റ്റ് 200 years ആയിട്ട് നടന്ന ഈ സയന്റിഫിക് റെവല്യൂഷന്റെ ബ്രെയിൻ വാഷിംഗിൽ ഹാപ്പിയാണ്. രാവിലെ എണീക്കുന്നു, ജോലിക്ക് പോകുന്നു, പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുന്നു, വരുന്നു. അതിന്റെ ബിഗ് പിക്ചർ എന്താണ്, അതിന്റെ ഹോൾനെസ് എന്താണ് എന്ന് ഉള്ള കാര്യം പലരോടും പറയാൻ ശ്രമിച്ചിട്ടും നടക്കുന്നില്ല. അപ്പോൾ സന്തോഷേട്ടന്റെ എക്കോജെനസിസ് അന്നൊരു ചെറിയ ബുക്ക്ലെറ്റ് ആയിരുന്നല്ലോ, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബുക്ക്ലെറ്റ്. അപ്പോ ഞാനിത് ആളുകളോട് ഡിസ്കസ് ചെയ്യാൻ പറയുമ്പോ നിനക്ക് ഭ്രാന്താണ്, ഇത് എഴുതിയ ആൾക്കും ഭ്രാന്താണെന്നാണ് പറഞ്ഞത്. അപ്പോ അങ്ങനെയുള്ള ഒരു സൊസൈറ്റിയിൽ ഇങ്ങനെയുള്ള വളരെ കുറച്ച് ആളുകളെ, നിങ്ങളെ എല്ലാവരെയും കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷം. പിന്നെ എനിക്ക് രണ്ടാമതുള്ള കാര്യം, നമ്മുടെ ഏറ്റവും അടുത്ത ഒരു ആത്മസുഹൃത്തായി മാറിയ ഡിനിൽ ആചാരി ഇവിടെ ഉണ്ട്. ഡിനിൽ അല്ലേ? അപ്പോ ഡിനിലിനെ മീറ്റ് ചെയ്തതും ഇവിടെ ഉണ്ട്. അപ്പോ ഡിനിലിനെ മീറ്റ് ചെയ്തതും ഞാൻ സന്തോഷേട്ടൻ വഴിയാണ്. അപ്പൊ സന്തോഷേട്ടനോട് ചോദിച്ചു, സന്തോഷേട്ട ഇത് എങ്ങനെയാണ് സംഭവം വർക്ക്ഔട്ട് ആവുന്നതെന്ന് ചോദിച്ചപ്പോ സന്തോഷേട്ടൻ പറഞ്ഞു, നമ്മള് ഇപ്പൊ മീറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ തെറ്റിദ്ധാരണ. നമ്മളെല്ലാവരും എപ്പോഴും എല്ലാ കാലവും കണക്റ്റഡ് ആണ്. അപ്പോൾ സന്തോഷം അന്ന് പറഞ്ഞൊരു പേര് എന്താ, പെന്റാക്കൂന്നോ അല്ലെ, സിങ്ക്രോണിസിറ്റി എന്ന് പറയുന്നത് പോലെ, ബ്രൂസ് ലിപ്റ്റൺ ഒക്കെ പറയുന്ന പോലെ പെന്റാക്കൂ എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഡിനിലൂടെ പല മഹാഗുരുക്കന്മാരെയും മഹാ ആചാര്യന്മാരെയും ഒക്കെ മീറ്റ് ചെയ്യാൻ പിന്നീട് പറ്റി. അത് പിന്നീടുള്ളൊരു കാര്യം. അപ്പോൾ ഇതിലൂടെ എനിക്ക് വ്യക്തിപരമായിട്ടുണ്ടായ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാല്, അനാവശ്യമായിട്ടുള്ള സ്ട്രെസ്സും കാര്യങ്ങളും എല്ലാം പോയി. ബിക്കോസ് അപരൻ എന്നുള്ളൊരു ബോധം ഇല്ലാതെയായി അല്ലെ. സ്വത്വത്തിൽ തന്നെയാണ് അപരനും ഉള്ളത്. നമ്മുടെ ആധ്യാത്മിക പാരമ്പര്യത്തിൽ പറയുന്നത് പോലെ, അതർ പേഴ്സൺ ഈസ് ഓൾസോ യു, നേച്ചർ ഈസ് ഓൾസോ യു, എവറിത്തിങ് ഈസ് യു. അപ്പൊ പിന്നെ ഭയങ്കര വെൽബീയിങ് വരുമല്ലോ. നമ്മൾ മറ്റൊരാളോടുള്ള കോമ്പറ്റീഷൻ ആയിട്ടുള്ള മൈൻഡ് സെറ്റ്, ഇതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ള മൈൻഡ് സെറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പോയപ്പോ പെട്ടെന്നൊരു സമാധാനം ഡോൺസ് ഓൺ യു. അതാണ് എനിക്ക് വ്യക്തിപരമായിട്ടുള്ള ബെനിഫിറ്റ് ഉണ്ടായത്. പിന്നെ സന്തോഷേട്ടനൊരു ജീനിയസ് ആണ്, പല തലങ്ങളിൽ വ്യക്തിപ്രഭാവമുള്ള ആളാണ്. ഒരു സാധാരണ നമ്മുടെ ഈ ആധ്യാത്മിക പറയുന്നവർക്ക് ഇലക്ട്രോണിക്സും മാത്തമാറ്റിക്സും ഒന്നും ഉണ്ടാവില്ല. സന്തോഷേട്ടനാണെങ്കിൽ സോഫ്റ്റ്വെയർ ഡിസൈൻ ചെയ്യും അല്ലെ. അപ്പൊ ഈ കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള എബിലിറ്റീസ് കണ്ടപ്പോ ഭയങ്കര ഒരു അട്രാക്ഷൻ തോന്നി ഇദ്ദേഹത്തോട്. അദ്ദേഹം ആള് കൊള്ളാമല്ലോ എന്ന് തോന്നി. പിന്നീട് ഫോണിലൂടെ സംസാരിച്ചു. അങ്ങനെ ഒരു 20 വർഷമായിട്ട് ഇന്നും തുടരുന്ന ബന്ധം. പിന്നെ നിങ്ങളെ എല്ലാവരെയും മീറ്റ് ചെയ്യാൻ പറ്റി. അതൊക്കെയാണ് ഇതിന്റെ ബെനിഫിറ്റ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. വില്ലേജിലൊക്കെ വന്ന് താമസിച്ചിട്ടുള്ള ആളാണ്. പിന്നെ പുള്ളിയുടെ അമ്മയും കൊണ്ട് ഇടയ്ക്ക് ഇവിടെ വരാറൊക്കെ ഉണ്ട്. ഇങ്ങനെയുള്ള ഒരു ബന്ധം നിരന്തരം തുടരുന്ന ഒരാളാണ്. പ്രോഗ്രാമുകളിൽ എത്താറില്ല. അത് ഞാൻ പിന്നെ ആരെയും മെനക്കെട്ട് ക്ഷണിക്കാറോ അല്ലെങ്കിൽ ഇൻസിസ്റ്റ് ചെയ്യാറോ ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ പുള്ളി അങ്ങനെ എത്താറില്ല. പക്ഷെ ഈ ഒരു പരിപാടിക്ക് ഉണ്ടാകണം എന്ന് അറിയിച്ചു, എന്തായാലും എത്തി. അപ്പോ ഫയാസ് ഇവിടെ സൂചിപ്പിച്ച വേറൊരു കഥാപാത്രം ഉണ്ടല്ലോ, ദിനിൽ. പുള്ളി നമ്മുടെ 1-2 പ്രോഗ്രാമുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ പ്രോഗ്രാമുകളിലൊന്നും പുള്ളിയെ കാണില്ല. പുള്ളി നേരിട്ട് ഗുരുകുലമായിട്ടുള്ള ബന്ധമാണ്. ഇവിടെ പേഴ്സണലി ഉള്ള നമ്മുടെ ഇവിടുത്തെ ആളുകളുമായിട്ടുള്ള നേരിട്ടുള്ള ബന്ധമാണ്. അത് ഒരു ഹൃദയബന്ധം എന്ന് വേണമെങ്കിൽ പറയാം. വേണമെങ്കിലല്ല, ഹൃദയബന്ധം ആണുള്ളത്. എൻ്റെ മക്കൾക്ക് ഒരു ചേർത്ത് വയ്ക്കുന്ന ഉറപ്പുള്ള ഒരു ചെറിയച്ഛനാണ് ദിനിൽ. ദിനിൽ പറയട്ടെ ഇനി. എല്ലാവർക്കും നമസ്കാരം. ചേച്ചി എല്ലാവരും, എനിക്ക് പേരൊന്നും എല്ലാവരുടെ അറിയില്ല, എന്നാലും സ്പെഷ്യലാണ്. അതുകൊണ്ടാണ്
ക്യാമറയും എല്ലാം ഓഫ് ആക്കി വെച്ചത്. അപ്പൊ ആദ്യമേ തന്നെ ഏട്ടൻ പറഞ്ഞ പോലെ എല്ലാവരുമായിട്ട് ഒരു ഹൃദയബന്ധമാണ് എനിക്ക്. എന്റെ പേര് തിരിൽ നിന്നാണ് ഏട്ടൻ സൂചിപ്പിച്ചു. എല്ലാവരും കേൾക്കാൻ പറ്റുന്നുണ്ടോ? നോയ്സ് കൂടുതലായിട്ടുണ്ടോ? ഇല്ല, കേക്കാം പറഞ്ഞോ. ഓക്കെ. ഞാൻ 1-2 പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്. 2 or 3 അതിൽ കൂടുതൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല. പിന്നീട് ദത്തമംഗലത്താണെങ്കിലും പാടൂരാണെങ്കിലും വന്നു പോവാറുണ്ടായിരുന്നു. ഇപ്പൊ കുറച്ച് നാളായിട്ട് വന്നു പോക്കുണ്ടാവാറില്ല. എന്നാലും ഫോൺ വിളിച്ചാണെങ്കിലും അല്ലാതെ ആണെങ്കിലും കണക്ട് ഉണ്ടാവാറുണ്ട് ചില സമയത്ത്. അല്ലാതെ ഒരു കാര്യം ആദ്യമേ സൂചിപ്പിക്കാനുള്ളത്, ഇപ്പൊ ഉപനിഷത്തില് പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങളിൽ ഒന്ന് ഇതൊരു ഡിസ്കഷൻ പോലെയാണ്. അപ്പൊ അതിനകത്ത് തപസ്സിനെ പറ്റിയൊരു ഡിസ്കഷൻ നടക്കുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ഒരു പറയുന്നുണ്ട് സത്യമാണ് തപസ്സെന്ന്. അപ്പൊ അടുത്ത ഒരാള് പറയും ധർമ്മമാണ് തപസ്സെന്ന്. വേറെ പിന്നെ പറയുന്നുണ്ട് സ്വാധ്യായമാണ് തപസ്സെന്ന്. പിന്നെ സാധനയാണ് തപസ്സെന്ന് പറയും. പിന്നെ അടുത്ത തപസ് ചെയ്യലാണ് തപസ്സെന്ന് പറയും. പിന്നീട് കൺക്ലൂഡ് ചെയ്ത് ബ്രഹ്മചര്യമാണ് തപസ്സെന്ന് പറയുന്നത്. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ തപസ്സിനെ പറ്റിയിട്ട് ഊതി പറയുന്നുണ്ട്. പിന്നെ അവസാനം കൺക്ലൂഡ് ചെയ്ത് പറയുന്നതാണ് സത്യവും തപസ്സാണ്, ധർമ്മവും തപസ്സാണ്, ബ്രഹ്മചര്യവും തപസ്സാണ്, സ്വാധ്യായവും തപസ്സാണ്, സാധനയും തപസ്സാണ്, തപസ് ചെയ്യലും തപസ്സാണ് എന്ന് പറയാം. കാരണം തപം ചെയ്യുക എന്ന് പറഞ്ഞാല് എന്താ പറയുക, ഒരു പർട്ടിക്കുലർ രീതിയിലേക്ക് നമുക്ക് സാധാരണ ലാംഗ്വേജ് പറയുന്നതാണ് നമ്മുടെ ശരീര മനസ്സാദികളെ അതിനകത്തേക്ക് ഒരുക്കുക എന്നുള്ള അവസ്ഥയിലാണ്. അപ്പൊ ഇത് എപ്പോ വേണമെങ്കിലും മുറിഞ്ഞു പോവാം, അത്ര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ തപസ് എന്ന് പറയാൻ വേറൊരു കാരണം. ഏത് മിനിറ്റിലും ഏതൊരു ദിവസത്തും ഇപ്പോ അത് മുറിഞ്ഞു പോവാവുന്ന ഒരവസ്ഥയും കൂടി ഉള്ളത് കൊണ്ട് അത് കണ്ടിന്യൂറ്റി വളരെ ദുഷ്കരമാണ് ആ വഴി. ഇത് ഇത്രയും നാള് നമ്മളുടെ ഈ സുഭാഷിതം തെറ്റാതെ അല്ലെങ്കിൽ മുറിയാതെ കൊണ്ടുപോയതില് ഏട്ടനും പൊന്നിച്ചേച്ചിക്കും എല്ലാവർക്കും, ഒളിമ്പസിന്റെ പിന്നില് പ്രവർത്തിച്ച എല്ലാവർക്കും, ഇതിനകത്ത് പങ്കെടുത്തവർക്കും എല്ലാവർക്കും ഞാൻ അഭിനന്ദനം അർപ്പിക്കുകയാണ്. അത് തുടർന്ന് പോവുക എന്ന് തന്നെയാണ് എന്റെ പ്രാർത്ഥനയും. അതുപോലെ ഞാൻ അതിന് പറയാം, അത് ഉണ്ടാവട്ടെ എപ്പോഴും, അത് തുടർന്ന് എന്റെ പോകട്ടെ എന്നാണ് പറയാനുള്ളത്. പിന്നെ വേറൊരു കാര്യം, ഏട്ടൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഞാൻ പല ആളുകളുമായിട്ട് നമ്മുടെ ജോലി സംബന്ധമായും വ്യക്തിപരമായും എല്ലാം സംബന്ധിക്കാനാണ്. എനിക്ക് എല്ലാവരായിട്ട് കണക്ട് ആവാറില്ല. വളരെ അപൂർവം ചിലവരായിട്ടൊക്കെയാണ് ഞാൻ സംസാരിക്കും. ആരോടും മോശമായിട്ട് ഇടപഴകാൻ ശ്രമിക്കാറില്ല. എന്നിരുന്നാലും ഒരു ബന്ധമായിട്ട് സൂക്ഷിക്കുന്നത് കുറച്ച് പേരിൽ മാത്രമാണ്. ഇപ്പൊ സന്യാസിമാരെ കാണാറുണ്ട്, ഗൃഹസ്ഥന്മാരിൽ തന്നെ പല വ്യത്യസ്തങ്ങളായ മേഖലയിലുള്ളവരെ കാണാറുണ്ട്. എന്നിരുന്നാലും ഇങ്ങനൊരു ബന്ധം എന്നുള്ള നിലയിലേക്ക് അപൂർവം കുറച്ച് പേരിൽ മാത്രമാണ് ഞാൻ വയ്ക്കാറുള്ളൂ. അത് വയ്ക്കണതാണോ തന്നെ ആയി പോണതാണോ അതൊന്നും അറിയില്ല. അപ്പൊ അതിലൊന്നാണ് നമ്മുടെ എന്ന് പറഞ്ഞാല് നമ്മുടെ ഏട്ടനും ചേച്ചിയും കുട്ടികളും എല്ലാവരും. എനിക്ക് അവരെ വേറെ ആയിട്ട് ഫീൽ ചെയ്യാറില്ല. ആദ്യമായിട്ട് ഇവരെ കണ്ടപ്പോഴും ഞാൻ പ്രാക്ടിക്കലി പറഞ്ഞ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ എനിക്ക് നിങ്ങളെ വേറെ ആയിട്ട് തോന്നുന്നില്ല എന്നാണ്. എനിക്ക് ഫാമിലി ലൈക്ക് ഫീലിംഗ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പരിപാടിയിൽ ഇരുന്നത്. അല്ലാതെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞതിലോ എനിക്ക് പൊതുവെയായിട്ട് അങ്ങനെ തോന്നില്ല. ഒരു സ്നേഹബന്ധം അല്ലെങ്കിൽ ഹൃദയബന്ധം അതിനകത്ത് ഞാൻ ആദ്യം കണ്ടപ്പോ മുതൽക്ക് അതുണ്ട്. എന്നെ ഒരു അനിയൻ എന്നുള്ള നിലയിലാണ് അവരും കാണുന്നത്. ആ ഒരു ബന്ധം തന്നെയാണ് ഈ മുന്നോട്ട് പോക്കിന് ഒരു ആധാരമായിട്ട് അന്നും ഇന്നും എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതാണ്, ഇപ്പൊ പല ആളുകളുമായിട്ട് സംബന്ധിക്കുന്നു പറഞ്ഞില്ല. അപ്പൊ വളരെ അപൂർവം ചില ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ വ്യക്തികളാണ് പരിസ്ഥിതി കൊണ്ട് ആത്മീയമായ മാർഗത്തെ കാണിച്ചു തരാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു മാർഗത്തിലേക്ക് പോകാനും അല്ലെങ്കിൽ പരിസ്ഥിതിയിലേക്ക് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നുള്ളൂ. ചിലവര് പ്രകൃതി, പരിസ്ഥിതി, ഹരിതാപം, പച്ചപ്പ് ആ രീതിയിലൊക്കെ മാത്രം പോകുന്നവരുണ്ട്. ആ വശത്തേക്ക് പോവാത്തവരുണ്ട്.
അപ്പൊ ഈ പരിസ്ഥിതി അല്ലെങ്കിൽ പ്രകൃതി എന്നുള്ള അവസ്ഥയിൽ നിന്ന് അത് അകത്താവട്ടെ പുറമേ ആവട്ടെ, പ്രകൃതിയിൽ നിന്ന് ആത്മീയമായ അവസ്ഥയിലേക്ക് പോകുന്ന വളരെ കുറച്ച് ആളുകളിൽ ഒന്ന് നമ്മളുടെ ഈ ഒരു ഒളിമ്പസ് അല്ലെങ്കിൽ സന്തോഷേട്ടനും ഇവരൊക്കെയാണ്, എല്ലാ ടീമുമാണ്. അപ്പൊ ആ ഒരു നിലയിലും എനിക്ക് ഒരു ബഹുമാനവും, ഏട്ടനോട് ഞാൻ ബഹുമാനമൊന്നും കാണിക്കാറില്ല. ഏട്ടന് ഞാനും നേരിട്ട് കണ്ടാൽ ഫോൺ വിളിച്ചാൽ എപ്പോഴും അടിയുടെ ബഹളമായിരിക്കും. അത് വേറെ കാര്യം. പക്ഷെ എന്നിരുന്നാലും അത് സ്നേഹം കൊണ്ടുള്ള അടിയും ബഹളമാണ്. ഏട്ടനും ഞാനും അങ്ങനെയാണ് നിൽക്കുക. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അതിന് ഉത്തരം എനിക്കില്ല. ഏട്ടനെ അങ്ങനത്തെ തമാശ രൂപത്തിലും എന്റെ തലക്കിട്ട് കൊട്ടിയും അതുപോലെ സീരിയസ് ആയിട്ടും ഒക്കെ പറയാറുണ്ട്. നീ എന്റെ ഗുരുവാണ്, നീ എന്നെ ഏട്ടാന്ന് വിളിക്കുന്നുള്ളൂ, ശരിക്കും നീയാണ് ഏട്ടൻ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാറുണ്ട്, എല്ലാം ചെയ്യാറുണ്ട്. ഇതൊക്കെയാണ് എനിക്ക്. ഞാനിന്ന് എന്നോട് വരാൻ പറഞ്ഞു, എന്നിരുന്നാലും പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാനോ ഒന്നും, നമ്മുടെ വീട്ടിൽ വന്ന് എന്തെങ്കിലും കാര്യം പറയണമെങ്കിൽ പ്രത്യേകിച്ച് പഠിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. ഈ പറഞ്ഞ പോലെ ഹൃദയത്തിന് എന്താ വരണേ അത് പറയാം, അത്രയേ ഉള്ളൂ. ഇപ്പൊ എന്റെ മനസ്സില് ഇപ്പൊ വന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പൊ തൽക്കാലം ഈ പറഞ്ഞു ഓവറാവടങ്ങിയത് ഇപ്പൊ ഇത്രയും പറഞ്ഞ് നിർത്തിയാൽ മതിയല്ലോ. വീണ്ടും എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ അപ്പൊ പറയാം. സന്തോഷം എന്തായാലും എല്ലാവരെയും കണ്ടതില്. വളരെ സന്തോഷം. ഈ എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും ആ പ്രതിസന്ധികൾക്കിടയിൽ നിന്നും ഇതിനകത്തേക്ക് തലവെച്ച് ഇവിടെ നിന്നും ഉള്ള ബന്ധം നിലനിർത്തി കൊണ്ടുപോകുന്ന ആളുകളുണ്ട്. പല പുലിവാലകൾക്കിടയിൽ നിന്നും ഇവിടെ വന്ന് കയറുന്നവര്. അങ്ങനെ പുലിവാലകളുടെ ഇടയിൽ നിന്നും കയറി വന്ന ഒരാളാണ് ഷൈന. ഇപ്പോഴും ആവശ്യത്തിന് പ്രശ്നങ്ങളുടെ ഇടയിലാണ്. മോൻ ഹോസ്പിറ്റലിലാണ്. അപ്പൊ മോന്റെ കൂടെ അവിടെ നിൽക്കുകയാണ്. ആ സമയത്താണ് പുള്ളി ഇപ്പൊ ജോയിൻ ചെയ്തിട്ടുള്ളത്. ഷൈന പറയും. നമസ്കാരം. സന്തോഷേട്ടൻ പറഞ്ഞ പോലെ ഒട്ടും വരാൻ പറ്റുന്ന സാഹചര്യത്തിലില്ല. വേറെ ഒരു പരിപാടിയിലാണെങ്കിലും പോകത്തില്ലായിരുന്നു. പക്ഷെ ഞാൻ ഒരുപാട് പേരുടെ അനുവാദമൊക്കെ ചോദിച്ചിട്ട് വന്നതാണ്. ഇവിടുത്തെ ഈ സ്നേഹത്തിൽ പങ്കെടുക്കാതിരിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് തന്നെയാണ് വന്നത്. പ്രഭാത സത്സംഗത്തിന്റെ ഈ 6 വർഷത്തെ യാത്രയില് ഒരു മുഴുവൻ ക്ലാസ്സുകൾ കാണാൻ പറ്റിയില്ല. വളരെ കുറച്ച് ക്ലാസ്സുകൾ മാത്രമേ എനിക്ക് വന്ന് കയറിയപ്പോൾ മുതൽ തുടർച്ചയായിട്ട് പങ്കെടുക്കണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിലും നടന്നിട്ടില്ല അത്. പക്ഷെ വളരെ കുറച്ച് ക്ലാസ്സുകളിലെ വന്ന് കയറിയിട്ടുള്ളെങ്കിലും അതെല്ലാം എന്നെ ആഴത്തിൽ സ്വാധീനിച്ചിട്ടുള്ള ക്ലാസ്സുകളും വിഷയങ്ങളും തന്നെയാണ്. ആദ്യത്തെ വിഷയം പോലെ സംതൃപ്തി എന്ന ആ സംതൃപ്തി തരുന്നതാണ് ഓരോ വിഷയങ്ങളും ഓരോ ക്ലാസ്സുകളും. അതില് ഏറ്റവും പ്രധാനമായിട്ട് ഈ ക്ലാസ്സുകളിലെല്ലാം പങ്കെടുത്തുകൊണ്ട് പോകവേ തന്നെ നമുക്ക് കുടുംബത്തിലുള്ള അംഗങ്ങളെടുത്തും പുറമേയുള്ള അംഗങ്ങളെടുത്തും ഒക്കെ എങ്ങനെ നിൽക്കണം. നമ്മൾ ഒരുപാട് ഉപദേശങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിലും അത് ആ ഉപരിതലത്തിലൂടെ കടന്നങ്ങ് പോകാറുള്ളതേ ഉള്ളു. അന്നേരം ഒരു ആവേശമൊക്കെ തോന്നാറുണ്ടെങ്കിലും ഒരിക്കലും അത് മനസ്സിന്റെ ഉള്ളിൽ തട്ടി അത് പ്രാവർത്തികമാക്കാനൊന്നും സാധിക്കാറില്ലായിരുന്നു. പക്ഷെ സന്തോഷേട്ടന്റെ ക്ലാസ്സുകളിൽ ആണ് അത് മനസ്സിൽ ഒരുപക്ഷെ ഞാനുമായിട്ട് കൂടുതൽ ചേർന്ന് നിൽക്കുന്ന തരം വ്യക്തിത്വം തന്നെയാണ് സന്തോഷേട്ടൻ്റെത് ആയതുകൊണ്ടാണോ അതോ അത് സത്യമായതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എനിക്കത് പ്രാവർത്തികമാക്കാൻ സാധിച്ചിട്ടുള്ളത് സന്തോഷേട്ടന്റെ ക്ലാസ്സുകളിൽ കൂടി കിട്ടിയ അറിവുകൾ തന്നെയാണ്. ഒരു പക്ഷേ കുറച്ച് ദുരിതമായിട്ടുള്ള ജീവിതത്തിൽ നിന്ന് ഒരു മാറ്റം വേണം എന്ന് പ്രകൃതി തീരുമാനിച്ച സമയത്തായിരിക്കണം ഞാൻ സന്തോഷേട്ടനെ കാണാൻ ഇടയായത്. കാര്യം അതിനു മുൻപ് തന്നെ കുറേശ്ശെ മാറ്റം എന്നിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആത്മീയതയില് കുഞ്ഞിലെ മുതലേ ശ്രദ്ധയുള്ള ഒരാളാണ് ഞാൻ. അത് ദൈവത്തിൽ നിന്ന് ദൈവികതയിലേക്കുള്ള ഒരു തിരിച്ചറിവിന്റെ ഒരു സമയത്താണ് സന്തോഷേട്ടനെ അടുത്തേക്ക് ഞാൻ വരുന്നതും. ആ ദൈവികതയിലേക്കുള്ള മാറ്റം എന്ന് പറയുന്നത് വളരെ വലിയൊരു മാറ്റമാണ്. നമ്മുടെ ചുറ്റുപാടുകളെ കുറിച്ചും എല്ലാം വളരെ വലിയ രീതിയിലുള്ള ധാരണകൾ പൊളിച്ചെടുക്കുന്ന രീതിയിലുള്ള ഒരു വലിയൊരു മാറ്റമാണ് അത് തന്നെ. പിന്നെ
ഇപ്പോഴേ എന്നെ സംബന്ധിച്ച് എനിക്കുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും ഒരുപക്ഷെ എന്റെ പോലെ ഒരു സ്ത്രീക്ക് തരണം ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷെ ഇപ്പം ഈ അവസ്ഥയില് അത് നമ്മൾ പറയില്ലേ താമര ഇലയുടെ മേളിൽ നിൽക്കുന്ന വെള്ളം പോലെ ഒഴുകി പോകും എന്ന് പറയുന്ന കണക്ക് ഒന്നും എന്റെ ഉള്ളിലോട്ട് കടക്കാറില്ല. അതിങ്ങനെ അനുഭവിച്ചു പോകേണ്ടുന്നതാണ് എന്ന ഒരു ധാരണ എനിക്ക് ഇപ്പോഴുണ്ട്. ഒന്നിലും ഞാൻ കരയാറില്ല, ഒന്നിലും ഞാൻ അമിതമായി സങ്കടപ്പെടാറില്ല. പക്ഷെ അങ്ങനെയുള്ള ആളെ അല്ലായിരുന്നു ഞാൻ. ആ അവസ്ഥയിൽ എത്താൻ സന്തോഷേട്ടൻ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സന്തോഷേട്ടന്റെ ക്ലാസ്സുകൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഒന്നുമില്ലെങ്കിലും ഞാൻ തിരിച്ചറിയുന്ന ഒരു കാര്യമുണ്ട്, ഈ ഇവർക്കൊക്കെ വേണ്ടി നമ്മൾ നിൽക്കുമ്പോഴും നമുക്കറിയാൻ ഒരുപാട് കാര്യങ്ങളുണ്ടെന്നും നമുക്ക് നമ്മളെ തിരിച്ചറിയാനുള്ള ഒരു വലിയ സാധ്യത ഉണ്ടെന്നും ഒക്കെ മനസ്സിലാകുമ്പോൾ ഇതിനൊക്കെ കൊടുക്കുന്ന പ്രാധാന്യം കുറെ കുറഞ്ഞു പോകുന്നുണ്ട് എനിക്ക്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ആ അറിയാനുള്ള അല്ലെ എത്തിച്ചേരാനുള്ള അറിവുകളിലേക്കുള്ള ആ സാധ്യതകൾ മുമ്പില് അതിന്റെ ഒരു വഴി തുറന്നു കിട്ടിയപ്പോഴാണ് സത്യത്തിൽ ഞാൻ റിലാക്സ് ആകാൻ തുടങ്ങിയത്. അപ്പം ഇതൊന്നും അല്ല യാഥാർത്ഥ്യം. നമുക്കറിയാനും ചെല്ലാനും ഒരുപാട് അറിവുകളുണ്ട് എന്നുള്ള ഒരു ധാരണ ബോധ്യം ഉണ്ടാക്കി തന്നത് സന്തോഷേട്ടന്റെ ക്ലാസ്സുകളാണ് ഒരു പരിധി വരെ. പിന്നെ നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ നമ്മളെ മനസ്സിലാക്കാതെ പെരുമാറുമ്പോഴൊക്കെ നമ്മൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും, ഇവരോട് എങ്ങനെയാണ് നമ്മൾ പെരുമാറേണ്ടതെന്നൊക്കെ. അത് ഒക്കെ സന്തോഷേട്ടന്റെ ക്ലാസ്സുകളിൽ കൂടിയാണ് അവരെ കൈകാര്യം ചെയ്യാൻ ഞാൻ പഠിച്ചു തുടങ്ങിയത്. അപ്പം നമ്മൾ നിലനിൽക്കാൻ കൂടി പ്രകൃതിയെ കുറിച്ച് അറിയുന്നു എന്നുള്ളത് മാത്രമല്ല, നമ്മൾ നിലനിൽക്കാൻ കൂടിയുള്ള ഒരു കഴിവ് നമുക്ക് എനിക്ക് തരാറുണ്ട് ഈ ക്ലാസ്സുകൾ. പിന്നെ അതിന്റെ സങ്കടം എന്ന് പറയുന്നത് എനിക്കത് കണ്ടിന്യൂസ് പങ്കെടുക്കാൻ പറ്റാറില്ല. പക്ഷെ സന്തോഷേട്ടന്റെ ആ വിഷയങ്ങൾ ഫുൾ ഇട്ടപ്പം ഞാൻ തീരുമാനിച്ചൊരു കാര്യമുണ്ട്, എപ്പം സൗകര്യം വന്നാലും ആ സംതൃപ്തി മുതലേ അത് കണ്ടു തുടങ്ങണം എന്നുള്ളത്. എഴുതി വെച്ച് തന്നെ അത് കണ്ടു കാര്യം എനിക്കത് ഒരുപാട് ഉപകാരം ചെയ്യും എന്ന് എനിക്കറിയാം. പിന്നെ സത്യം പറഞ്ഞാൽ ഈ ഒളിമ്പസിന്റെ പ്രവർത്തനങ്ങളിൽ എനിക്ക് ഏറ്റവും വിശ്വാസമായിട്ട് തോന്നിയിട്ടുള്ള, ഞാൻ ഒരാളെ വിശ്വസിക്കാൻ വളരെ പാടാണ് എനിക്ക്. അതിലെനിക്ക് ഈ ഒളിമ്പസിനോട് ഇത്രയും ആത്മാർത്ഥമായിട്ടൊരു വിശ്വാസം തോന്നാൻ കാരണം ഈ പ്രഭാത സത്സംഗം തന്നെയാണ്. വളരെ കുറച്ച് ആളുകൾ മാത്രം പങ്കെടുക്കുന്ന ഒരു ക്ലാസ്സിൽ യാതൊരു സാമ്പത്തിക നേട്ടവും നോക്കാതെ ആ വിഷയം മാത്രം പകർന്നു നൽകാൻ വേണ്ടി ആളുകൾ വരുന്നതോ അതിന്റെ സാമ്പത്തിക ലാഭമോ ഒന്നും നോക്കാതെ ആ വിഷയം മാത്രം പകർന്നു കൊടുക്കാൻ വേണ്ടി നടത്തപ്പെടുന്ന ആ ക്ലാസ്സുകൾ തന്നെയാണ് ഈ ഒരു സംഘടനയിൽ എനിക്ക് ഏറ്റവും വിശ്വാസം തോന്നാനുള്ള ഒരു കാരണങ്ങളിൽ ഒന്ന്. അത് സന്തോഷേട്ടനെ എത്ര അഭിനന്ദിച്ചാലും കാര്യം ഒരു സാധാരണ മനുഷ്യനത് അങ്ങനെ ഒരു മടുപ്പുമില്ലാതെ കൊണ്ട് നടക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ പ്രകൃതി അതിന് കൂട്ടുനിൽക്കുന്നത് പോലെ അധികം ഒന്നും അതിന് തടസ്സവും വന്നിട്ടില്ല. ഇതൊന്നും സാധാരണ ഒരു കടമയുമായിട്ട് ഒരു കർത്തവ്യത്തിൽ നിൽക്കുന്ന ഒരു മനുഷ്യന് പറ്റുന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ സന്തോഷേട്ടൻ എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് എനിക്കൊരു ഉറപ്പാണ്, എപ്പോഴും എന്റെ കൂടെ കാണും എന്നുള്ള അങ്ങനെ ഒരു സുഹൃത്തുക്കൾ ഉണ്ട്. പക്ഷെ ഏത് സമയവും എനിക്ക് അത് ഭൗതികമായി ഒന്നും ചെയ്തു തരുന്നെന്നുള്ളതല്ല, പക്ഷെ മാനസികമായി ഒരു ബലമാണ് എന്നുള്ളത് ആണ് എനിക്കൊരു ആത്മബന്ധം. സന്തോഷേട്ടൻ മറ്റേ അഭിലാഷ് എന്ന് പറഞ്ഞ സാർ പറഞ്ഞതുപോലെ അത് ഇപ്പോഴും തുടങ്ങിയ ബന്ധമായിരിക്കത്തില്ല ഒരുപക്ഷെ. അതിനാലാകാം ഞാൻ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയത്ത് തന്നെ സന്തോഷം ചേരാൻ സാധിച്ചത്. ഒരുപാട് നന്ദി, നമസ്കാരം. നമസ്കാരം ഷൈന. ഈ തിരക്കിന്റെ അല്ലെങ്കിൽ ഇത്രയേറെ ബുദ്ധിമുട്ടുകളുള്ള ഒരു അവസരത്തിലും ഇവിടെ വന്ന് കൂടിയതിൽ വളരെ സന്തോഷം. എല്ലാം അവിടുത്തെ കാര്യങ്ങളെല്ലാം ഭംഗിയാവട്ടെ. അപ്പോ ദീപു സംസാരിക്കും. നമസ്കാരം ചേട്ടാ, എല്ലാവർക്കും നമസ്കാരം. ചേട്ടാ ആദ്യം എന്നോട് പറഞ്ഞത് ഒരു ഫോട്ടോ വേണം, ഒരു 10 മിനിറ്റ് സെഷൻ ചെയ്യണം, സത്സംഗത്തെ പറ്റി സംസാരിക്കണം എന്നൊക്കെയാണ്. അപ്പൊ ഞാൻ ചേട്ടനോട് പറഞ്ഞു, സത്സംഗത്തില് കുറെ നാളായിട്ട് കയറാത്ത ഞാൻ
എന്നെപ്പറ്റി പറയുന്നത് ശരിയല്ലല്ലോ, ഞാൻ വെറുതെ കയറാം, ഫോട്ടോ ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. കാരണം എനിക്ക് അങ്ങനെ തോന്നി. ഞാന് ഒളിമ്പസിനെ പറ്റി പറയുമ്പോൾ ഒരു 18ഓളം സഹവാസ ക്യാമ്പുകളിൽ പങ്കെടുക്കാൻ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അവിടെ വെച്ച് നോക്കുമ്പോൾ പല തരത്തിലുള്ള പല ആവശ്യങ്ങൾക്കായിട്ടാണ് വരുന്നവർ കണ്ടിട്ടുള്ളത്. ചിലർക്ക് ഒരു കൂട്ടായ്മ ഇഷ്ടപ്പെടുന്നു, ഒരു ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്നു, വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ഒളിമ്പസിന്റെ ഈ ജ്ഞാനമാണ്. എനിക്ക് സന്തോഷമായിട്ട് എനിക്ക് എന്നോട് കാണിച്ച ഏറ്റവും വലിയൊരു കാരുണ്യം എന്ന് പറയുന്നത് ഈ 400ഓളം പോസ്റ്ററുകൾ അത് എനിക്ക് മൊത്തം തന്നിട്ട് അതിനകത്ത് ഏറ്റവും നല്ല 50 എണ്ണം സെലക്ട് ചെയ്യാൻ എന്നോട് ആവശ്യപ്പെട്ടു. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒരുപാട് തവണ ആ പോസ്റ്ററിലൂടെ കടന്നു പോയപ്പോ ഞാൻ അതിന്റെ വലിപ്പം മനസ്സിലാക്കി. ഇന്നും ഞാൻ നേരിട്ട് ഒളിമ്പസുമായിട്ട് ബന്ധപ്പെടുന്നില്ലെങ്കിലും എന്നെ കാണാൻ വരുന്ന ഓരോ പേഷ്യൻസിനോടും ഇതിനെപ്പറ്റി എന്തെങ്കിലും ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. കാരണം ഞാൻ ഒളിമ്പസിന്റെ ഈ ജ്ഞാനത്തെ കാണുന്നത് നമ്മുടെ ട്രാഫിക് റൂൾസ് പോലെയാണ്. ഇപ്പോ നമ്മൾ എത്ര വലിയ ഡ്രൈവർ ആണെങ്കിലും, എത്ര പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റുന്ന ഒരു ഡ്രൈവർ ആണെങ്കിലും വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യയുടെ ട്രാഫിക് റൂൾസ് അറിയാതെ നിരത്തിലോട്ട് വണ്ടിയും കൊണ്ട് ഇറക്കിയാൽ ആ വണ്ടി മുട്ടും, അല്ലെങ്കിൽ നമ്മുടെ യാത്ര ദുർഘടമാവും. നമുക്ക് എത്ര കഴിവുള്ള ആളാണെങ്കിലും അറിവുള്ള ആളാണെങ്കിലും നമ്മുടെ ഈ ജീവിതത്തിൽ പുലർത്തേണ്ട ഈ പ്രകൃതിയുടെ നിയമങ്ങളെ മനസ്സിലാക്കാതെ നമ്മുടെ കഴിവിനെ ഉപയോഗിച്ചാൽ നമ്മുടെ ജീവിതം ഒരു സർക്കസ് പോലെ ആവും. എപ്പോ വേണമെങ്കിലും താഴെ വീഴാവുന്ന ഒരു സർക്കസ് പോലെ ആവും. മറിച്ച് ആ പ്രകൃതി നിയമങ്ങളെ നമ്മുടെ ജീവിതത്തിൽ അതിനനുസൃതമായിട്ട് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ അത് ഒരു നൃത്തം പോലെ മനോഹരമായിട്ട് ആസ്വാദ്യകരമായിട്ട് നൃത്തം ആടി തീർക്കാൻ പറ്റും. അപ്പോ അത്രയും വാല്യുബിൾ ആയിട്ട് ഞാൻ അതിനെ തിരിച്ചറിയുന്നു. കഴിയുന്നിടത്തോളം ഞാനത് ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നു. ഒളിമ്പസിലേക്ക് വരുന്ന അവസ്ഥയിൽ നിന്നും ഒത്തിരി മാറ്റം എന്നിലും എൻ്റെ ജീവിതത്തിലും കാണാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. ഞാൻ ലൈഫിലിപ്പോ ഞാൻ ഒരുപാട് ആസ്വദിക്കുന്ന ഓരോ നിമിഷവും എൻ്റെ ചുറ്റുപാടുള്ള കാഴ്ചകളെ ഞാൻ കുറച്ചുകൂടി വ്യത്യസ്തമായ രീതിയിൽ കാണാൻ ശ്രമിക്കുന്നു. എൻ്റെ ലൈഫിനെ ഞാൻ ഒരുപാട് ആസ്വദിക്കുന്നുണ്ട്. അതെല്ലാം ഞാൻ ഒളിമ്പസിനോട്, പ്രത്യേകിച്ച് സന്തോഷേട്ടനോട് എനിക്ക് തീർച്ചാൽ തീരാത്ത കടപ്പാടുണ്ട്, സ്നേഹമുണ്ട്. ആ നന്ദി എന്നും ഉണ്ടാവും. പിന്നെ പറയാണെങ്കിൽ പറയാൻ ചേട്ടാ, ഇത്രയൊക്കെ ഉള്ളൂ. ഞാനൊന്നും പ്രിപ്പയർഡ് അല്ല. ഓക്കെ സാർ, ചേട്ടാ താങ്ക് യു. ഓക്കെ, നമസ്കാരം. ഇത് നമ്മുടെ MGRന്റെ കണ്ണടയായിട്ടിരിക്കുന്ന നമ്മുടെ റാവിയമ്മയുടെ മൊഴികൾ കേൾക്കാം. നമ്മുടെ കൂട്ടത്തിന്റെ കമ്മ്യൂണിറ്റിയുടെ അമ്മയാണ് റാവിയമ്മ. അമ്മ പറയും. നമസ്കാരം. ഞാൻ ഈ സത്സംഗത്തിൽ വന്നു ചേർന്ന ഒരു പ്രത്യേക മനസ്സിന്റെ വിഷമം, ബുദ്ധിമുട്ടൊക്കെ, പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു ഫോൺ കോളിലൂടെയാണ്. അന്നു മുതൽ ഇന്ന് വരെ എന്തെങ്കിലും ഒരു കാരണവശാൽ ഞാൻ മാസത്തിലൊരിക്കലെങ്കിലും എത്തിച്ചേരാറുണ്ടായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. പരിപാടിക്കല്ലെങ്കിലും ഇടയ്ക്കൊന്ന് കാണുക എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമോ സമാധാനമോ എന്തൊക്കെയാണ്. മനസ്സിന് ഏറ്റവും പ്രയാസപ്പെടുമ്പോൾ ആ പ്രയാസങ്ങൾ തരണം ചെയ്യാനുള്ള എന്തോ ഒരു മാർഗം അവിടെ ഒളിച്ചു വെച്ചിരിക്കുന്ന മാതിരി ഒരു തോന്നൽ ഉള്ളിൻ്റെ ഉള്ളിൽ വരുമ്പോൾ അവിടെ വന്ന് എല്ലാം പറയും. അപ്പോ അത് ആ പരാതിപ്പെട്ടിരുന്നുണ്ട് എന്നാണ് എന്നെ കുറിച്ച് പറയാറുള്ളതെങ്കിലും എന്റെ പരാതിപ്പെട്ടിക്ക് ഒരു പരിഹാരം കിട്ടുന്ന ഒരു സ്ഥലമായിട്ടാണ് ഞാൻ അവിടെ കാണുന്നത്. പ്രകൃതി എന്താണെന്ന് അന്വേഷിച്ച് വന്ന എനിക്ക് ഞാൻ തന്നെ പ്രകൃതിയിൽ നിന്ന് മനസ്സിലായതും നമ്മളെല്ലാവരും അതിന്റെ ഭാഗമാണെന്ന് മനസ്സിലായതും പ്രകൃതി നമ്മൾ ഒന്നാണ് എന്നൊക്കെ പറഞ്ഞതും ഒരു അത്ഭുതം പോലെയാണ് എനിക്ക് അന്ന് തോന്നിയത്. പിന്നെ പ്രോഗ്രാമിലൊന്നും പങ്കെടുക്കില്ലെങ്കിലും ഒഴിവു സമയങ്ങളിൽ ഇങ്ങനെ ഓരോന്നെടുത്ത് ഇങ്ങനെ കേൾക്കുക. യൂട്യൂബിൽ അടിച്ചു കൊടുത്താൽ കിട്ടുന്നതാണല്ലോ. ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് കേട്ടുകൊണ്ടിരിക്കുക. അങ്ങനെ ആ കേൾവിയിലൂടെയാണ് സന്തോഷിന്റെ അറിവിന്റെ വിശാലത എനിക്ക് മനസ്സിലായത്. ഏതെല്ലാം തലത്തിലാണ് ഈ പ്രോഗ്രാമുകൾ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് അറിയണമെങ്കിൽ ഓരോരോ പ്രോഗ്രാമിലും ശ്രദ്ധിച്ച് പഠിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. ഞാനെല്ലാം വേണമെന്ന് ധരിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു, തിരിച്ചറിവില്ലാത്ത കാലം.
അറിവുണ്ട് എന്ന് തോന്നലുള്ള കാരണം. പക്ഷെ എന്റെ അറിവുകളൊന്നും ഒരു തിരിച്ചറിവായിരുന്നില്ല. അറിയാൻ എത്രയോ കിടക്കുന്നുണ്ട്. ഒരു സമുദ്രത്തിന്റെ ഒരു തുള്ളി മാത്രമാണ് ഞാൻ. ഇനിയും സമുദ്രത്തോളം പഠിക്കാനും വളരാനും അറിയാനും ഉണ്ട് എന്നുള്ള ഒരു തോന്നൽ എന്നിൽ ഉണ്ടാക്കി തന്നത് സത്യം പറഞ്ഞ സന്തോഷം തന്നെയാണ്. കാരണം എനിക്ക് അറിയുന്നത് കൊണ്ട് ഞാൻ ജീവിക്കുന്നു, എന്റെ കാര്യങ്ങൾ മാത്രം നോക്കുന്നു, കുടുംബകാര്യങ്ങൾ നോക്കുന്നു. ഇങ്ങനെയല്ലാതെ ഒരു പ്രകൃതി എന്നോ ഒരു സഹജീവി എന്നോ മറ്റുള്ളവർക്കായി എന്തോ ചെയ്യുന്നു എന്നോ അല്ലാതെ അതിന്റെ ഒരു പൊരുൾ ഉൾപ്പൊരുൾ അറിഞ്ഞുകൊണ്ടല്ല ഒരു സഹജീവി സ്നേഹവും സഹായവും എല്ലാം ഞാൻ ചെയ്തിരുന്നത്. ഇപ്പോൾ ഉൾക്കരുത്തോടുകൂടി അറിഞ്ഞുകൊണ്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഓരോ ചുവടും മുന്നോട്ട് വെക്കുന്നത്. പക്ഷെ അപ്പോഴേക്കും പഴയ രീതിയിലുള്ളതെല്ലാം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. പുതുതായി നേടിയത് മാത്രമേ ഇപ്പോൾ കൈവശമുള്ളൂ. എന്നാലും ഈ പാതയിൽ തന്നെ തുടരാനാണ് എനിക്ക് ഇനിയിപ്പോ വലിയ കാലമൊന്നുമില്ല, ഉള്ള കാലം ആഗ്രഹിക്കുന്നത്. ഏകദേശം അസ്തമയ കാലത്തേക്കൊക്കെ എത്തിത്തുടങ്ങിയെങ്കിലും ഇനി കിട്ടുന്നതെല്ലാം ബോണസാണ്. കാരണം ജീവിതത്തിൽ ചെയ്യാവുന്നതെല്ലാം ചെയ്തു കൂട്ടി സൽക്കർമ്മങ്ങളായാലും ദുഷ്കർമ്മങ്ങളായാലും ചെയ്തതിന്റെയൊക്കെ ഫലം പ്രകൃതി ഇവിടെ തന്നെ നമുക്ക് തന്നിട്ടേ കൊണ്ടുപോകുള്ളൂ എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെ തരാനാണോ ബാക്കിയുള്ള കാലം വിട്ടിരിക്കുന്നത് എന്ന് മനസ്സിലാവാതെ എല്ലാം അറിയുക എന്നും കൂടുതൽ ഇതിലൂടെ സഞ്ചരിക്കുക എന്നും അറിവുകൾ എവിടെ കിട്ടുകയാണെങ്കിലും അത് നേടണമെന്നുമുള്ള ഒരു ആഗ്രഹം ഉണ്ടാക്കി തന്നത്, ആ ആഗ്രഹത്തിന്റെ പിന്നാലെ പോകാൻ പഠിപ്പിച്ചതും അതിനുള്ള മാർഗം ഇതാണെന്ന് പഠിപ്പിച്ചതും, കൂടുതൽ അറിയുക, കുറച്ച് പറഞ്ഞാലും കൂടുതൽ കേൾക്കാനാണ് നമുക്ക് രണ്ട് ചെവി തന്നിട്ടുള്ളത്, കുറച്ചു പറയാനാണ് നാവെങ്കിലും തിരിച്ചാണ് സംഭവിക്കാറുള്ളതെങ്കിലും ഈ പാത എനിക്ക് വളരെ വഴികാട്ടിയായി തോന്നുന്നു. ഉത്തമമായ എന്തൊക്കെയോ അറിയാനുണ്ട് ഇനിയും ഇതിലൂടെ എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ സന്തോഷിന്റെ പാത പിന്തുടരുന്നത്. പല സംശയങ്ങൾക്കും ഞാൻ വിചാരിക്കാത്ത ഉത്തരമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഞാൻ ഒരിക്കൽ പോലും മനസ്സിലാർക്കാത്ത ആൻസറാണ് എനിക്ക് കിട്ടിയത്. എന്റെ വിഷമമായിട്ട് പറയുമ്പോൾ അമ്മയ്ക്ക് അങ്ങനെ തന്നെ വേണമെന്ന് പറയുമ്പോൾ പെട്ടെന്ന് എന്റെ ഉള്ളിലുണ്ടാവുന്ന ആ ഒരു വിഷമം അത് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ആ കുനിഷ്ഠ ബുദ്ധി കൊണ്ട് എന്നെ നോക്കി കാണുമ്പോൾ പിന്നെ അതിന്റെ ശരിയായ വശം പറഞ്ഞു തരും. ആദ്യം ഒരു ഇരുത്തൽ, പിന്നെ ഒരു വിഷമിപ്പിക്കൽ, പിന്നെയാണ് ആ സമാധാനത്തിലേക്കുള്ള പോക്ക്. അപ്പൊ ഈ മുൻപേ പറഞ്ഞതൊക്കെ കൂടി കേട്ടിട്ട് ഈ അവസാനത്തെ വരി കൂടി കേൾക്കുമ്പോൾ കൂടുതൽ ആശ്വാസമാണ് തോന്നുന്നത്. എന്തായാലും കിട്ടിയതെല്ലാം വളരെ നല്ലതിനായിരുന്നു. അതെനിക്ക് എപ്പോഴാണ് മനസ്സിലായി തുടങ്ങിയത്. അടുത്തൊന്നും വന്ന് കാണാൻ പറ്റിയില്ല, ഒരു മാസമായി കിടപ്പായതുകൊണ്ടും ജോലിയൊന്നും ചെയ്യാൻ കാര്യമായി സാധിക്കാത്തത് കൊണ്ടും തുടർന്ന് വരാൻ കഴിയാത്തതിൽ സങ്കടമുണ്ട്. വീണ്ടും കാണാനും എല്ലാവരെയും പരിചയപ്പെടാനും കൂടുതൽ ആഗ്രഹമുണ്ട്. ലോകം മുഴുവൻ അല്ലെങ്കിൽ തലവനാണ് താങ്കൾ എന്ന് ആലോചിക്കുമ്പോൾ ഈ ചെറിയ പ്രായത്തിൽ ഇത് എങ്ങനെ സാധിച്ചു എന്ന് ചിന്തിക്കാനേ കഴിയില്ല. ചിന്തിച്ചാലെന്ന് പറയല്ല, ചിന്തിക്കാനേ കഴിവില്ല. അത്രയേറെ ഒരു സുഹൃത്ബന്ധം, ഒരു കുടുംബ വലയം സൃഷ്ടിച്ച നിങ്ങൾ എന്റെയൊക്കെ പ്രായമാകുമ്പോ എവിടെ എത്തും ആലോചിക്കാൻ തന്നെ വയ്യ. ഈ കുടുംബത്തിലെ അംഗങ്ങൾ കൂടുതൽ വിശാലതയിലേക്ക് എത്തുവാനും ഈ അറിവുകൾ കൂടുതൽ ലോകത്തിലേക്ക് പകർന്നു കൊടുക്കുവാനും ഈശ്വരൻ, സർവശക്തൻ, പ്രകൃതി, പരമാത്മ ആരായാലും കൂടുതൽ ആരോഗ്യവും ആയുസ്സും തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അമ്മയുടെ പ്രാർത്ഥന ഒപ്പം ഉണ്ടാകും. ഓക്കെ, സന്തോഷം, വളരെ സന്തോഷം. ഈ അടുത്തതായിട്ട് ഈ ഒന്നോ രണ്ടോ സത്സംഗങ്ങളിൽ മാത്രം പങ്കെടുക്കുകയും പിന്നെ നമ്മുടെ സഹവാസങ്ങളിൽ പങ്കെടുക്കുകയും ഈ നമ്മുടെ ഇതിന്റെ പ്രവർത്തനത്തിന്റെ കോറുകളിൽ മാത്രം നിൽക്കുകയും ചെയ്യുന്ന ഒരാൾ, എന്നോട് വർഗീസേട്ടനോട് ഒക്കെ ഉള്ള അല്ലെങ്കിൽ പൊന്നിയോട് അങ്ങനെയുള്ള ബന്ധങ്ങൾ സൂക്ഷിക്കുകയും ഈ പൊതുപരിപാടികളിൽ ജനറലി കാണാതിരിക്കുകയും ചെയ്യുന്ന ഇതിന്റെ കോറിൽ ഉള്ള ഒരാളാണ് അനിൽ. അനിലിന്റെ ആ ശിരസ് ഇവിടെ കാണുന്നുണ്ട്. അപ്പൊ ഒന്ന് മുഖം കൂടെ കാണിച്ച സന്തോഷം. ഏട്ടാ നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. എന്ത് പറയണമെന്ന് എനിക്കും അറിയില്ല. എന്നോട് കുറച്ചു ദിവസം മുമ്പ് വിളിച്ചിട്ട് പറഞ്ഞു മെസ്സേജ് ഒക്കെ കാണും എന്ന് ഉറപ്പുള്ളത് കൊണ്ട് ചേട്ടൻ വിളിച്ചു പറയേണ്ടി വന്നു അല്ലെ. വിളിച്ചു പറഞ്ഞു ഇങ്ങനെ പരിപാടിയുണ്ട്, തീർച്ചയായിട്ടും വരണം എന്ന് പറയുമ്പോൾ ഞാൻ ചോദിച്ചത് ഇത്രയും വർഷമായിട്ട് നടക്കുന്ന ഒരു പരിപാടിയിൽ ഞാൻ എത്ര കൂടെ പങ്കെടുത്തു എന്ന് ഞാൻ സ്വയം ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കതിൽ ഈ പരിപാടി അതിനെ കുറിച്ചുള്ള പരിപാടിയാണെങ്കിൽ എനിക്കൊന്നും സംസാരിക്കാൻ യോഗ്യതയില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോ അങ്ങനെയൊന്നുമല്ല,
ജസ്റ്റ് വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പം എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. 10 വർഷത്തിലേറെയായി ഒളിമ്പസിന്റെ കൂടെ എന്താ പറയാ ഒരു യാത്ര തുടങ്ങിയിട്ട്, ജീവിതയാത്ര ഒളിമ്പസ് ചേർന്നിട്ട് എന്ന് പറയാം. അന്ന് മുതൽ ഇങ്ങോട്ട് ഒരു തിരിച്ചറിവോടുകൂടി, അല്ലെങ്കിൽ അന്നുവരെ കണ്ടിരുന്ന പെർസെപ്ഷൻ, അന്നുവരെ കണ്ടിരുന്ന വീക്ഷണങ്ങളിൽ നിന്ന് മാറിക്കൊണ്ട് പ്രകൃതിയെയും ചുറ്റുപാടിനെയും സമൂഹത്തെയും ജീവിതത്തെയും ഒക്കെ പ്രകൃതി അധിഷ്ഠിത രൂപത്തിൽ, ഇവൻ ആത്മീയത ആണെങ്കിൽ കൂടി അതിന്റെ ആ ഒരു പ്രകൃതി അധിഷ്ഠിത രൂപത്തിലേക്ക് മാറി ചിന്തിക്കാനും കൂടുതൽ ഉൾക്കാഴ്ചകൾ ഉണ്ടാവാനും ഒക്കെ ഒളിമ്പസുമായിട്ടുള്ള സഹവാസം, സന്തോഷമായിട്ടുള്ള സഹവാസം കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പലപ്പോഴും പരിപാടികളിൽ പങ്കെടുക്കുന്നത് വിരളമാണ്. നേരത്തെ ആദ്യഘട്ടങ്ങളിൽ സഹവാസങ്ങൾ മിക്കവരെല്ലാം പങ്കെടുത്തിട്ടുണ്ടായിരുന്നു കുറേയേറെ. പക്ഷെ പിന്നീട് അതിൽ നിന്ന് മാറി പല പ്രോഗ്രാംസിന്റെയും ഉപരിപ്ലവമായിട്ടുള്ള, ഇപ്പൊ തന്നെ ഈ 5 വർഷമായിട്ട് നടന്ന പ്രോഗ്രാമില് അല്ലെങ്കിൽ അതിന്റെ സത്സംഗത്തില് എത്ര എണ്ണത്തില് ഞാൻ പങ്കെടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാല് വിരലെണ്ണാവുന്നത് മാത്രമായിരിക്കും. അപ്പൊ അങ്ങനെയാണ് പോകുന്നത്. ബട്ട് എന്നാലും ഒളിമ്പസിനെ കുറിച്ച് മനസ്സിലാക്കിയത് മുതൽ ഇന്ന് വരെ ജീവിതത്തിന്റെ ഭാഗമായിട്ടുണ്ട്. അത് ഇനി അങ്ങോട്ട് തന്നെ ഉണ്ടാവും. ഒരുപക്ഷെ ഇപ്പൊ ഈ കഴിഞ്ഞ ആഴ്ച പോലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ചില പ്രശ്നങ്ങൾ മുന്നിൽ, അത് ആരോഗ്യപരമായിട്ടൊരു കുടുംബമായിക്കോട്ടെ എന്തായിക്കോട്ടെ, ജീവിതത്തിൽ ചില ഘട്ടങ്ങൾ എത്തുമ്പോഴേക്കും നമുക്കൊരു സപ്പോർട്ട് വേണം, ഒരു താങ്ങ് വേണം, അല്ലെങ്കിൽ ഒരു അഡ്വൈസ് വേണം എന്നൊരു ചിന്ത വരുമ്പോഴേക്കും ആദ്യം ഓടിയെത്തുന്നത് സന്തോഷേട്ടന്റെ മുഖവും സന്തോഷേട്ടൻ പറയുന്ന കാര്യങ്ങളിലൂടെ കിട്ടാൻ പോകുന്ന ഒരു സൊല്യൂഷനുമാണ് ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുക. അതിപ്പോഴല്ല, ഏറെ കാലമായിട്ട് അങ്ങനെ തന്നെയാണ്. അപ്പോ എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇത്രയും വലിയ ഇത്രയും വർഷം ഒരു മുടക്കവും ഇല്ലാതെ ഒരു പരിപാടി യാതൊരു ലാഭേച്ഛയും ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക എന്ന് പറയുന്നത്, അത് ഒരിക്കലും നമുക്ക് ചിന്തിക്കണം. ഞാൻ തന്നെ ഒരു തിരിച്ചറിവായിരുന്നു. ഇത്രയും കാലം ആയോ എന്നും കേൾക്കുന്ന ഒരു കാര്യമാണ്. ഇത്രയും വർഷമായെന്ന് പറയുമ്പോഴേക്കും അതൊരു പെടുന്നൊരു അയ്യോ എന്നൊരു ഫീല്. അത്രയും കാലം ഈ ഇത്രയും ഡെഡിക്കേഷനോടുകൂടി കൊണ്ടുപോകാൻ കഴിയുക. അതിലുപരി ഓരോ ദിവസവും ഓരോ ടോപ്പിക്, ആ ഒരു ടോപ്പിക് എന്നുള്ള കാച്ചിക്കുറുക്കി പറയുന്ന ഒരു സാധനമുണ്ട്. പക്ഷെ അതിനെ ഇലാബറേറ്റ് ചെയ്യാൻ കൂടെ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു ദിവസം മുഴുവൻ പറയേണ്ടി വരും. അത്രയും അറിവിന്റെ ഒരു കടലായിട്ടുള്ള ഒരു കടൽ എന്ന് തന്നെ പറയാം. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു അറിവുകളും ഒപ്പം അതിനെ പകർന്നു കൊടുക്കാനുള്ള മനസ്സും അതിന്റെ അത് അങ്ങനെ തന്നെ തുടരാനുള്ള ആ ഒരു മനസ്സും ആ ഡെഡിക്കേഷൻ എല്ലാം കൂടെ കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കെന്ത് പറയണമെന്നറിയില്ല. ഒരു മനസ്സിലൊരു നിർവൃതി മാത്രമാണ്. അങ്ങനെ ഒരാളെ കാണാനും ആരും മനസ്സിലാക്കാനും കഴിയുക എന്നുള്ളൊരു പക്ഷേ ജീവിതത്തിൽ ലഭിക്കുന്ന ഒരു ലഭിക്കുന്ന ഒരു അനുഗ്രഹം മാത്രമായിട്ട് അങ്ങനെയൊക്കെ ചിന്തിക്കാനാണ് എനിക്ക് ആഗ്രഹിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു വ്യക്തിയോട്, അങ്ങനെ ഒരു പ്രസ്ഥാനത്തോട്, അങ്ങനെ ഒരു സിസ്റ്റത്തിനോട് ചേർന്ന് നിൽക്കാൻ കഴിയുക, ഒരുപക്ഷെ ജീവിതത്തിൽ ചില ഘട്ടങ്ങൾ വരുമ്പോഴേക്കും അതിൽ നിന്ന് സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയുക, ഇതെല്ലാം തന്നെ നമ്മളായിട്ട് നിശ്ചയിച്ചതല്ല, ഒരു പക്ഷേ പ്രകൃതിയായിട്ട് തന്നെ കൊണ്ടെത്തുന്നതായിരിക്കാം. ഞാൻ എന്റെ ഹിസ്റ്ററി അധികം പറയുന്നില്ല. ഒരുപക്ഷെ ഒരു 10-15 വർഷം മുമ്പ് പ്രകൃതി സംരക്ഷണത്തിനെ കുറിച്ച് ക്ലാസ്സുകളൊക്കെ എടുക്കാൻ പോയി. അതിലൂടെ കടന്നു വരുന്ന സമയത്ത് ഫേസ്ബുക്കിൽ വന്നൊരു പോസ്റ്റിലാണ് ഞാനന്ന് ഒളിമ്പസിനെ ആദ്യമായിട്ട് കാണുന്നത്. പിന്നെ അവിടെ നിന്ന് ഞാനത് ബാംഗ്ലൂരിലായിരുന്നു. അന്ന് ഞാൻ വിളിക്കുന്നു. ആ വിളി കഴിഞ്ഞ കുറച്ചു കാലം കഴിഞ്ഞിട്ടാണ് നേരിട്ട് കാണുന്നത് സത്സംഗങ്ങളിലായി. അപ്പോ അന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളും എന്റെ ജീവിത വീക്ഷണങ്ങളും ഇന്ന് പാടെ മാറി മറിഞ്ഞ് വേറൊരു തലത്തിലാണ് എനിക്കിന്ന് കാര്യങ്ങളെ കാണാനും ഒക്കെ കഴിയുന്നത്. അപ്പോ അത് നേരത്തെ ദീപു പറഞ്ഞു കേൾക്കുകയായിരുന്നു. അറിഞ്ഞോ അറിയാതെയോ നമ്മളൊരു വേറൊരാൾ സംസാരിക്കുമ്പോഴേക്കും ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ ഒളിമ്പസിന്റെ ഏതെങ്കിലും ഒരു സന്ദേശം, ഏതെങ്കിലും ഒരു വിഷയം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർസ്പെക്റ്റീവ് എങ്കിലും അതിൽ കടന്നു പോവാറുണ്ട്. അത് ഏത് പ്രശ്നത്തെ കുറിച്ച് പറയുമ്പോൾ, കാരണം പ്രകൃതി എന്നുള്ള അടിസ്ഥാന തത്വത്തിൽ ജീവിക്കുമ്പോഴേക്കും നമ്മൾ ഏത് പ്രശ്നത്തിനെ അഭിമുഖീകരിക്കുമ്പോഴും അതിലേക്ക് മാപ്പ് ചെയ്യാൻ കഴിയാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളിലും, നമ്മുടെ കാര്യത്തിൽ മാത്രമല്ല, വേറൊരാളിനോട് അവരുടെ പ്രശ്നങ്ങൾ സംസാരിക്കുമ്പോൾ പോലും നമ്മൾ അതിലേക്കാണ് ഈ കാര്യങ്ങളെ മാപ്പ് ചെയ്യാൻ ശ്രമിക്കാറ്. അപ്പോ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. പരിചയപ്പെട്ട ഒന്നു മുതൽ ഇതുവരെയും ഇനി അങ്ങോട്ടും ഒളിമ്പസുമായിട്ട് ചേർന്ന് ഉണ്ടാവും. അപ്പൊ അതിനെനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. ഒരു അനുഗ്രഹമായിട്ട് പ്രകൃതി അനുഗ്രഹിച്ചു തന്ന
ഒരു അനുഗ്രഹമായിട്ടാണ് എനിക്കിനെ കാണാൻ ഇരിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും എന്റെ എന്ത് പറഞ്ഞത് എനിക്കറിയില്ല, ഒരു മനസ്സ് നിറഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പൊ എന്തായാലും ഈ ഒരു പരിപാടി സാഹചര്യത്തിൽ തീർച്ചയായിട്ടും അത് എന്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിക്കുന്നു. അതിനോടൊപ്പം തന്നെ നന്ദിയും അറിയിക്കുകയാണ്. സന്തോഷേട്ടനെ പോലുള്ള ഒരാളെ എനിക്ക് കാണിച്ചു തന്നതിനും കൂടെ കൂട്ടിയതിനും ഒക്കെ ഏട്ടനോടും പ്രകൃതിയോടും എല്ലാത്തിനോടും ഈ സിസ്റ്റത്തിനോടും ഇരിക്കുന്ന എല്ലാവരോടും ഒക്കെ എന്റെ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. സന്തോഷം അനിൽ, ഇത്രയും പറഞ്ഞാൽ മതി. ഇതില് ഇപ്പോ പുതുതായി വന്ന് പങ്കെടുത്ത് തുടങ്ങിയ ആളാണ് രാഹുൽ. രാഹുലിന് ഇപ്പോഴത്തെ ഈ പരിചയപ്പെട്ട് ഇപ്പോ എത്തി നിൽക്കുന്ന ഈ ഒരവസ്ഥ, ഇത്രയും കേട്ട് കഴിഞ്ഞു കൂടെ ഇപ്പൊ നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടല്ലോ, ഈ അവസ്ഥ എന്താണ് പറയാനുള്ളത്? ഇപ്പം എല്ലാരെയും കണ്ടതിൽ സന്തോഷമുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഞാന് ഏകദേശം ഒരു 3 ആഴ്ചയായിട്ടേ ഉള്ളൂ പരിപാടികൾ, സത്സംഗ പരിപാടികളിൽ പങ്കെടുക്കാനായിട്ട് തുടങ്ങിയിട്ട്. അപ്പം ഇപ്പൊന്ന് വെച്ചാൽ എനിക്ക് പഴയതിനെ അപേക്ഷിച്ച്, പണ്ടുള്ളതിനെ അപേക്ഷിച്ച് ഇപ്പൊ ആളുകളെ സ്നേഹിക്കാനും എന്താ പറയാ ഒരു കണക്ഷൻ ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. മറ്റേ ആളുകളെ ചിലപ്പോ ചെറിയ കാര്യങ്ങൾക്കൊക്കെ ദേഷ്യം തോന്നുക, വെറുപ്പ് തോന്നുക, അതൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെ ഇല്ല. അപ്പോ അത് ഈ നമ്മളുടെ അതുപോലെ ഞാൻ ഈ കൃഷി ആയിട്ട് ഒരു സബ്ജക്റ്റ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള താല്പര്യത്തിലായിരുന്നു. അതുപോലെ മെഡിറ്റേഷനും, അത് രണ്ടുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലാണ് സന്തോഷേട്ടനെ പരിചയപ്പെട്ടത്. എൻ്റെ ഒരു ഫ്രണ്ട് അക്ഷയ് ഇവിടെ എക്കോ വില്ലേജിലൊക്കെ വന്നിട്ടുള്ള ആളാണ്. അപ്പം അവനുമായിട്ട് കൃഷിയായിട്ട് കുറച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ അവനാണ് പറഞ്ഞത്, വേറെ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്തു, നമ്മളെ പരിസ്ഥിതിയെ കുറിച്ചും അതുപോലെ കൺസ്യൂമറിസം, അങ്ങനെ ചില ടോപ്പിക്കുകളൊക്കെ പറഞ്ഞു വന്നപ്പോ സന്തോഷേട്ടനെ അവനാണ് പരിചയപ്പെടുത്തി തന്നെ എന്നോട് വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മള് ഈ അപ്പോ സന്തോഷേട്ടനെ പരിചയപ്പെട്ടപ്പോഴാണ്, പിന്നെയാണ് ഞാൻ ഈ സ്പിരിച്വാലിറ്റി ഒക്കെ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നപ്പോഴാണ്. ഞാൻ വെച്ചാല് പണ്ട് ഒരു ദൈവവിശ്വാസി ആയിരുന്നു. പിന്നെ എന്തുകൊണ്ടോ എന്റെ ചില യുക്തി ചിന്തകളുണ്ട്, ദൈവവിശ്വാസം നിർത്തി ഞാനൊരു യുക്തിവാദിയായി, ഞാനൊരു സ്വയം ഒരു റാഷണലിസ്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുന്ന ആളായിരുന്നു. അപ്പൊ അധികമായ ഒരു യുക്തി ചിന്തയുള്ള ആളായിരുന്നു. അപ്പോ അത് ആ യുക്തിയിൽ എനിക്ക് സ്പിരിച്വാലിറ്റീനെ കണ്ടംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോ സന്തോഷേട്ടനോട് സംസാരിച്ചപ്പോഴാണ് എനിക്ക് ആദ്യമായി സ്പിരിച്വാലിറ്റി എന്താണ് എന്നുള്ള ഒരു അവബോധം വരുന്നത്. അപ്പൊ അതിനുശേഷമാണ് ഇപ്പം ഇതില് സ്പിരിച്വാലിറ്റി താല്പര്യം വന്ന് അങ്ങനെ ഈ സത്സംഗ പരിപാടികളിൽ പങ്കെടുക്കാറുണ്ട്. ഇടയ്ക്കൊക്കെ ബ്രേക്കായി പോകും, എന്നാലും പങ്കെടുക്കാറുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാല് വലിയ മനസമാധാനവും സന്തോഷമാണ് ഇപ്പോ ഉള്ളത്. പിന്നെ മാറ്റം എന്ന് പറയാനുള്ളത്, ചില വിഷയങ്ങളെ കൂടുതൽ ക്ലാരിറ്റി വരുന്നതിനനുസരിച്ച്. പിന്നെ പണ്ട് ഈ വിഷയങ്ങളൊക്കെ പലതും അന്വേഷണം ഒരു ഹോപ്പില്ലായിട്ട് നിർത്തിവെച്ചായിരുന്നു ഇതിന്റെ അന്വേഷണങ്ങൾ. അപ്പൊ വീണ്ടും ഇവിടുത്തെ പരിപാടികളിൽ സത്സംഗ പരിപാടിയിൽ പങ്കെടുക്കാൻ തുടങ്ങിയ ശേഷവും അതുപോലെ ആദ്യമായിട്ട് തന്നെ സന്തോഷേട്ടനോട് സംസാരിച്ചപ്പോൾ ഒരു ഹോപ്പ് കിട്ടി. അപ്പൊ ആ ഹോപ്പില് ഇപ്പോഴും തുടർന്നു പോകുന്നുണ്ട്. അപ്പൊ ഇതാണ് എനിക്കിപ്പോ പറയാനുള്ളത്. പിന്നെ പ്രിൻസ് നേരത്തെ വിളിച്ചിരുന്നു, ഇടയ്ക്ക് വിളിക്കാറുള്ള ആളാണ്. പ്രിൻസ് അവിടെ ഉണ്ടെങ്കിൽ മുഖം കാണിക്കാവുന്ന അവസ്ഥയാണെങ്കിൽ മുഖം കാണിച്ചു സംസാരിക്കും. യെസ്, പറയൂ. ഞാൻ ഇതിൽ വരുവാൻ പ്രധാനമായിട്ട് എനിക്ക് എക്കോ പൊളിറ്റിക്സിനോട് നല്ലൊരു താല്പര്യം ഉണ്ടായിരുന്നു. അപ്പൊ അതിങ്ങനെ റിസർച്ച് ചെയ്ത് പണ്ട് 2022 തോന്നുന്നു ആദ്യമായിട്ട് പരിചയപ്പെട്ടിട്ടില്ല. അതിനെപ്പറ്റി വിളിച്ചന്വേഷിച്ച് പിന്നെ അതവിടെ വിട്ട് ഇപ്പൊ 2-3 ആഴ്ച മുന്നേ ഒന്നുകൂടിയും വിളിച്ച് സംസാരിച്ച് നോക്കുമ്പോൾ എന്റെ ആശയങ്ങളും, അതായത് യൂണിവേഴ്സുമായിട്ട് ബന്ധപ്പെടുന്ന പല കാര്യങ്ങളും ഞാൻ എന്താണോ ചിന്തിക്കുന്നത് അത് ഒരു പുസ്തകത്തിൽ വായിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റു വീഡിയോസ് കണ്ടിട്ടോ അല്ല, അത് എന്റേതായ രീതിയിൽ ഞാൻ ചിന്തിച്ചു കൂട്ടുന്ന കാര്യങ്ങള് അത് അതേപോലെ കോപ്പി പേസ്റ്റ് പോലെ തന്നെ സന്തോഷ് സാറും പറഞ്ഞു കേട്ടപ്പോ, അതായത് ഞാൻ സംസാരിച്ചപ്പോ അതേ രീതിയിലാണ് സന്തോഷ് സാറെ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു തന്നെ.
അപ്പം പറയണ്ടെന്ന് പറഞ്ഞാല് എനിക്ക് ഉണ്ടായിരുന്ന കുറച്ച് അറിവുകൾ ഉണ്ടായിരുന്നു. അതിനെപ്പറ്റി ഞാൻ ചിന്തിച്ചു, എനിക്ക് ഉത്തരം കിട്ടുന്നില്ല. പിന്നെ ഉത്തരം കിട്ടിയത് തന്നെ മറ്റാരോടൊന്നും പറഞ്ഞാല് പറയാൻ തോന്നൂല, കാരണം അത് ആ ഒരു രീതിക്കാണ് ഇപ്പോഴത്തെ സമൂഹം ഉള്ളത്. അപ്പം ഞാനിത് യാദൃശ്യമായിട്ട് എനിക്കൊരിക്കൽ തോന്നിയത് ഇപ്പൊ അടുത്ത് ഒന്ന് വിളിച്ച് സംസാരിക്കാന്നുള്ള രീതിക്ക് തോന്നി. അപ്പം വിളിച്ചപ്പോഴാണ് ഞാൻ ചിന്തിക്കുന്ന കാര്യങ്ങളും സാറ് പറയുന്ന കാര്യങ്ങളും എല്ലാം കണക്റ്റഡ് ആണ്. അപ്പോ ഞാൻ ചിന്തിക്കുന്ന കാര്യങ്ങളിൽ തന്നെ ചില തെറ്റുകൾ ഉണ്ടായിരുന്നു. അപ്പൊ സാറ് പറഞ്ഞപ്പോഴാണ് അതെനിക്ക് ബോധ്യപ്പെട്ടത്. അപ്പോ ഏത് കാര്യം യൂണിവേഴ്സിനെ മനസ്സ് ആ ഒരു ഇതിലോട്ടാണ് ഞാൻ ആദ്യം ഏറ്റവും കൂടുതൽ താല്പര്യത്തിലേക്ക് വരും തോന്നിയത്. അത്രയേ ഉള്ളൂ. ഇവിടെ ഗുരുകുലത്തിൽ ഇരിക്കുന്ന ചില ആളുകളുണ്ട്, അവരെ കൊണ്ട് നമുക്കൊന്ന് പരിചയപ്പെടാം. അതില് നമ്മുടെ വോളണ്ടിയർ ആയിട്ടുള്ള ജിഷ്ണു ഉണ്ട്. ജിഷ്ണു ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് ജിഷ്ണുവിന് പറയാനുള്ളത് കൂടെ പറയും. എല്ലാവർക്കും ആത്മനമസ്കാരം. എൻ്റെ പേര് ജിഷ്ണു. സ്വദേശം കോഴിക്കോട് പയ്യോളിയിലാണ്. കൊറോണയ്ക്ക് ശേഷം 2019 ഞാൻ ഇവിടെ എത്തുന്നത്. ഇപ്പം എല്ലാവരും പറഞ്ഞ പോലെ തന്നെയുള്ള അനുഭവങ്ങൾ പറയാൻ എനിക്കുമുണ്ട്. പക്ഷെ ഇപ്പം പറയാൻ ഉദ്ദേശിക്കുന്നത് അതല്ല. ഈ നമ്മളിപ്പോ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സൊസൈറ്റി സ്റ്റക്ക് ആകും എന്ന് ഭാവിയിൽ കാണാൻ സാധിക്കുന്നവരൊന്ന് കൈവെക്കുമോ? നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ സൊസൈറ്റി ഭാവിയിൽ സ്റ്റക്ക് ആകും എന്ന് തോന്നുന്ന ആളുകൾ കൈവെക്കുമോ? ഓക്കെ. അപ്പം ഇപ്പൊ നമുക്കിപ്പോ ഇങ്ങനെ പങ്കെടുക്കാൻ ഇപ്പൊ ഈ സൂം ഉണ്ട്, ഓൺലൈൻ മാധ്യമങ്ങളുണ്ട്. ഇത് സ്റ്റക്കാവും. അപ്പൊ അതിന് ഒരു ബദൽ എന്ന സംവിധാനമാണ് നമ്മൾ ഇക്കോ വില്ലേജ്. നമ്മൾ മാത്രമല്ല, ലോകത്തിൽ പലയിടങ്ങളിലും ഇതിനെ മനസ്സിലാക്കിയവര് പല ഇങ്ങനത്തെ സസ്റ്റൈനബിൾ ആയിട്ട് ജീവിക്കാനുള്ള ഇടങ്ങൾ ഒരുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഇനി മുന്നോട്ട് വരുന്ന ഈ സമൂഹം സ്റ്റക്കാകുമ്പോൾ നമ്മൾ എവിടെ പോയി നിൽക്കും എന്നുള്ള ഒരു ചിന്ത, ഒരു തിരിച്ചറിവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ തീർച്ചയായും നമുക്കിപ്പോ ഓൾറെഡി സ്ഥലമുണ്ട്. പക്ഷെ അത് പല കാരണങ്ങളാൽ, വെള്ളപ്പൊക്കം കൊണ്ടും പല പ്രശ്നങ്ങൾ കൊണ്ട് അത് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്കത് റീബിൽഡ് ചെയ്യണം. അപ്പം അത് റീബിൽഡ് ചെയ്യാൻ ഉള്ള ഒരു സഹായം മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ നിങ്ങളുടെ. അപ്പം നിങ്ങൾക്ക് നേരിട്ടോ അല്ലെങ്കിൽ കഴിയുന്നവരെ ഇതിൽ പങ്കെടുപ്പിച്ചിട്ടോ കണക്ട് ചെയ്തിട്ടോ നമുക്ക് ഇതിനെ എങ്ങനെ വേണമെങ്കിലും സഹായിക്കാം. ഇത് റീബിൽഡ് ചെയ്യണം. ഇത് റീബിൽഡ് ചെയ്തില്ലെങ്കിൽ നമ്മൾ പെരുവഴിയിലാവും. അത്രയും ഉണ്ട് അതിന്റെ ഡെപ്ത്. അപ്പം ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ തിരിച്ചറിവുകളിൽ എല്ലാവർക്കും ജീവിക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ആത്മനമസ്കാരം. ഇനി ഗുരുകുലത്തിൽ നിന്ന് തന്നെ മറ്റൊരാൾ കൂടെ ഇരിക്കുന്നുണ്ട്. ശ്രീവിരാജ് സംസാരിക്കും. എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് ശ്രീവിരാജ് എന്നാണ്. ഞാൻ കണ്ണൂരാണ് സ്വദേശം. എനിക്ക് ഗുരുകുലവുമായിട്ട് വളരെ കാലത്തെ ബന്ധമൊന്നും ഇല്ലെങ്കിൽ പോലും വിഷ്ണുവിലൂടെയാണ് ഞാനിവിടെ ബന്ധപ്പെടുന്നത്. എത്രയോ കാലങ്ങളായിട്ട് പല പല ആത്മീയ ആചാര്യന്മാരുടെ അടുത്തും ഒക്കെ പോയി പല കാര്യങ്ങളും പഠിച്ചുകൊണ്ട്, നേരത്തെ ആരോ പറഞ്ഞതുപോലെ പല പല കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ഇങ്ങനെ അന്വേഷണത്തിലൂടെ വന്ന ഒരാളാണ് ഞാൻ. അപ്പോ ഇപ്പോഴെത്തി നിൽക്കുന്നത്, അതായത് അവസാനം ഞാനിപ്പോ എത്തി നിൽക്കുന്നത് ഇവിടെയാണ്, സന്തോഷിന്റെ കൊളംബസിലാണ്. അപ്പൊ അതിനൊരു കാരണമുണ്ട്. അതായത് ചിന്താഗതികൾ ഒന്ന് തന്നെയായിരുന്നു. നേരത്തെ മാഡം പറഞ്ഞതുപോലെ ഞാൻ ചിന്തിച്ച അതേ അവസ്ഥയിലാണ് ഞാൻ. പിന്നെ സന്തോഷ് ഏട്ടനുമായിട്ട് സംസാരിച്ച സമയത്ത്, ജിഷ്ണു കണക്ട് ചെയ്ത സമയത്ത്, നമ്മൾ തമ്മിൽ സംസാരിച്ച സമയത്ത് എനിക്ക് തോന്നിയത്, ഞാൻ ചിന്തിക്കുന്നതോ അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നതോ ആയ കാര്യങ്ങൾ തന്നെയല്ലേ ഏട്ടൻ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന തോന്നലാണ് എന്നെ ഇവിടെ ഇപ്പൊ ഇരുത്തിയിരിക്കുന്നത്. അതായത് നമ്മൾ ഇതിനോട് ചേർന്ന് സഞ്ചരിക്കാൻ വേണ്ടിയാണ് ഇപ്പൊ ഗുരുകുലത്തിലിരിക്കുന്നത്. അപ്പോ ജിഷ്ണു ഇപ്പൊ പറഞ്ഞു
ഇത് ഞാനും കൈപ്പൊക്കിയ ഒരാളായത് കൊണ്ടാണ് ജിഷ്ണു പറഞ്ഞത് വെച്ചിട്ട് തന്നെ ഞാൻ സംസാരിക്കുന്നത്. അപ്പോ ഇത് ഒരു വാഹനം ഓടി അത് പെട്രോൾ തീർന്ന് നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാവാൻ പാടില്ല. അതാണ് ഇവിടെ സംഭവിക്കാൻ ഇപ്പം ജിഷ്ണു നേരത്തെ പറഞ്ഞ ഒരവസ്ഥ എന്ന് പറയുന്നത്. ഡെയിലിയുള്ള സത്സംഗങ്ങളിൽ ഞാൻ കയറിയിട്ടില്ല, കാരണം അതിന് ഞാൻ മറ്റൊരു കാര്യം പഠിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട്, അതായത് ഈ ഒരു പിന്നെ ഗുരുകുലത്തെ പറ്റിയും മറ്റ് ഇവിടെ ചെയ്യുന്ന കാര്യങ്ങളെ പറ്റിയും പഠിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ അതിന് ഇപ്പൊ തയ്യാറാവാത്തത്. കാരണം അവിടെ ബ്രേക്കുകൾ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ അത് തുടർച്ചയായി പോയിക്കൊണ്ടിരിക്കണം എന്നുള്ളതുകൊണ്ട്. അപ്പോ ഈ ഒരു അവസ്ഥ, അതായത് നമ്മൾ ഇവിടെ സ്റ്റക്കാവാത്ത അവസ്ഥ വരണമെന്നുണ്ടെങ്കിൽ വിഷ്ണു പറഞ്ഞ അതേ കാര്യമാണ് എനിക്ക് കുറച്ച് ദിവസങ്ങളായിട്ടാണെങ്കിലും ഇപ്പോ ഏട്ടനുമായി സംസാരിച്ചതിലൂടെയും ഇവിടെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയതിലൂടെയും എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാനും കൂടെ ആ ഒരു കാര്യം, എനിക്ക് മറ്റു കാര്യങ്ങളൊന്നും അറിയില്ല, എത്ര പേരാണ് എന്നുള്ള കാര്യങ്ങളൊന്നും ഞാൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ. പക്ഷെ നമ്മൾ തന്നെയാണ് ഇതിന്റെ സുഗമമായ മുന്നോട്ട് പോക്കിനുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്ന് മാത്രമേ എനിക്കറിയുള്ളൂ. അത് എന്നാൽ കഴിയുന്നത് ഞാനും ചെയ്യുകയാണ്. അതുപോലെ നമ്മൾ ഓരോരുത്തരും ഇത് ചെയ്താൽ മാത്രമാണ് നമ്മൾക്കൊക്കെ ആവശ്യമുള്ളതും മറ്റുള്ളവർക്ക്, അതായത് സമൂഹത്തിന് ഭാവിയിലല്ല ഇപ്പൊ തന്നെ ആവശ്യമുള്ളതുമായ കാര്യങ്ങൾ, എന്നാൽ അവർ മനസ്സിലാക്കാത്തതുമായ ഈ ഒരു ഒരുമിച്ച് പോക്ക്, ഈ ഒരു കൂട്ടായ്മ മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യുക, നമ്മൾക്ക് ഒരുമിച്ച് മുന്നോട്ട് നീങ്ങാം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. അപ്പോ ഇനി ഈ പരിപാടിയിൽ ഒരിക്കൽ പോലും അറ്റൻഡ് ചെയ്യാതെ ഒരു സഹവാസത്തിലോ മറ്റോ ഒന്ന് തല കാണിച്ചു പോയ ഒരാൾ കൂടെ ഇവിടെ വന്ന് ഇരിക്കുന്നുണ്ട്, അമർനാഥ് ശങ്കർ. സഹയാത്രികൻ എന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല. ഇതിനകത്തൂടെ ഇടയ്ക്കിടയ്ക്ക് കയറിപ്പോകാറുണ്ട്. അമറിന് പറയാനുള്ളത് കേൾക്കാം. എന്താണ് അമറിന് അതെ അമറിന്റെ ഒളിമ്പസ് എക്സ്പീരിയൻസ് എന്താണെന്ന് പറയും. ഹായ്, നമസ്കാരം. കുറച്ച് വൈകിട്ടായി, ഞാനൊരു യാത്രയിലായിരുന്നു. അപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചിരുന്നില്ല. പക്ഷെ യെസ്, സോ സന്തോഷ് പറഞ്ഞ പോലെ ഞാൻ ഒരു സ്ട്രിക്റ്റ് ഡിസിപ്ലിൻഡ് ഡിസൈപ്പിൾ അല്ലല്ലോ. അപ്പൊ പക്ഷെ സന്തോഷം, ഈ ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗം ആയിട്ട് എന്നും നിലകൊള്ളാൻ ശ്രമിച്ച ഒരാളാണ്, ഒരു വെൽവിഷറാണ്. പിന്നെ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളൂ, നമ്മുടെ ഏതെങ്കിലും ഒരു സിസ്റ്റത്തിനോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മൾ അതിനകത്ത് ബോധപൂർവമായിട്ടുള്ള ഇടപെടലുകൾ നടത്തിയില്ലെങ്കിലും ആ സിസ്റ്റത്തിന്റെ സാന്നിധ്യം അറിഞ്ഞോ അറിയാതെ നമ്മളിൽ ചെലുത്തുന്ന സ്വാധീനവും പരിവർത്തനങ്ങളും ഉണ്ട്. അങ്ങനെയുള്ള പരിവർത്തനങ്ങളും സ്വാധീനവും ഞാൻ ഒളിമ്പസിൽ നിന്നും എനിക്ക് ലഭിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത് എൻ്റെ ജേർണിയിൽ ഒത്തിരി എന്നെ സഹായിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നു സന്തോഷി പറയാനായിട്ട്. വളരെ വേഗമായിട്ടല്ലേ ഇതിനകത്ത് പറയുള്ളൂ. മാത്രമല്ല, ഇതിനകത്ത് വർഗീസ് സാറ് അല്ലാതെ മറ്റാരെയും എനിക്ക് പരിചയവും ഇല്ല. താങ്ക് യു എല്ലാവർക്കും. താങ്ക് യു, മച്ച് ഗ്രേറ്റ്ഫുൾ. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ തിങ് അല്ലേ. 5 വർഷം തുടർച്ചയായി സംഭവിച്ചു എന്നുള്ളത് വലിയ അത്ഭുതമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഏതായാലും സന്തോഷം. താങ്ക് യു. ഈ അമർനാഥ് ആരാണെന്ന് അറിയണമെങ്കിൽ ആ പേര്, അമർനാഥ് ശങ്കർ എന്നുള്ള പേരൊന്ന് ഗൂഗിൾ ചെയ്താൽ മനസ്സിലാവും. വെറുതെ ഒരു സ്റ്റാർട്ടപ്പ് കൂട്ടായ്മകൾ, പലതരം സ്റ്റാർട്ടപ്പുകൾ കേരളത്തിൽ ഉണ്ടായി വന്നപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയിട്ട് സ്റ്റാർട്ടപ്പുകളുടെ നമ്പർ 1 മാറി. ഇപ്പോ ലോകത്തെ പ്രമുഖമായ പല ഓർഗനൈസേഷൻസിന് വേണ്ടിയിട്ട് സയന്റിഫിക് ആയിട്ടുള്ള രീതിയിലുള്ള അഡ്വർടൈസ്മെന്റ്സ് ക്രിയേറ്റ് ചെയ്യുന്ന
സിനിമ ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന കാറ്റ് എന്റർടൈൻമെന്റ്സ് എന്ന് പറയുന്ന സംവിധാനത്തിന്റെ CEO ആണ് പുള്ളി. ഇന്ന് ഇന്ത്യയിൽ നടക്കുന്ന ഏതൊരു മാനേജ്മെന്റ് ഈവന്റിന്റെയും ഗസ്റ്റ് സ്പീക്കറായിട്ട് മാറിയിട്ടുള്ള ഒരു അത്ഭുതം എന്ന് പറയാവുന്ന ഒരാളാണ് അമർനാഥ് ശങ്കർ. കൂടുതലേറെ ആ പേരൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാണ്. അതും ഇതുപോലെ കുട്ടിയായിരുന്ന കാലത്ത് എത്തിയതാ, ഇപ്പൊ വലിയ ആളായി. ഇപ്പോഴും കുട്ടിയാണ്. ആ കുട്ടിത്തം കാണിക്കാൻ ഇടയ്ക്ക് എന്നെ വിളിക്കാറുണ്ട്, ഇടയ്ക്ക് വരാറുണ്ട്. വന്നു കഴിഞ്ഞാൽ ഇവിടെ ഉള്ള എന്റെ ആദ്യ ശിഷ്യനായിട്ടുള്ള മണികണ്ഠന മുതലുള്ള മുഴുവൻ ആളുകളായിട്ട് കണക്ട് ചെയ്തിട്ട് പുള്ളി പോകാറുണ്ട്. ആ കണക്ഷനിൽ തന്നെ നിലനിൽക്കുന്ന ഒരാളാണ്. ഇപ്പോൾ വന്നെത്തിയതിൽ വളരെ സന്തോഷം. നേരത്തെ ഫയാസിന്റെ ഒക്കെ കാര്യം പറഞ്ഞതുപോലെ വേറൊന്നാണ് അമർനാഥ്. രണ്ടുപേരും എറണാകുളത്ത് തന്നെയുണ്ട്. രണ്ടുപേരും തമ്മിൽ കണക്ട് ആയിട്ടുണ്ടോന്ന് അറിയില്ല. കണക്ട് ആയാൽ നല്ലതായിരിക്കും. ഇനി ഇതിന്റെ അവസാന പാദങ്ങളിലേക്ക് പോവാം. ഈ ഒരു പരിപാടി നടത്തിക്കൊണ്ടുപോകുന്നത്, ഡെയിലി നടത്തിക്കൊണ്ടുപോകുക എന്നുള്ളത് സത്യം പറഞ്ഞാൽ ശ്രമകരമാണ്. ചില സമയത്തൊക്കെ ഞാൻ ആലോചിച്ചു, ഞാൻ പൊന്നിയോട് പറയാറുണ്ട്, ആർക്കും വേണ്ടെങ്കിൽ പിന്നെ ഇതെന്തിനാ കൊണ്ടുപോകുന്നത് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പൊ ആരും വരാത്തൊരു സാഹചര്യത്തിൽ ഞാനിത് നിർത്തുന്നു. പക്ഷെ ഒരാളുണ്ട് അവിടെ ഇരിക്കുന്നത്, പുള്ളി സമ്മതിക്കൂല. എന്ത് പ്രശ്നമാണെങ്കിലും, ഏത് രാജ്യത്താണെങ്കിലും, ഏത് സമയത്താണെങ്കിലും, വേറെ ടൈം സോണിലായിരിക്കുന്ന സമയത്ത് മാത്രമാണ് പുള്ളി പങ്കെടുക്കാത്തത്. മറ്റു രാജ്യങ്ങളിലും മറ്റു ഭൂഖണ്ഡങ്ങളിലായിരിക്കുന്ന സമയത്ത് രാവിലെ എഴുന്നേറ്റ് ഇവിടെ വന്നിരിക്കും. പിന്നെ എനിക്ക് ക്ലാസ് എടുക്കാതിരിക്കാൻ നിവൃത്തിയില്ല. ആ എടുക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ എടുക്കുന്ന ക്ലാസ് എങ്ങനെയാണോ അവതരിപ്പിക്കുന്നത് അതിനേക്കാളും മൾട്ടി ഡയമെൻഷണൽ ആയിട്ട് ആ സാധനത്തെ കുറിച്ച് നിരൂപണം പറയുകയും ചെയ്യും. അദ്ദേഹത്തിന്റെ ബലത്തിലാണ്, അദ്ദേഹത്തിന്റെ ഒരു ഇച്ഛയിലാണ് ഈ 5 വർഷവും ഇത് മുമ്പോട്ട് പോയത്. അപ്പോ ഇതിൽ എന്നെയല്ല നിങ്ങൾ ശ്ലാഘിക്കേണ്ടത്. ഞാനിപ്പോ ഇനിയും ഇതിന് നിയുക്തരായി ഞങ്ങൾ ഇതിന് ജീവിതം തെരഞ്ഞെടുത്ത് ജീവിക്കുന്നവരാണ്. ഞങ്ങൾ ഇങ്ങനെ ചെയ്തു പോകും. പക്ഷെ ഈ ഒരു വഴി ഒരിക്കലും നിൽക്കാതെ പോകണം എന്നുള്ള തീരുമാനത്തോടു കൂടി അതിനെ എല്ലാ തരത്തിലും സപ്പോർട്ട് ചെയ്ത്, ഇതിന് വേണ്ടുന്ന സാമ്പത്തികമോ അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന മറ്റു കാര്യങ്ങളോ എല്ലാം തന്നുകൊണ്ട് അതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തിക്കൊണ്ട് കൂടെ നിൽക്കുന്നത് നമ്മുടെ വർഗീസ് ചേട്ടനാണ്. അദ്ദേഹം ഗ്രീൻക്രോസ് ഫൗണ്ടേഷന്റെ നാഷണൽ കോർഡിനേറ്ററാണ്. ഡൽഹിയിലാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം നമുക്ക്. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ വർഗീസ് മാത്യു, ഇപ്പൊ ഡൽഹിയിലാണ്. ഈ ഒരു പ്രസ്ഥാനമായിട്ട് 2015 മുതൽ തുടർന്നു വരുന്നു. അപ്പൊ ഇത് വരാനുള്ള കാരണം തന്നെ, ഞാൻ ഈ ഒരു സത്യാന്വേഷി എന്നുള്ള രീതിയിൽ ഒരു ചെറിയ സത്യാന്വേഷണത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം പ്രീ ഡിഗ്രി മുതലേ തുടങ്ങിയ ഒരു അസുഖമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ജോലിയുടെയും മറ്റു കാര്യങ്ങളുടെയൊക്കെ ഇടയ്ക്ക് കുറെ മാറിപ്പോയി. എന്നാലും പിന്നെയും ഇത് ഉള്ളിലുണ്ടായിരുന്നതുകൊണ്ട് 2015 ഒരു അഡ്വർടൈസ്മെന്റ് വന്നപ്പോഴും ഒരു പ്രകൃതി ആത്മീയ സഹവാസം എന്നും പറഞ്ഞ് കണ്ടു. അത് പെട്ടെന്ന് ആ പ്രകൃതി ആത്മീയത എന്നുള്ള പേര് തന്നെ അങ്ങ് അട്രാക്ട് ചെയ്തു. അങ്ങനെയാണ് മൂന്നാറിലെ ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ സഹവാസത്തിൽ പങ്കെടുക്കുന്നു. അന്ന് മുതൽ ഇന്ന് വരെ ഇങ്ങനെ തുടർന്നു വരുന്നു. അപ്പോൾ ആദ്യം ഈ ഒരു ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ആത്മീയതയിലൂടെ ഇങ്ങനെ സഞ്ചരിച്ച് ആക്ച്വലി ഞാൻ എല്ലാ സൺഡേ സ്കൂളിലും പള്ളിയിലും അറ്റൻഡൻസ് മുറങ്ങാതെ ഉണ്ടായിരുന്ന ഒരാളാണ് 10ാം ക്ലാസ് വരെ. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ നിരീശ്വരവാദമായി. ഡിഗ്രി ആയപ്പോൾ നിരീശ്വരവാദത്തിലൂടെ ഇങ്ങനെ മുന്നോട്ട് പോയിരിക്കുക. അതും കഴിഞ്ഞെല്ലാം അതിൻ്റെ എല്ലാം ഡിഗ്രി കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും എന്തോ ഒരു ചിന്ത വന്നു. ഇത് നിരീശ്വരവാദം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, എന്തോ സംഗതി ഇതിൻ്റെ പുറകിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത്. അങ്ങനെ അതിനെ കുറേശ്ശെ അന്വേഷണം നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് ഇവിടെ ഈ പ്രകൃതി ആത്മീയത എന്നുള്ളൊരു രീതിയിൽ വന്നത്. അപ്പോൾ പിന്നെ ഇതിൽ വന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ശരിക്കുള്ള ആത്മീയത എന്ന് പറയുന്നത് പ്രകൃതി ആത്മീയത തന്നെയാണ്. അല്ലാതെ നമ്മൾ ഈ മതങ്ങളുടെ ആത്മീയതയിലൂടെ നമ്മൾ പലതും നഷ്ടപ്പെടുത്തി. ആ ഇന്റർ കണക്ടിവിറ്റി കംപ്ലീറ്റ് നഷ്ടപ്പെടുത്തിയത് ഈ മതങ്ങളിലൂടെയാണ്. അപ്പം അതിന് കാരണം മതങ്ങൾ കൊണ്ടു നടക്കുന്ന മതങ്ങളുടെ ആ ഒറിജിനലായിട്ടുള്ള ഒന്നും ഇപ്പം പ്രസക്തമായിട്ട് വരുന്നില്ല.
അതിനെ കുറച്ച് പേർക്ക് അത് ഒരു എസ്റ്റാബ്ലിഷ്മെൻ്റായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള പല പരിപാടികളിലൂടെ അത് പോകുന്നുണ്ട്. അതിനിങ്ങനെ മാറിപ്പോയി. ഇപ്പം ശരിക്കും അപ്പോൾ എവിടെ കണ്ടെത്തണമെന്ന് വെച്ചാൽ നമ്മൾ പ്രകൃതി കൂടെ തന്നെ കണ്ടെത്തണം എന്നുള്ള ഒരു ഇത്. അപ്പോൾ അവിടെ ആ ഒരു ഐഡിയയിലാണ് ഇത് വന്നത്. അതുപോലെ തന്നെ പിന്നെ വന്നു കഴിഞ്ഞാൽ ഇതിൽ ഇവിടുത്തെ സബ്ജക്റ്റിൻ്റെ ഇത് തത്വചിന്തയുടെ അങ്ങേയറ്റം എക്കോസോഫി എന്ന് പറയുന്ന ഒരു പ്രകൃതി തത്വശാസ്ത്രത്തെ ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് വേറെ എങ്ങും അവതരിപ്പിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഈ ഇത് തുടങ്ങാൻ കാരണം ഞാനും കൂടെയാണ് പറഞ്ഞത്. കാരണം ഗുരുകുലത്തിലെ നമുക്കൊരു ചിട്ട ഉണ്ടാക്കിയിട്ട് ഒരു ഡെയിലി എല്ലാവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യത്തക്ക വിധത്തിൽ ഒരു കണക്ടിവിറ്റി ഉണ്ടാക്കി എടുക്കത്തക്ക വിധത്തിൽ നമ്മളിത് ഒരു പരിപാടി ഉണ്ടെങ്കിലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാണ് ഇൻസിസ്റ്റ് ചെയ്തിരുന്നത് ഞാൻ. അപ്പോൾ അങ്ങനെയാണ് ഇത് തുടങ്ങാൻ കാരണവും പിന്നെ ഇത് കണ്ടിന്യൂ ചെയ്യാൻ ഞാനും മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ എനിക്ക് കഴിയുമ്പോഴൊക്കെ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതൽ നല്ലപോലെ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം ഇവിടെ എല്ലാം പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ 1825 മറ്റ് കഴിഞ്ഞു ക്രോസ് ചെയ്ത് കഴിഞ്ഞു. ആ സുഭാഷിതങ്ങൾ അതിൻ്റെ ആഴങ്ങളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും ഡീറ്റെയിലായിട്ട് ഈ സബ്ജക്റ്റുകൾ അവതരിപ്പിച്ചിട്ടുള്ള ഒരിടത്തുമില്ല. ഒരു യൂണിവേഴ്സിറ്റി പോലും ഇത്രയും ഇൻഫർമേഷൻ കിട്ടില്ല. ഇൻഫർമേഷൻ അല്ല, അതിൻ്റെ കാതലായിട്ടുള്ള ആ സബ്ജക്റ്റ് അങ്ങനെ എവിടെയും കിട്ടാത്ത ഒരു വലിയൊരു ശേഖരമാണ്, ഒരു സമുദ്രമാണ് ഇവിടെ സന്തോഷ് പൊന്നിയും കൂടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം ഇത് ക്രിയേറ്റ് ചെയ്യുന്നത് മാത്രമല്ല, പറഞ്ഞാൽ പോരല്ലോ, പറയുന്നത് നമ്മൾ മുഴുവൻ റെക്കോർഡ് ചെയ്യുന്നു, അതിനെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് നെറ്റിലുണ്ട്. അത് ഒരിക്കലും നഷ്ടപ്പെടാതെ പോകണമെന്നുള്ളൊരു രീതിയിൽ അതിനെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം. കാരണം ഇതിൻ്റെ അകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവർ വളരെ കുറവായിരിക്കും, 4-5 പേരൊക്കെ ചിലപ്പം കാണുകയുള്ളൂ. പക്ഷേ ആർക്കും എപ്പോൾ വേണമെങ്കിലും ആക്സസിബിൾ ആകാൻ പറ്റുന്ന വലിയൊരു ലൈബ്രറി വേറെ എങ്ങും ഇതുപോലെ കാണില്ല. അപ്പോൾ അത്രയും ഭയങ്കര ഒരു സമ്പത്ത് ഉണ്ടാക്കി ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് ലോകത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ വേറെ എങ്ങും ഇത് കിട്ടത്തില്ല. അപ്പോൾ അതുപോലെ തന്നെ ഈ സത്സംഗത്തിൻ്റെ സുഭാഷിതത്തിൻ്റെ വേറൊരു ഇതായിട്ട് നമ്മൾ ചയോഗ സാധന അതിൻ്റെ കൂടെ ഉണ്ട്. ചയോഗ സാധന ചെയ്യുന്നത് തന്നെ അതും എനിക്ക് വളരെ പ്രയോജനം ചെയ്തിട്ടുണ്ട്. രാവിലെ ഞാൻ ആ ബിസിനസ്സിൽ ഉണ്ടായിരുന്ന സമയത്ത്, ഇപ്പം ഞാൻ റിട്ടയർഡാണ്, പക്ഷേ ബിസിനസ്സിൽ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ അതിൻ്റെ ടെൻഷൻ്റെ പാരമ്പര്യത്തിൽ നിൽക്കുമ്പോഴൊക്കെയാണ് ഞാൻ ഇവിടെ ജോയിൻ ചെയ്യുന്നത് തന്നെ. അപ്പോൾ അതിൽ നിന്നെല്ലാം ഒന്ന് മറ്റൊരു രീതിയിൽ അതിനെ ചിന്തിച്ച് മനസ്സമാധാനം കണ്ടെത്താനുള്ള, ഇവിടെ എല്ലാം നടക്കുന്നത് പ്രകൃതിയാണ് എന്നുള്ളത്, നമ്മൾ പ്രകൃതിയാണെന്നുള്ളത് പറയുന്ന ആ ഒരു രീതിയിൽ വന്നപ്പോഴത്തേക്ക് ഇവിടെ നടക്കാനുള്ളതെല്ലാം അതുപോലെ ഇവിടെ നടക്കുന്നുണ്ട്, നമ്മൾ അതിനെപ്പറ്റി പറയേണ്ട ആവശ്യമില്ല എന്നുള്ള ചിന്ത വന്നതോടുകൂടി മനസ്സമാധാനം കിട്ടി. എനിക്ക് ഉറക്കത്തിനെല്ലാം പ്രശ്നം ഉണ്ടായിരുന്ന ആളാണ്. ഉറക്കത്തിന് പ്രശ്നമുണ്ടായിരുന്നു, ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതെല്ലാം കംപ്ലീറ്റ് മാറ്റി എടുത്ത് ഞാൻ തന്നെ, അത് പിന്നെ നാച്ചുറോപ്പതിയിലൂടെ ഞാനും കുറേ സഞ്ചരിച്ചിട്ടുണ്ട്, അതിലൂടെ തന്നെ ഞാനും മാറ്റിയെടുക്കാൻ പറ്റി. എനിക്ക് ആത്മീയമായിട്ടുള്ള എല്ലാ ശാന്തിയും ഇവിടുന്ന് തന്നെ കിട്ടിയത്. അപ്പം അങ്ങനെ ഒരു തന്നെ എൻ്റെ ശരിക്കുള്ള ഒരു ഗുരുവായിട്ട് തന്നെ ഞാൻ കാണുന്നത്. പക്ഷേ സന്തോഷം എപ്പോഴും ഒരിക്കലും ഗുരുവായിട്ട് കാണാൻ ആഗ്രഹിക്കുന്നില്ലെന്നാണ് പറയുന്നത്. അത് ആ എളിമയുടെ ഒരു ഭാഗമായിട്ടാണ്. ആരെയും എപ്പോഴും എല്ലാവരുമായിട്ട് വളരെ ഇതായിട്ട് ആ ഒരു ബന്ധം സ്ഥാപിക്കുന്ന ഒരു ചേട്ടനായിട്ട് തന്നെ എല്ലാവരെയും കാണാനുള്ളൊരു ഇതിലാണ് സന്തോഷിൻ്റേത്. അപ്പം ആ ഒരു ഇതിൽ നമുക്ക് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഈ സുഭാഷിതത്തിലുള്ള പല സബ്ജക്റ്റുകളും എക്സ്പ്ലെയിൻ ചെയ്യുമ്പം നമ്മൾ ഒരിക്കലും ഇങ്ങനെ ഒരു ആർട്ടിക്കുലേഷനറി എക്സ്പ്ലനേഷൻ അതിനുണ്ടെന്നുള്ള ഒരിക്കലും കിട്ടുന്നില്ല. പലതിനും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അത്രയും ക്ലാരിറ്റിയോടുകൂടി അത് പറയാൻ കഴിയുന്നു എന്നുള്ളത് അത് വലിയൊരു കഴിവാണ് സന്തോഷിൻ്റെ. പല സബ്ജക്റ്റിലും ഇത്രയും ആഴത്തിൽ നിന്ന് ചിന്തിച്ച് അത്രയും ക്ലാരിറ്റിയിൽ അത് സന്തോഷം. നമ്മൾ പറയുന്നത് ഇത് ആത്മീയത എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ലോജിക്കിൻ്റെ പാരമ്യത്തിൽ ഇരിക്കുന്ന ഒരാളാണ്. ഈ ലോജിക്കും ആത്മീയതയും കൂടെ എങ്ങനെ കണക്ട് ചെയ്തു എന്നുള്ളത് നമുക്ക് വളരെ ഇതായിട്ട് കാണാം. പലതിലും അത്ര ഡീപ്പായിട്ട് അതിൻ്റെ ആസ്പെക്റ്റിലൂടെ കടന്നിട്ട് അതിൻ്റെ ഒറിജിനൽ ഇതിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യും. അത്രയും ആർട്ടിക്കുലേഷൻ വേറെ കിട്ടത്തില്ല. അതാണ് എനിക്ക് ഇതിൽ പറയാനുള്ളത്. വളരെ ഇതായിട്ട് എനിക്ക്, അതുപോലെ തന്നെ ഈ ചയോഗ സാധന എനിക്ക് വളരെ ആരോഗ്യപരമായിട്ട് വളരെ പ്രയോജനം ചെയ്യുന്നുണ്ട്. രാവിലെ എണ്ണിച്ച ശരിക്കൊരു ഉന്മേഷം, മിനിമം എയറോബിക്സോ എന്ത് വേണമെങ്കിലും പറയാം, അത് മിനിമം ഒരു ആക്ടിവേഷനാണ്.
സ്റ്റാർട്ടപ്പ് ആക്ടിവേഷന് ഡെയിലിക്ക് അത് ഉതകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സ്പിരിച്വൽ സത്സംഗം ആ ഒരു സുഭാഷിതം വളരെ പ്രയോജനം ചെയ്യും. ശരിക്കും അത് നമ്മുടെ അതായത് ഫിസിക്കൽ ആയിട്ടുള്ള റെഡിനെസ്സും അതുപോലെ മെൻ്റലായിട്ടുള്ള റെഡിനെസ്സും രണ്ടും ഒരേ സമയത്ത് ആ ഒരു 45 അല്ലെ 1 മണിക്കൂർ നേരത്തെ രാവിലത്തെ ചായയുടെ സാധനയിലും സുഭാഷിതത്തിലൂടെ കിട്ടുന്നുണ്ട്. വളരെ വളരെ പ്രയോജനം ചെയ്തിട്ടുള്ള ഒരു സംഗതിയാണിത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനെ ഒരിക്കലും നിർത്താനായിട്ട് പറയില്ല. വളരെ ഇതായിട്ട് കണ്ടിന്യൂ ചെയ്യണം. ആർക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഏത് സമയത്തും വന്ന് കയറുക, മനസ്സിലാക്കുക. അപ്പം കിട്ടാത്ത ടോപ്പിക്സ് അവിടുന്ന് എപ്പോൾ വേണമെങ്കിലും അവരവരുടെ സൗകര്യത്തിന് വേണ്ടി. അതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ അട്രാക്ഷൻ അതിൻ്റെ അകത്ത് ഉള്ളതാണ്. അത് ഓരോ സബ്ജക്റ്റിൻ്റെ ഡെപ്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡെപ്താണ്. ആ ഡെപ്തിലുള്ള സബ്ജക്റ്റ് ഏത് സമയത്തും അവൈലബിൾ ആയിട്ട് നെറ്റിലുണ്ട് നമുക്ക് വേണ്ടിയിട്ട്. അതതിൻ്റെ ഏറ്റവും കാതലായിട്ടുള്ളൊരു പോയിന്റ് പറയാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇതിന് എല്ലാവിധ ആശംസകളും ഞാൻ എൻ്റെ കൂടെ എന്നും ഉണ്ടായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം എല്ലാവിധ നന്മകളും ചേർന്ന് സന്തോഷിനും പുണ്യക്കും എൻ്റെ ആശംസകൾ കണ്ടിന്യൂ ചെയ്യട്ടെ. താങ്ക് യു. വളരെ സന്തോഷം വർഗീസേട്ടാ. ഓക്കെ, അപ്പൊ നമ്മളിനി സംഘാടകരുടെ ഒരു ഏരിയയിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. അപ്പോ സംഘാടകരിൽ ഈ കാര്യങ്ങളിൽ കുട്ടി സംഘാടനം നടത്തിയ ആളുകളെ എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പലപ്പോഴും ഇതിന്റെ ടെക്നിക്കൽ ഓർഗനൈസേഷൻസ് പങ്കെടുക്കുന്ന പ്രപഞ്ച മകൾ ഇവിടെ ഉണ്ട്. പ്രപഞ്ചയ്ക്ക് പറയാനുള്ളത് ഇവിടെ കേൾക്കാം, എന്നിട്ട് പൊന്നിയിലേക്ക് പോവാം. നെറ്റ് ചെറിയൊരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് പറഞ്ഞാൽ എത്രത്തോളം അവിടെ എത്തുമെന്നറിയില്ല. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് പ്രപഞ്ച ഒളിമ്പ. ഞാനിപ്പോ മുക്കം ഹൈജീൻ നേച്ചർ ക്യൂർ കരീം ഡോക്ടർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെന്ന് പറയാൻ പറ്റില്ല, ഒരു 3 ആഴ്ചത്തെ സുഖവാസത്തിന് വന്നതാണ്. അപ്പം ഈ പരിപാടി, അതായത് പ്രഭാത സത്സംഗം എന്നുള്ളത് ഞാനും കൂടെ തുടങ്ങി വെച്ച പരിപാടിയാണ്. അപ്പോ പലപ്പോഴായിട്ട് കുറച്ചായിട്ട് കയറും. പിന്നെ സഹവാസങ്ങളില് ഈ പറഞ്ഞ പോലെ എന്തായിരുന്നു മുല്ലപ്പൂ വാസന ഏറ്റവും എന്ന് പറഞ്ഞ പോലെ ഞാനും എല്ലാത്തിലും ഉണ്ടാവാറുണ്ട്. പിന്നെ സ്ഥിരമായിട്ട് ഞാൻ വീട്ടിലിരിക്കുമ്പോഴും വെളിയിലിരിക്കുമ്പോഴും കയറാറില്ല. രാവിലെ എഴുന്നേക്കാനുള്ള കാരണം ചെറുപ്പത്തിൽ കുട്ടിയായിരുന്നു, പിന്നെ അച്ഛനും അമ്മയ്ക്കും വലുതാവുമ്പോഴും ഞാൻ കുട്ടിയാണ് എന്ന് എനിക്കറിയാലോ. അതുകൊണ്ട് ഞാൻ വലുതാവുമ്പോഴും കയറാറില്ല. പക്ഷെ എഴുന്നേക്കാറുള്ളപ്പോ ഒക്കെ ഞാൻ അറ്റൻഡ് ചെയ്യാറുണ്ട്. പിന്നെ താല്പര്യം ഇല്ലാഞ്ഞിട്ടല്ല, അത് പിന്നെ അങ്ങനെ ആയിപ്പോയി. അപ്പൊ എന്തായാലും ഞാൻ മാക്സിമം ഉണരാറുള്ള സമയത്ത് ഞാൻ ക്ലാസ്സുകൾ കേൾക്കാറുണ്ട്, അറ്റൻഡ് ചെയ്യാറുണ്ട്. പിന്നെ ക്യാമ്പുകളുള്ള സമയത്ത് അതിനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഞാനും പ്രഭാത സത്സംഗം തമ്മിലുള്ള ബന്ധം. അപ്പൊ എന്തായാലും തുടർന്ന് എനിക്ക് കയറാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം. അപ്പോ ഇനി ഇതിന്റെ ജീവാത്മാവും പരമാത്മാവും നട്ടല്ലും ഒക്കെ ആയിട്ടുള്ള പൊന്നി, ഈ പ്രഭാത സത്സംഗത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളും ആദ്യം അരമണിക്കൂർ കാണുക പൊന്നിയുടെ നൃത്തത്തെയാണ്, അതിലൂടെയാണ് കാണുക. പിന്നെ ഇതിന്റെ പ്രധാന ഹോസ്റ്റ്, ഈ പ്രോഗ്രാമിന്റെ ഹോസ്റ്റ് പൊന്നിയാണ്. അപ്പോൾ പൊന്നി വളരെ ചുരുക്കം ചില സാഹചര്യങ്ങളിൽ വെച്ച് എന്റെ അത്ര പോലും മുടക്കമില്ലാതെ, വർഗീസേട്ടൻ മുടങ്ങിയ അത്ര മുടക്കമില്ല, എന്റെ അത്ര മുടക്കമില്ല, അങ്ങനെ മുടക്കമില്ലാതെ പങ്കെടുക്കുന്ന, ഇത് ഓർഗനൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. പൊന്നിയുടെ വാക്കുകളിലേക്ക് പോവാം. എല്ലാവർക്കും നമസ്കാരം. ശരിക്കും വളരെ സന്തോഷമുണ്ട്. കാരണം ദിവസവും കാണുന്ന മുഖങ്ങളല്ല, ഒരുപാട് കാലം, ഇതിപ്പോ 5 വർഷമായി എന്നൊക്കെ ശരിക്കും ഏട്ടൻ കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോഴാണ് ഓർക്കുന്നത്. 5 വർഷമായി എന്നുള്ളത്. മറ്റത് നമ്മുടെ എണ്ണമാണ് 1800, 1800 അങ്ങനെ നമ്മളിങ്ങനെ ഏട്ടൻ 1000 കൂടുമ്പോ അല്ലെങ്കിൽ 500 കൂടുമ്പോ ഇങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. സത്യത്തിൽ ഞാൻ നോട്ട് ചെയ്യാറില്ല. നമ്മുടെ ഒരു പതിവ് എന്നുള്ള രീതിയിൽ ദിവസവും എഴുന്നേൽക്കുന്നു, ഇതിങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നു, ഓർഗനൈസ് ചെയ്യുന്നു, കേൾക്കുന്നു, നിരൂപണം പറയുന്നു,
പിന്നെ യൂഷ്വൽ അടുക്കള എന്നുള്ള ആ ഒരു രീതിയിൽ ഈ 5 വർഷം ശരിക്കും കടന്നുപോയി എന്നുള്ളത്. അപ്പം അതിൽ വളരെയേറെ വ്യത്യസ്തമായിട്ടുള്ള ടോപ്പിക്കുകളിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ തവണയും ഈ 1000 ദിവസം കൂടിയപ്പോഴാണെന്ന് തോന്നുന്നു പറയുണ്ടായി. അതായത് ഒരു വിഷയം, പ്രകൃതി എന്നൊരു വിഷയത്തെ അതിന്റെ ഏതെല്ലാം ആംഗിളുകളിലൂടെ കാണിക്കാൻ പറ്റും പരമാവധി ഏട്ടനത് കാണിച്ചിട്ടുണ്ടെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എന്നുവെച്ചാൽ നിങ്ങൾ അവിടെ നിന്നിട്ടാണ്, നിങ്ങളുടെ യുക്തിയുടെ ഭാഷയിൽ നിന്നിട്ടാണ് അവിടെ നിന്ന് നോക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അവിടെ നിന്ന് ഒരു വിശദീകരണം തരും. ശാസ്ത്രത്തിന്റെ മേഖലയിലാണെങ്കിൽ, പിന്നെ ഹെൽത്തിന്റെ മേഖലയിലാണെങ്കിൽ, പിന്നെ പരിസ്ഥിതിയുടെ തന്നെ മേഖലയിൽ നിന്നാണെങ്കിൽ, എല്ലാത്തിൽ നിന്നും എവിടെ നിന്നാണ് നിങ്ങൾ ഇതിനെ കാണുന്നത് അല്ലെങ്കിൽ ഇതിനെ അപ്രോച്ച് ചെയ്യുന്നത്, അതുവഴി നിങ്ങൾക്കൊരു ആൻസർ കിട്ടിയിരിക്കും. ഒരു ആൻസർ എന്നല്ല ഞാൻ അതിനെ പറയാ, ഒരു വ്യക്തത. അതാണ് ഏറ്റവും കൂടുതൽ ഇപ്പൊ ഇതിൽ ക്ലാരിറ്റി എന്നുള്ള വാക്കാണ് എനിക്ക് ഏട്ടനെ റെപ്രസെന്റ് ചെയ്യാൻ പറയാനുള്ളത്. അപ്പൊ അത്രയ്ക്ക് നന്നായിട്ട് അത് വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷെ അത് വളരെ കുറച്ചു പേരിലത് അല്ലെങ്കിൽ അത് മാത്രമായിട്ട് ഒതുങ്ങി പോകുന്നുള്ളതാണ്. അപ്പൊ എനിക്ക് എന്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇതില് എനിക്കിപ്പോ ഓർമ്മകളൊന്നും വരുന്നില്ല, ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. ഏറ്റവും കൂടുതൽ ദീപമൊക്കെ സൂചിപ്പിച്ച പോലെ അജ്ഞാനം എന്നുള്ള ഒരു അവസ്ഥയിലാണ് എനിക്ക് ഇതിൽ കൂടുതൽ വ്യക്തത വന്നിട്ടുള്ളത്. അതുപോലെ ഓരോരുത്തരും ഇപ്പൊ എനിക്ക് വലിയ ചോദ്യങ്ങളൊന്നും ഉണ്ടാകാറില്ല. വളരെ എനിക്ക് തോന്നുന്നു ഏട്ടനും ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളിൽ വളരെ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ള ആളായിരിക്കും ഞാൻ. പക്ഷെ ഒരുപാട് പേരുടെ ചോദ്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഉത്തരങ്ങളൊക്കെ എനിക്ക് ഇപ്പം പറയാറില്ല, പെൻറ്റാക്കു എന്ന് പറയുന്നത് പോലെ, അതായത് ഞാൻ ചോദിക്കുന്നതിന് മുമ്പ് എനിക്ക് അതിനുള്ള ആൻസർ കിട്ടാന്നുള്ളൊരവസ്ഥ എന്റെ ജീവിതത്തിൽ മുഴുവൻ സംഭവിച്ചിട്ടുള്ളത്. അപ്പൊ അത് വളരെ നന്നായിട്ട് കൃത്യമായിട്ട് ഒരു ഇടത്ത് എത്തിച്ചു എന്നുള്ള തരത്തിലാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പൊ അതുപോലെ തന്നെ ആ കിട്ടുന്ന കാര്യങ്ങൾ പരമാവധി ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ഏട്ടന്റെ ഒരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത്രയും കാലം ഇത് കണ്ടിന്യൂ ചെയ്യാനുള്ള ആ ഒരു മനസ്സ് അല്ലെങ്കിൽ ആ സ്ഥിരത എന്നുണ്ടല്ലോ, അതാണ് ശരിക്കും പറഞ്ഞ ഏതൊരു കാര്യത്തിൽ നമുക്ക് വേണ്ട ഒരു പ്രൈമായിട്ടുള്ളൊരു ക്വാളിറ്റി എന്ന് പറയുന്നത്. അത് ശരിക്കും എന്നെ ഒരുപാട് പ്രചോദിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഏട്ടന്റെ. അപ്പൊ ഇപ്പൊ ഏട്ടന് സുഖമില്ലാത്ത ദിവസങ്ങൾ പോലും ചിലപ്പോ എന്നോട് തലേന്ന് പ്രിപ്പയർ ചെയ്തിട്ടുള്ള പോസ്റ്റർ എന്നോട് അവതരിപ്പിക്കാൻ പറയാറുണ്ട്. പക്ഷെ ഞാൻ സത്യമായിട്ട് അതില് പിന്നെ എനിക്ക് പറ്റില്ല എന്ന് ഞാൻ പറയും. കാരണം അത്രയും നന്നായിട്ട് ഏട്ടൻ വിശദീകരിച്ച് കേൾക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അത് ഞാൻ വിശദീകരിച്ച് കൊളാക്കണമെന്ന് പറയാൻ ഞങ്ങൾ ശരിക്കും പറഞ്ഞ വളരെ വഴക്കുണ്ടായിരുന്നു. ഏട്ടൻ പറയും എനിക്ക് തീരെ വയ്യ, നീ അവതരിപ്പിക്കുന്ന പറയും. ഞാൻ അതിന് മുതിരാറില്ല. കാരണം അത് ഏട്ടൻ അവതരിപ്പിച്ച് എനിക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ട്. അതുപോലെ മറ്റെല്ലാവരും അത്രയും ഭംഗിയായിട്ട് അത്രയും വ്യക്തതയോട് കൂടിയിട്ട് മറ്റാർക്കും അത് സാധിക്കില്ല. എങ്കിലും ചില ദിവസങ്ങളിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൽ യാതൊരു തൃപ്തിയും എനിക്ക് ഉണ്ടായിട്ടില്ല. ഇപ്പൊ കഴിഞ്ഞ ഒരാഴ്ചയില് ഞാൻ തന്നെ ചെയ്തത്, ഞാൻ തന്നെ ഒരു ട്രയൽ നടത്തിയതാണ്. പക്ഷെ അത് എത്രത്തോളം വിജയകരമായെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും ചില വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനുള്ള ഒരു ധൈര്യം എനിക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത്. കാരണം അത്രയും ഡെപ്തിലാണ് ഈ വിഷയം പോകുന്നത്. നമുക്ക് ഈ മരം വെച്ച് പിടിപ്പിക്കുക അല്ലെങ്കിൽ അങ്ങനെ പറയുന്ന ഒരു വെറും ഉപരിപ്ലവമായിട്ടുള്ള ഒരു കാര്യത്തിൽ ഒതുങ്ങുന്നില്ലല്ലോ. ഇത് ഡെപ്തിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ തുടങ്ങിയടുത്ത് നിന്ന് എത്രയോ വളരെ ഡെപ്തിലേക്ക് വീണ്ടും വന്നു കഴിഞ്ഞു. അപ്പൊ അത് ശരിക്കും പറഞ്ഞ മണിയേട്ടന്റെ പറഞ്ഞ വിഷയങ്ങളിലൂടെ ഇതിനെ വിശദീകരിക്കുന്നുണ്ട്. ഡീപ് ഇക്കോളജി എന്നുള്ള രൂപത്തിലെ വിഷയം, പ്രജ്ഞ എന്നുള്ള രൂപത്തിലെ ഈ വിഷയത്തെ അംഗീകരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് തരത്തില് നമുക്ക് ഈ പ്രകൃതിയെ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ അതെല്ലാം കൂടി ഇങ്ങനെ കൂടി നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട് എനിക്ക്. അപ്പൊ ഞാൻ പറയാൻ തുടങ്ങുന്ന സമയത്ത് അത് ഏതിനാണ് പ്രാധാന്യം കൊടുക്കുക അല്ലെങ്കിൽ ആ ഒരു ക്രമത്തിനൊക്കെ എനിക്ക് പ്രശ്നം വരാറുണ്ട്. എങ്കിൽ പോലും ഇതുവരെയും ആവർത്തിച്ച് ഒരു വിഷയം എത്രയോ തവണ ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാലും ഒരു മടുപ്പും തോന്നിയിട്ടില്ല. എനിക്ക് തോന്നുന്നു പലരും ഇതിൽ നിന്ന് പിന്നീട് മാറിപ്പോയിട്ടുള്ളത് വിഷയങ്ങൾ അങ്ങനെ ആവർത്തിക്കുന്നു എന്നുള്ളത് കൊണ്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഓരോ തവണ കേൾക്കുമ്പോഴും സെയിം സബ്ജക്റ്റിന്റെ മറ്റൊരു വിശദീകരണം, മറ്റൊരു എന്താ പറയാ ആംഗിൾ എനിക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ എത്രയേറെ അതേ സബ്ജക്ട് ശരിക്കും മറ്റാരേക്കാളും ഞാനായിരിക്കും കൂടുതൽ കേട്ടിട്ടുണ്ടാവുക. അപ്പൊ അത്രയും അത് ഉള്ളിൽ പതിയുന്നു എന്നുള്ളതാണ്. നമുക്കത് സബ് കോൺഷ്യസ്ലി അത് പതിയുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിൽ അല്ലെങ്കിൽ എന്റെ ഓരോ പെരുമാറ്റത്തിൽ എന്റെ ഓരോ വാക്കിലൊക്കെയും അത് പ്രകടിപ്പിക്കാൻ സാധിക്കും, അത് പ്രകടമാകും എന്നുള്ളതാണ്. ഇതൊക്കെ തന്നെയാണ് എന്റെ ഒരു അനുഭവമായിട്ട് പറയാനുള്ളത്. പിന്നെ എനിക്കിത് കൂട്ടിച്ചേർക്കാനുള്ള ഒരു കാര്യം, ഇപ്പൊ നേരത്തെ ജിഷ്ണു ഒരു കാര്യം സൂചിപ്പിച്ചു, എല്ലാവരും ഇതിനെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുക, എന്നാലേ ഇതൊരു വെളിച്ചം കാണുള്ളൂ എന്നുള്ളത്. വിരാജേട്ടൻ പറഞ്ഞു ഓടിക്കൊണ്ടിരുന്ന വണ്ടിയുടെ പെട്രോൾ തീർന്ന ഒരു അവസ്ഥ ഉണ്ടാക്കരുത് എന്ന്.
ശരിക്കും ഒളിമ്പസ് അഭിമുഖീകരിക്കുന്ന ഒരു അവസ്ഥ അത് തന്നെയാണ്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് എല്ലാരും പെട്രോൾ ഒഴിച്ചു കൊടുക്കുക എന്നുള്ളതാ. അപ്പൊ അതിനുള്ള പെട്രോൾ എന്താന്ന് പറയുന്നത് ഈ വിഷയത്തെ കൂടുതൽ പേരിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ ഇത് സമൂഹത്തിന്റെ ഒരു ആവശ്യമാണെന്ന് മറ്റുള്ളവരെ കൂടി ബോധ്യപ്പെടുത്തുന്ന തരത്തിലേക്ക് ഇത് സംസാരിക്കണം. എല്ലാവരും പറഞ്ഞ് പരമാവധി സംസാരിക്കുന്നുണ്ടെന്നുള്ളതൊക്കെ. എങ്കിലും ചില ടോപ്പിക്കുകൾ ഇപ്പൊ എല്ലാവർക്കും ഒളിമ്പസിന്റെ എല്ലാ ടോപ്പിക്കിലൂടെയും അവരവർക്ക് വേണ്ടെന്ന് കിട്ടണം എന്നില്ല. പലപ്പോഴും ഏറ്റവും എല്ലാവരും പ്രശ്നമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഏട്ടന്റെ അവതരണ രീതി, അതിന്റെ കട്ടിയായിട്ടുള്ള അവസ്ഥ, ഭാഷയുടെ ഒരു സുഗമമല്ലാത്ത ഒരു അവസ്ഥ എന്ന് പറയാറുണ്ട്. പക്ഷെ ആവർത്തിച്ച് കേൾക്കുമ്പോൾ അതൊരു പ്രശ്നമായിട്ട് ഉണ്ടാവാറുമില്ല. പക്ഷെ ആവർത്തിച്ച് കേൾക്കണം എന്നുള്ളതാണ്. അപ്പൊ എനിക്ക് പറയാനുള്ള എന്താന്ന് വെച്ചാല്, ഇപ്പം ഏട്ടൻ ഈ ഇടയ്ക്ക് ഗുരുകുലത്തിലും അതുപോലെ മഹോദര സത്സംഗം എന്നുള്ള ഗ്രൂപ്പിലൊക്കെ ഇതിന്റെ ഇതുവരെ ഈ 1825 എണ്ണത്തിന്റെയും ഇതിട്ടിട്ടുണ്ട്. എന്ത് ആ ടോപ്പിക് എല്ലാം കൃത്യമായി എണ്ണം തയ്ച്ചിട്ടിട്ടുണ്ട്. അതില് ഒന്ന് ഓടിച്ചു നോക്കി അതില് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോപ്പിക്കുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് കൊടുത്താൽ ഇത് പ്രയോജനപ്പെടും എന്നുള്ള ടോപ്പിക്കുകൾ ഉണ്ടാവും. ചിലപ്പോൾ ലളിതമായിട്ടുള്ള വിഷയങ്ങൾ അവതരിപ്പിച്ച ടോപ്പിക്കുകൾ ഉണ്ടാവും. ഇതൊന്ന് നോക്കിയിട്ട് പരമാവധി ഇതിനൊരു പ്രചരണം കൊടുക്കുക, നിങ്ങളുടെ ഒരു സർക്കിളിൽ പ്രചരണം കൊടുക്കുക എന്നുള്ളത് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അപ്പൊ എത്രത്തോളം ഇത് ഡെപ്ത് എന്നുള്ളതിനേക്കാൾ എത്രത്തോളം പേരിലേക്ക് ഇത് കൂടുതൽ എത്തിക്കുക, അല്ലെങ്കിൽ കൂടുതൽ പേരിലേക്ക് ഈ വിഷയം ഒരു സംസാര വിഷയം, അതല്ലെങ്കിൽ ഇപ്പൊ ഈ കാലത്ത് ഏറ്റവും കൂടുതൽ ആവശ്യമാണ് ഇങ്ങനെ ഒരു കാഴ്ചയും അതിനനുസരിച്ചുള്ള ഒരു ജീവിതവും എന്നുള്ള കാര്യമൊക്കെ എത്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എത്ര ശ്രമിച്ചിട്ട് നമ്മുടെ ഒരു സർക്കിളിൽ അപ്പുറത്തേക്ക് ഇത് കൂടുതൽ പോകുന്നില്ല എന്നുള്ളത് അതൊരു പരിമിതിയായിട്ട് തന്നെ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളെല്ലാവരും പല ഏരിയാസിൽ വർക്ക് ചെയ്യുന്നവരാണ്. തീർച്ചയായിട്ടും എല്ലാ മേഖലയിലും ഉണ്ടാകും ഈ ഒരു വിഷയത്തോട് താല്പര്യമുള്ള ഒരു, എല്ലാവരുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ അല്പം വട്ടുള്ള ആൾക്കാർ എന്നുള്ളതാണ്. അപ്പൊ അതിന് പറ്റുന്നവരിലേക്ക് ഇത് ഷെയർ ചെയ്യാന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ നിങ്ങളുടെ സർക്കിളിൽ ഈ വിഷയത്തോട് പിന്നെ കുറച്ചുകൂടെ ക്ലാരിറ്റി വരുത്താനായിട്ടുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കാം, അങ്ങനെ അല്ലെങ്കിൽ വെറുതെ ഒരു ചർച്ചകൾ മറ്റുള്ള ഒരു വെന്യൂ കൊടുക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പൊ ഞാൻ പറയുന്നത് ഇതിന്റെ പ്രചരണം ഏതെല്ലാം രൂപത്തിൽ സാധിക്കുമോ അത് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തുടർച്ചയായിട്ട് ഇതിൽ പറ്റുന്നവർ പങ്കെടുക്കുക എന്നുള്ളത്. ഇപ്പൊ പിന്നെ ഏട്ടൻ പറഞ്ഞു വർഗീസേട്ടൻ മാത്രമാണ് പുതിയതായിട്ടുള്ളത്. ചില ദിവസങ്ങളിൽ വർഗീസേട്ടൻ വരാതെ ഞാൻ മാത്രമായിട്ട് വീണ്ടും ആയിട്ടുണ്ട്. പക്ഷെ ഞാനത് വളരെ രസമായിട്ട് എടുക്കും. ഏട്ടൻ പറയും നമുക്ക് നിർത്താണ്, ഞാൻ പറയും ഞാനുണ്ടല്ലോ, ഞാനെടുത്താലും അത് കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പറയും. അപ്പൊ എനിക്ക് ഞാനുണ്ട് എന്നുള്ളൊരു കാര്യത്തിൽ മാത്രമേ എനിക്ക് ഉറപ്പ് കൊടുക്കാൻ പറ്റൂ. അപ്പൊ എല്ലാവരും പറ്റുന്നവരെ പങ്കെടുക്കുക. എനിക്കറിയാം എല്ലാവർക്കും ഓരോ തിരക്കുകളിൽ നിന്നാണ് രാവിലെ ഈ ഒരു സമയം കണ്ടെത്തുന്നത്. അത് ഒഴിവാക്കിക്കൊണ്ടല്ല ഞാൻ പറയുന്നത്, എങ്കിലും ഇതിന്റെ ഒരു പബ്ലിസിറ്റി എന്ന് പറയുന്നത്, ഒരു റെലവൻസ് എന്ന് പറയുന്നത് ഈ കാലത്ത് വളരെ, ഇപ്പൊ നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടല്ലോ. ഇപ്പൊ എപ്പോ വേണമെങ്കിലും ഇത് സ്റ്റക്ക് ആവുമെന്ന് ഏട്ടൻ പറയാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. പക്ഷെ അതിപ്പോ നമ്മൾ അതിന്റെ ശരിക്കുള്ള ആ ഒരു മുഖം കാണാൻ തുടങ്ങി എന്നുള്ളതാണ്. പക്ഷെ അപ്പോഴും പലർക്കും തോന്നുന്നില്ല ഇത് മറ്റേ പ്രളയം തുടങ്ങിയപ്പോൾ അല്ലെങ്കിൽ ഡിമോണിറ്റൈസേഷൻ ഉണ്ടായപ്പോഴൊക്കെ ഇത് പഴയതുപോലെ ആയില്ലെങ്കിലും ആ ഒരു പഴയതുപോലെ ആയി എന്നുള്ളൊരു തോന്നൽ വീണ്ടും ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അതൊരു വെറും തോന്നലാണ്, അതിനപ്പുറം കാര്യങ്ങൾ പോകുന്നുണ്ട് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുക. അത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഇത് കൂടുതൽ പേരിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ഇതിലേക്ക് നമുക്ക് വരാൻ സാധിക്കുള്ളൂ. അപ്പൊ അത്രയാണ് എനിക്ക് എന്റെ ഒരു അനുഭവം, അല്ലെങ്കിൽ ഇനി എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് പറയാനായിട്ടുള്ളൂ. അപ്പം എല്ലാത്തിനും പ്രകൃതിക്ക് നന്ദി പറയുന്നു. അതുപോലെ ഇതിൽ പങ്കെടുത്തവർ കേട്ടോ, ഞങ്ങൾ മാത്രമായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ 5 വർഷങ്ങളിൽ ഒരുപാട് പേര് പങ്കെടുത്തു. അതിലൊരു 1/3 ഭാഗം പോലും ഇന്ന് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോ എല്ലാവരോടും നന്ദി പറയുകയാണ്. അതുപോലെ വർഗീസേട്ടന്റെ സപ്പോർട്ട് ശരിക്കും വളരെ വലിയൊരു കാര്യമാണ്. അതുപോലെ രാജ്മോഹൻ ചേട്ടൻ, രാജേന്ദ്രേട്ടൻ സ്ഥിരമായിട്ട് ഇപ്പോ വരുന്ന കുറച്ചു പേരാണ്. അപ്പൊ എല്ലാവർക്കും നന്ദി പറയുകയാണ് ഈ ഒരു അവസരത്തില്. വീണ്ടും നമുക്ക് ഇടയ്ക്ക് ആയിട്ടാണെങ്കിലും തുടർച്ചയായിട്ടാണെങ്കിലും പങ്കെടുക്കാൻ സാധിക്കട്ടെ. ഈ വിഷയം കൂടുതൽ പേരിലേക്ക് എത്താൻ പറ്റുന്നത് പോലെയൊക്കെ നമുക്ക് ചെയ്യാം എന്നുള്ളതാണ്. എല്ലാത്തിനും ഏട്ടനോട് നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം. ഇങ്ങനെ 5 വർഷം തയ്ക്കുന്ന ഈ പരിപാടിയുടെ പങ്കാളികളുടെയും അഭ്യുതകാംക്ഷികളുടെയൊക്കെ ഒരു കൂടിച്ചേരൽ ഉണ്ടാവുക, ഈ പേരിലൊരു കൂടിച്ചേരൽ ഉണ്ടാവുക എന്നുള്ളതാണ്. ഒരു പേര് കാണിച്ചിട്ട് എല്ലാവരും ഒന്ന് കൂട്ടുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. അതേതായാലും സാഫല്യത്തിലേക്ക് എത്തി. അപ്പോൾ ഇത് അവസാനിക്കുന്നതിന് മുമ്പ് ഇത് ഒരു ഏകപക്ഷീയമായിട്ട് ഉള്ളൊരു പരിപാടിയായിട്ട് മാറരുതല്ലോ. എല്ലാവരോടും പറയാൻ പറഞ്ഞു, എല്ലാവരും പറഞ്ഞു എന്നുള്ളത് കൊണ്ട് തീർന്നു പോകരുത്. പകരം എന്തെങ്കിലും പറയാൻ, കൂട്ടിച്ചേർക്കാനോ പറയാനോ ചോദിക്കാനോ നിർദ്ദേശിക്കാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടെ ആകാമെന്ന് കൂടെ വിചാരിക്കുന്നു. അതിനോടൊരു 10 മിനിറ്റ് കൂടെ അതിനുവേണ്ടി മാറ്റിവെക്കാമെന്ന് വിചാരിക്കുന്നു.
9 മണി വരെയാണ് പറഞ്ഞത്, ഇപ്പോൾ 9:24 9 വരെയുള്ള സമയം നമുക്ക് അങ്ങനെ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ എനിക്കാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ, മറ്റുള്ളവർക്ക് ബോധ്യം വരാൻ വേണ്ടി ഒരു ചോദ്യം ഉന്നയിക്കാനുണ്ടെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടെ ആകാം. പിന്നെ നമ്മളിവിടെ എല്ലാവർക്കും അറിയുമായിരിക്കും, പ്രഭാത സംഘം എന്നുള്ളൊരു ബാനർ നമ്മുടെ വിഷയങ്ങളെ റെഗുലറായിട്ട് കൊടുക്കാൻ വേണ്ടി ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷേ നമ്മളൊരു കമ്മ്യൂണിറ്റി ബിൽഡിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ കാണാറുള്ള രീതി വെച്ചാൽ ഒരു കുടയുടെ കമ്പി പോണ പോലെ ഒരു കമ്പി ആ മെയിൻ കുടയുടെ കാലിലേക്ക് ബാക്കി എല്ലാ കമ്പികളും കണക്ട് ചെയ്യുന്നു എന്നുള്ള രീതി. നമ്മൾ കമ്മ്യൂണിറ്റി എന്ന് ഉദ്ദേശിക്കുന്നതല്ല. ഇതൊരു ജാലിക അല്ലെങ്കിൽ നെറ്റ്വർക്ക് എന്നുള്ള രൂപത്തിലാണ്. എല്ലാവരും തമ്മിൽ ബന്ധം ഉണ്ടാവണം. ആ പാരസ്പര്യം നിലനിർത്താൻ ഞാൻ ഓരോരുത്തരെയും തമ്മിൽ കണക്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പലപ്പോഴും അത് പാലിക്കപ്പെടാതെ പോകുന്നുണ്ടെങ്കിലും പലയിടത്തും പലരും തമ്മിലുള്ള ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ ഒളിമ്പസുമായിട്ട് കണക്ട് ചെയ്ത ആളുകൾ തമ്മിൽ ഉള്ള ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ അമർനാഥ് തിരുവനന്തപുരത്ത് പോവുകയാണെങ്കിൽ ദീപുവിനെ കാണും. അതുപോലെ ഇപ്പൊ ദിനിലും ഫയാസും തമ്മിൽ ഒരു സൗഹൃദം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഇതിലെ പല ആളുകളും തമ്മിൽ വർഗീസേട്ടനുമായിട്ട് നല്ല കണക്ഷനുകൾ വന്നിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ എല്ലാവരും തമ്മിലുള്ള ഒരു ബന്ധം കൂടെ ഉണ്ടായി വരുമ്പോഴാണ് ഒരു കമ്മ്യൂണിറ്റി എന്നുള്ള രീതിയിൽ ഡെവലപ്പായി വരിക. കമ്മ്യൂണിറ്റി എന്നുള്ള ആശയം ഒരു പക്ഷെ എന്റെ തലയിൽ മാത്രം അല്ലെങ്കിൽ എന്റെയും വർഗീസേട്ടന്റെയും പുണ്യയുടെയും മാത്രം തലയിൽ നിലനിന്നു പോകുന്ന ഒരു കാര്യമായിരിക്കാം. പക്ഷെ അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നിങ്ങളും കൂടെ ബോധ്യപ്പെടുക. നവഗോത്ര സുസ്ഥിര ജീവന സമൂഹം എന്ന് പറയുന്നത് കേരളത്തിന്റെ ഒരു മോഡൽ ആയിട്ട് മാറണമെന്ന് വിചാരിക്കുന്നു. ഇൻഡിവിജ്വലിസത്തിന്റെ ഒരു ലോകത്ത് അത് എത്രത്തോളം സ്വാർത്ഥകമായി എന്നുള്ളതിനൊക്കെ സംശയം ഉണ്ടായിരിക്കും. പക്ഷെ ഞങ്ങളുടെ മനസ്സിൽ അത് അങ്ങനെ തന്നെയാണ് നിലനിൽക്കുന്നത്. അപ്പോൾ ആ കമ്മ്യൂണിറ്റിയുടെ ബന്ധം നിലനിർത്താൻ എല്ലാവരും ശ്രമിക്കുക, പരസ്പരം ആ ഒരു കണക്ഷൻ സൂക്ഷിക്കുക എന്ന് പറയാറുണ്ട്. ഇനി നമ്മൾ ആ ബാക്കിയുള്ള സമയം എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ നിർദ്ദേശിക്കാനോ ഉണ്ടെങ്കിൽ അതുകൂടെ ആകാം. ഒരു 10 മിനിറ്റ് വോളണ്ടറി ആയിട്ട് മുമ്പോട്ട് വരിക. നമ്മുടെ ഇക്കോ വില്ലേജിന്റെ റീബിൽഡുമായി ബന്ധപ്പെട്ട് ഒന്നിപ്പോ സംസാരിക്കാൻ തോന്നുന്നു. കാരണം ഇപ്പൊ ഇത്രയും പേരുണ്ടല്ലോ, ഒരു 5 മിനിറ്റ് സംസാരിക്കാം. കാരണം അത് നമ്മൾ വിട്ടുപോകുന്നു. കാരണം ഇപ്പൊ ആശയത്തിലും ഇതിലും ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഒതുങ്ങുന്നു. അപ്പൊ അത് പോരാ. ഇപ്പൊ നമ്മുടെ അവിടെ നെൽകൃഷി മാത്രം ചെയ്യുന്നുണ്ട്. അപ്പം ബാക്കിയുള്ള ബിൽഡിംഗ് കാര്യങ്ങളൊന്നും റിവൈവ് ചെയ്യണം എന്തായാലും. ഇപ്പം നമുക്ക് ആളുകളെ കൊണ്ടുവരാനും നമ്മളെന്താ ചെയ്യുന്നത് പലരും ചോദിക്കുന്നുണ്ട്, എന്താ നിങ്ങൾ അവിടെ വന്ന് കാണാൻ പറ്റുക? അപ്പം അതൊന്ന് റീബിൽഡ് ചെയ്യണം. അപ്പൊ അതിന് അത് അർത്ഥത്തിൽ നിർത്തിയാൽ മുഴുവൻ കാര്യങ്ങളും മനസ്സിലാവില്ല. നമ്മൾ കഴിഞ്ഞ പ്രളയത്തിന്റെ സമയത്ത് വെള്ളം ഒന്ന് കയറി. ആ സമയത്ത് ഞാൻ എന്റെ അച്ഛന് സുഖമില്ലാത്തത് കൊണ്ട് തത്വകുലത്തേക്ക് വന്നു. പിന്നെ അച്ഛൻ മരിച്ചു, അമ്മ ഗുരുകുലത്തിലേക്ക് വന്നു. അപ്പൊ പിന്നെ എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയായി. ഇതെല്ലാം കൂടെ ചേർന്നിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് ആദ്യം കോവിലിൽ താമസിച്ചിരുന്ന ഞാൻ ഇങ്ങോട്ടേക്ക് മാറാൻ കാര്യം മോൾക്ക് അസുഖം കൂടി എന്നുള്ളത്. അപ്പൊ ഇതെല്ലാം കൂടെ ഒരുമിച്ച് വന്നു കഴിഞ്ഞ് പിന്നെ പോകുമ്പോഴേക്കും പ്രളയത്തിന് നമ്മുടെ അവിടുത്തെ സ്ഥലം ബാധിച്ചു. അത് റിപ്പയർ ചെയ്യണമെങ്കിൽ അവിടെ പോയി നിൽക്കുന്ന ഒരവസ്ഥ വേണമായിരുന്നു. പക്ഷെ ആ സമയത്ത് ആളില്ലാതെ പോയി, അതുകൊണ്ട് നടക്കാതെ പോയി. അതിങ്ങനെ തളർന്ന് നിന്നുപോയി. പിന്നെ അവിടെ നെൽകൃഷി മാത്രം പോകുന്ന ഒരു അവസ്ഥയാണുള്ളത്. അപ്പൊ നമുക്കിനി യുദ്ധം എന്നുള്ളത് നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ഇനി നമുക്ക് ഈ മോഡൽ നിർമ്മിച്ചേ മതിയാവും. അത് നമ്മുടെ സസ്റ്റൈനബിലിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിലേക്ക് തിരിച്ച് കയറുകയാണ്. അപ്പൊ അത് നമ്മളിവിടെ മുണ്ട് മുറുക്കി ഉടുക്കുക എന്നുള്ളത് ഇവിടെ വന്ന് കൂടെ ജീവിക്കുന്നവർക്ക് മനസ്സിലാവും. മുണ്ട് മുറുക്കി ഉടുക്കാച്ച അധികം കഴിക്കാതെ വയറ് മുറുക്കി എടുക്കുന്ന ഒരവസ്ഥ കഥയിലൊക്കെ പറയുന്നുണ്ടല്ലോ. അത് അക്ഷരാർത്ഥത്തിൽ ഞങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത്. ഈ അവസ്ഥയിലും ഇത് ബിൽഡ് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഇപ്പൊ നിങ്ങളെ സ്ക്രീനിൽ ഒരുമിച്ച് കാണുന്ന ജിഷ്ണുവും വിരാജും ഒക്കെ ഇവിടെ വന്ന് നിൽക്കുന്നത്, വർഗീസേട്ടന് ഇതിനു വേണ്ടി പരമാവധി എഫേർട്ട് എടുക്കുന്നത്. അപ്പൊ ഇത് ബാക്കി മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമാണ്. ആദ്യം നമുക്ക് നമ്മുടെ അവിടുത്തെ കെട്ടിടങ്ങളൊന്ന് റിവൈവ് ചെയ്യണം. ആ റിവൈവ് ചെയ്യണമെങ്കിൽ അതിന് തുക ആവശ്യമാണ്, മാൻ പവർ ആവശ്യമാണ്. നമുക്ക് റെഗുലറായിട്ട് ഫണ്ട് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വോളണ്ടിയേഴ്സിനെ അവരുടെ ബേസിക് എക്സ്പെൻസസ് കൊടുത്തുകൊണ്ട് നമുക്ക് അവിടെ നിർത്താൻ പറ്റും. പിന്നെ നമുക്ക് ശരിക്കും ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. അതൊന്നും വരാത്തത് ആണ് ഇതിലൊരു പ്രശ്നം. ഇപ്പൊ നമ്മുടെ ബേസിക് സബ്സ്ക്രിപ്ഷൻ എന്നുള്ള തുകയിൽ നമുക്ക് കിട്ടുന്നത് പോലും 10 താഴെയുള്ള തുകയാണ്. ഇതുകൊണ്ട് നമുക്ക് ഇതിന്റെ മുഴുവൻ എക്സ്പെൻസസും ഗുരുകുലത്തിലെ മുഴുവൻ എക്സ്പെൻസസും നമുക്ക് നടത്തിക്കൊണ്ടു പോകാൻ കഴിയില്ല. അപ്പോ തുക റൈസ് ചെയ്യേണ്ടി വരും, ആ കെട്ടിടങ്ങൾ റിവൈവ് ചെയ്യേണ്ടി വരും. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കുള്ള ഒരു നീക്കത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പല ഭാഗത്തും നമ്മൾ പലപ്പോഴും തളരുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും
കഴിഞ്ഞ കുറച്ച് നാളത്തെ എഫേർട്ടിന്റെ ഭാഗമായിട്ട് 1.6 ടൺ നെല്ലാണ് ഇപ്പൊ നമ്മുടെ മുറ്റത്ത് കിടക്കുന്നത്. അത് വലിയൊരു വിജയമായിട്ടാണ്. നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ ചെയ്തപ്പോഴൊന്നും ഇത്രയും മറ്റേ ഈൽഡ് നമുക്ക് കിട്ടിയിട്ടില്ല. എന്ന് വെച്ചാൽ നമുക്ക് ഈ ഗുരുകുലത്തിലുള്ള ആളുകൾക്ക് ഇനി വരാൻ പോകുന്ന ഒരു വർഷത്തേക്ക് കഴിക്കാനുള്ള, ഈ ഗുരുകുലത്തിൽ വന്ന് താമസിക്കുന്നവർക്ക് വരുന്ന ഒരു വർഷത്തേക്ക് കഴിക്കാനുള്ള ഫുഡ് സെൽഫ് സഫിഷ്യൻസിയുടെ ഭാഗമായിട്ട് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. ഇത് നമ്മൾ നേരത്തെയും ചെയ്തുകൊണ്ടിരിക്കുന്നത്, പക്ഷെ ഇത്രയും ഈൽഡ് നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ ഇങ്ങനെ വിജയകരമായ കാര്യങ്ങൾ നമ്മൾ പ്രാക്ടിക്കലി ചെയ്യുന്നുണ്ട്. അപ്പൊ പക്ഷെ അത് അവിടെ നിന്നുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു വലിയ മോഡലായിട്ടും കൂടുതൽ വിപുലപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് നമുക്കിത് കൊണ്ടെത്തിക്കാൻ പറ്റും. മാത്രമല്ല യുദ്ധം ഇതിന്റെ പീക്കിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് മാറി നിൽക്കാനുള്ള ഒരു സ്പേസ് അത് ഇക്കോ വില്ലേജ് ആയിരിക്കും. അപ്പൊ അത് ബിൽഡ് ചെയ്തേ മതിയാവും. ആ ഒരു അവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ അതിന് വേണ്ടുന്ന സപ്പോർട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കുക. ആലോചിച്ചിട്ട് നമ്മളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇത് നിങ്ങളുടെ റോളാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് ടേക്കപ്പ് ചെയ്യാൻ കഴിയുള്ളൂ. നിങ്ങളുടെ റോളാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. പിന്നെ ഇപ്പോ പുതിയ 6ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ പറഞ്ഞു തുടങ്ങുന്നത് ഇപ്പോഴത്തെ വർത്തമാന പശ്ചാത്തലത്തെ കുറിച്ച് തന്നെയാണ്, യുദ്ധത്തെ കുറിച്ചാണ്. യുദ്ധം എന്നുള്ളൊരവസ്ഥ എന്താണ്, അത് എവിടെ വരെ പോകും, എന്താണ് ഇതിന്റെ പൊളിറ്റിക്കൽ അജണ്ട, എന്താണ് അത് ഫിസിക്കലി ഉണ്ടാക്കുന്ന എന്താ പറയുക ഇമ്പാക്ട് എന്തായിരിക്കും, അതിനെ നമ്മൾ ഇനി അതിജീവിക്കാൻ നമ്മൾ ഇനി എന്താണ് ചെയ്യേണ്ടത്, എന്തെല്ലാം വിധത്തിൽ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇനി വരാൻ പോകുന്ന കുറച്ച് ദിവസങ്ങളിൽ ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ സോഷ്യോ പൊളിറ്റിക്കൽ കണ്ടീഷൻസും പിന്നെ നമ്മൾ അതിന് ശരിക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ, ഈ കാണുന്ന മായികമായിട്ടുള്ള കൺസ്യൂമറിസ്റ്റിക് സംവിധാനങ്ങൾ അത് താറുമാറായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതിന്റെ ശരിക്കുള്ള ഡെപ്തിൽ ആളുകൾ മനസ്സിലാക്കുന്നില്ല എന്നൊരവസ്ഥ എനിക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷെ പറഞ്ഞാൽ അതാർക്കും തിരിയില്ല. നമുക്കത് അതിന്റെ മറുമരുന്ന് ആന്റിഡോട്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്തേ മതിയാവും. അതിൽ നിങ്ങൾ ഓരോരുത്തരുടെയും കൈകടത്തൽ, ഇടപെടൽ ആവശ്യമാണ്. അതിന് എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് നമുക്കിവിടെ നിർത്താം, അല്ലേ? നിർത്തിക്കൂടെ? ആയിക്കോട്ടെ. എന്തായാലും വന്ന് എത്തിയതിൽ എല്ലാവർക്കും, പ്രത്യേകിച്ച് നമ്മുടെ റെഗുലർ പ്രോഗ്രാമിൽ പങ്കെടുക്കാതിരുന്നിട്ട് പോലും ഈ പരിപാടിക്ക് പ്രാധാന്യം നൽകി വന്ന എല്ലാവർക്കും, പിന്നെ സ്ഥിരമായിട്ട് പങ്കെടുക്കുന്നവർക്കും എല്ലാവർക്കും ഈ സന്തോഷം അറിയിക്കുന്നു. കൂടെ യാത്ര ചെയ്യുക ബന്ധുവായിട്ട് എന്നും എന്നും എന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരും തീരുന്നതുവരെയും ഒരുമിച്ചുണ്ടായിരിക്കുക. ആ ഹൃദയ സംഗീതത്തിലേക്ക് നിങ്ങളെ ക്ഷണിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. എല്ലാവർക്കും